ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഹരി ഗോവിന്ദ. കണ്ണൻ്റെ പുണ്യനാമവർണ്ണങ്ങൾ കർണത്തിലെന്നു കേൾക്കും ഞാൻ. കർണത്തിൽ കേട്ടുപോൾ മയർക്കൊണ്ടു കണ്ണീരിലെന്നു മുങ്ങും ഞാൻ. ഗോവിന്ദ ഹരി കണ്ണീരിൽ മുങ്ങി ശുദ്ധനായി നാമം തന്നെത്താനെന്നു പാടും ഞാൻ. തന്നെത്താൻ പാടി മോദത്താൽ മണ്ണും വിണ്ണുമെന്നു മറക്കും ഞാൻ. ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി മണ്ണും വിണ്ണും മറന്നു ഭക്തി സമ്പൂർണനായി എന്നു തുള്ളും ഞാൻ. തുള്ളിക്കാളിച്ചൻ സംസാരക്കള കള്ളികളെന്നു മായ്ക്കും ഞാൻ. ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ. അക്കളം മായ്ക്കും കേളിതുള്ളലിൽ അട്ടഹാസമെന്നാർക്കും ഞാൻ. അട്ടഹാസത്താൽ ശുദ്ധി ദിക്കുകളെട്ടിനുമെന്നു നൽകും ഞാൻ. ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ 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 ഹരി ഗോവിന്ദ ആട്ടവും കഴിഞ്ഞമ്മതൻ മടി തട്ടിലേക്കെന്നു വീഴും ഞാൻ. വീഴുമമ്മതൻ ശീതളാംഗത്തിൽ സാനന്ദം എന്നുറങ്ങും ഞാൻ. ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ 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 ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. ഉറങ്ങുമ്പോളുള്ളിൽ കായാമ്പൂവർണ്ണം കണ്ടുകൊണ്ടെന്നുണരും ഞാൻ. ഉണരുമ്പോൾ മുമ്പിൽ കരിമൂകിൽ വർണ്ണൻ തിരുമേനി എന്നു കാണും ഞാൻ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ 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 ഹരി ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. യോ അന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഗോവിന്ദനാമസങ്കീർത്തനം. ഭാഗവതത്തിലെ ദശമസ്കന്ധം കൃഷ്ണലീലകളാണ് വിസ്തരിച്ച് വർണ്ണിക്കുന്നത്.
ഭഗവാന്റെ ലീലകൾ പ്രധാനമായും 4 തരത്തിലാണ് പറയുക. ഗോകുലലീല, പിന്നെ വൃന്ദാവനലീല, പിന്നെ മധുരാലീല, പിന്നെ ദ്വാരകാലീല. ഇങ്ങനെ 4 ലീലകൾ. അതിലെ ഗോകുലലീലയും വൃന്ദാവനലീലയും വർണ്ണിച്ചു കഴിഞ്ഞു. വൃന്ദാവനലീലയുടെ അവസാനത്തിലാണ് ഭഗവാന്റെ രാസക്രീഡ. പിന്നെയും ചെറിയ കഥകളൊക്കെ ഉണ്ട്, എങ്കിലും ഈ ഒരു രാസക്രീഡയാണ് അതിൻ്റെ അവസാനമായിട്ട് പറയുക. അത് കഴിഞ്ഞ് ഭഗവാൻ മധുരയിലേക്ക് പോവുകയാണ്. ഇനി മധുരയിൽ പോയി അവിടെയുള്ള ആളുകൾക്ക് ആനന്ദം കൊടുക്കുക. ഇവിടെ തനിക്ക് ചെയ്യേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞു. ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരിക്കേണ്ട കാര്യമില്ല. നമ്മളുടെ ഡ്യൂട്ടി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കേണ്ട കാര്യമില്ല. പിരിയണം അരങ്ങിൽ നിന്നുടൻ ശരിയായി കളി തീർന്ന നട്ടുവൻ. ശരിയായിട്ട് കളിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ തിരിഞ്ഞു നടക്കരുത്. കഴിഞ്ഞാൽ അവിടെ നിന്ന് വിട്ടോളുക. പിന്നെ വിടാനുള്ളൊരു മടി അത് പാടില്ല. ഭഗവാന്റെ കാര്യം നോക്കി അത് കൃത്യമായിട്ട് കാണാം. ഒന്നും വിടാൻ ഒരു മടി മാർക്കില്ല, ഭഗവാനില്ല. ഗോകുലത്തുനിന്ന് വൃന്ദാവനത്തിൽ പോയി പിന്നെ ഗോകുലത്തിലേക്ക് തിരിച്ചു പോക്കില്ല. വൃന്ദാവനം വിട്ട് മധുരയിൽ പോയി പിന്നെ വൃന്ദാവനത്തിലേക്ക് തിരിച്ചു പോകണില്ല. അന്ന് മുന്നോട്ട് മാത്രം സഞ്ചരിക്കുകയാണ്. താൻ കൊടുക്കേണ്ടതൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ തൻ്റെ കടമ ഭംഗിയിൽ നിറവേറ്റുക. അങ്ങനെയുള്ള ആൾക്ക് പിന്നെ പശ്ചാത്താപം ഉണ്ടാവില്ല. ഭഗവാൻ പശ്ചാത്തപിക്കുന്നില്ല. അതാണ് ഭഗവാന്റെ പ്രത്യേകത. നമുക്കാണെങ്കിൽ ജീവിതത്തിൽ എന്നും അങ്ങനെ ആവായിരുന്നു എന്നും എങ്ങനെയാച്ചാൽ നന്നാവുമായിരുന്നു. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. പാസ്റ്റ് തന്നെ കഴിഞ്ഞു. അതുകൊണ്ട് കഴിഞ്ഞതിനെപ്പറ്റി ചിന്തിക്കുന്നത് തന്നെ വിഡ്ഢിത്താണ്. നമ്മൾ ഓർമ്മകളിലും ഭാവനകളിലും കഴിയണം. ഇന്നലെ ആരും കഴിയണില്ല. ഇപ്പം ഇന്നലത്തെ പറ്റി ചിന്തിച്ച് ഇങ്ങനെ വിഷമിക്കും, അല്ലെങ്കിൽ നാളെ വരാൻ പോകുന്നത് ഓർത്ത് ഉത്കണ്ഠ. ഇന്നലെ ആരും ജീവിക്കുന്നില്ല. അതാണ് വലിയ ബുദ്ധിമുട്ട്. ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാൻ പ്രസൻറ്റിൽ അങ്ങനെ എപ്പോഴും സ്വസ്ഥമായിട്ടിരിക്കുന്നു. ചെയ്യേണ്ടതിൻ്റെ മാക്സിമം ഭംഗിയിൽ വൃത്തിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതിൽ ഭഗവാൻ നല്ല വിശ്വാസമുണ്ട്. അതങ്ങനെ തന്നെയാണ് വേണ്ടതെന്ന് അറിയും ചെയ്യാം. അതുകൊണ്ട് ആരൊക്കെ കുറ്റപ്പെടുത്തിയാലും ഭഗവാൻ അതൊന്നും ബാധിക്കുന്നില്ല. ഒക്കെ പുഞ്ചിരി കൊണ്ട് നേരിടും. കാരണം അത്രയ്ക്ക് ഉറപ്പുണ്ടെന്നാണ്. അങ്ങനെ ഒരു ജീവൻ മുക്തനാണ് ഭഗവാൻ. ഒരു ജീവൻ മുക്തൻ എങ്ങനെ ആവണമെന്ന് കാണിച്ചതും കൂടിയാണ് ഭഗവാന്റെ ആ ഒരു ലീലയിലൂടെ. ഏതായാലും ഭഗവാന്റെ ആ മധുരയ്ക്കുള്ള പോക്ക്, അതിനൊരു സന്ദർഭം വേണമല്ലോ, അതുണ്ടാവുകയാണ്. കംസൻ്റെ അടുത്ത് വന്ന് നാരദ മഹർഷി കാര്യങ്ങളൊക്കെ വിസ്തരിച്ച് പറഞ്ഞു, അങ്ങയുടെ അന്തകൻ കൃഷ്ണനാണെന്നുള്ള കാര്യം. അതോടുകൂടി അത് അറിയാമെങ്കിലും ഇപ്പം വ്യക്തമായി. ഇനിയിപ്പം കൃഷ്ണനും രാമനെ ഇങ്ങോട്ട് എത്തിക്കുക നല്ലത് എന്നും ആര് പറഞ്ഞു? നാരദർ പറഞ്ഞു. നാരദരുടെ ഉദ്ദേശം ഇനി വേഗം തീർക്കാം കംസൻ്റെ കഥ എന്ന് കരുതിയിട്ടാണ്. ഏതായാലും കംസൻ ആലോചിച്ചു, എങ്ങനെയാണ് ഇപ്പോൾ അവരെ എങ്ങോട്ട് വിളിക്കുക? കൊല്ലേണ്ട കാര്യമുണ്ട്, ഒന്ന് ഇവിടെ വരെ വരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ വരില്ല. അങ്ങനെ വിളിക്കാനും വയ്യ. അപ്പം അതുകൊണ്ട് പേരിനൊരു വില്ല് വെച്ച് പൂജിക്കാം. ഭക്തി, വിശ്വാസം, ശ്രദ്ധ ഉള്ള ആളൊന്നുമല്ല കംസനെങ്കിലും എന്തെങ്കിലും ഒരു പേര് പറയണ്ടേ? അപ്പോഴല്ലേ ആളുകൾ വരുള്ളൂ. ഒരു കാരണം വേണ്ടേ? ഉദ്ദേശം വില്ല് പൂജിക്കലൊന്നുമല്ല. ഉദ്ദേശം വേറെ പലതുമാണ്. എന്നാലും അങ്ങനെ യാഗം എന്നൊക്കെ പറയുമ്പോൾ നമ്മളും സപ്താഹയജ്ഞം എന്നൊക്കെ പറയുമ്പോൾ നമ്മളും വിചാരിക്കും ഭാഗവതാവുന്ന. അവിടെ പോകുമ്പോൾ ചിലപ്പോൾ ഒന്നും ആയിക്കോളുന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവാം. എല്ലാവരും ഇപ്പോൾ ഒരു ലക്ഷ്യത്തിൽ ആവില്ല. ഓരോന്നും സംഘടിപ്പിക്കുക, അങ്ങനെയൊക്കെ വരാം. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ശ്രദ്ധയും താല്പര്യമില്ലാത്തവരും ഇതൊക്കെ നടത്താറുണ്ട്. ഇതേപോലെ യാഗം നടത്തുന്നത് കംസന് താല്പര്യം കൊണ്ടൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം രാമനെയും കൃഷ്ണനെയും ഇല്ലാണ്ടാക്കണം എന്നാണ്. അങ്ങനെ വില്ലൊന്ന് പോളിഷ് ചെയ്ത് വൃത്തിയാക്കി വിളക്കൊക്കെ വെച്ച് മാലയൊക്കെ ചാർത്തിയൊരു വില്ല് 10-32 പേര് വേണം അത് ഉന്തി വണ്ടിയിലാക്കി കൊണ്ടുപോയി വയ്ക്കാൻ. അങ്ങനെ ഒരു വില്ല് പൂജിക്കാം. അതിൻ്റെ യാഗം നടക്കുകയാണ്. അപ്പോൾ എല്ലാവരും വരണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ക്ഷണിക്കാം. കാര്യമായിട്ട് ക്ഷണിക്കേണ്ടത് ആരെയാണ്? അത് ഇടയന്മാരെ ക്ഷണിക്കാം. അതിൽ കച്ചവടം നടക്കുമെന്ന് പറഞ്ഞാൽ അവരെത്തും. വെണ്ണ വിൽക്കാൻ, പാല് വിൽക്കാൻ ഒക്കെയുള്ള സൗകര്യം ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞാൽ അവർ വരാണ്ടിരിക്കില്ല. പിന്നെ രാമൻ ഇവിടുത്തെ ആളാണല്ലോ, വസുദേവരുടെ ഉണ്ണിയല്ലേ. കൃഷ്ണനും അതെ, കംസനെ അറിയില്ല എന്നല്ലേ വെപ്പ്. അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ രാമൻ അങ്ങോട്ട് കൊണ്ടുവരിക. ആ കൂട്ടത്തിൽ രാമൻ്റെ കൂട്ടുകാരൻ കൃഷ്ണനും വന്നോട്ടെ, അവരൊരുമിച്ചല്ലേ എപ്പോഴും, വന്നോട്ടെ എന്നും പറഞ്ഞ് അങ്ങനെ അവരെ എത്തിക്കണം ആദ്യം. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഇവിടെ കൊല്ലാനുള്ള വഴിയുണ്ട്. കുവലയാപീഠം എന്ന ആനയുണ്ട്. ആനയൊന്ന് മതളകി, ഒന്ന് ഇളകി, അങ്ങനെ അവിടെയുള്ള പലരെയും ചവിട്ടി കൊന്നു. കൂട്ടത്തിൽ രാമനും കൃഷ്ണനും പോയി എന്ന് പറഞ്ഞാൽ കേസില്ല. ആനയുടെ പേരിൽ കേസെടുക്കാൻ വയ്യ. അപ്പോൾ അങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ കൊല്ലാനുള്ള വഴികളൊക്കെ ഇവിടെ ഉണ്ട്. ഇനി അതല്ലെങ്കിൽ മുഷ്ടികനും ചാണൂരനുണ്ട്, മത്സരത്തിന് വിളിക്കാം, ഗുസ്തി മത്സരം കേട്ടോ. അതിൽ അറിയാണ്ട് അടിച്ചപ്പോൾ മർമ്മത്ത് കൊണ്ടു കൃഷ്ണൻ്റെ, വേണച്ചിട്ടല്ല, കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ അതിലും എന്തില്ല, മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നൊക്കെ കംസൻ കണക്കാക്കി. ഇങ്ങനെ അവരങ്ങോട്ട് എത്തിക്കണം. അതിനെന്താ വഴി? പലരും അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. പൂതനെ വിട്ടു, ശകടാസുരൻ, തൃണാവർത്തൻ, അഘാസുരൻ, പ്രലംബൻ, ഭഗൻ, ഇവരൊക്കെ എവിടെ? അവരൊക്കെ യമുനാ നദി കടക്കുന്നത് വരെ അങ്ങനെ കാണാം. അത് കഴിഞ്ഞാൽ അവരെ കാണുന്നില്ല. ഇങ്ങോട്ടാരും വന്നിട്ടില്ല. അവിടേക്ക് പോയവരൊക്കെ നേരെ വൈകുണ്ഠത്തിലേക്കാണ് പിന്നെ
പോയത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഭീകരന്മാരെ വിട്ടാൽ കൃഷ്ണനും രാമനും വന്നോളുന്നില്ല. അതുകൊണ്ട് അവിടെത്തി മയം പോലെ സംസാരിച്ച് അവർക്കൊക്കെ ഒരു ഇഷ്ടാവാൻ പാകത്തിന് പെരുമാറുന്ന ഒരാളെ വേണം. അങ്ങനെ ഇപ്പോൾ ആരാ ഉള്ളത് തൻ്റെ കൂട്ടത്തിൽ? അങ്ങനെ ആരുമില്ല. അങ്ങനെയുള്ളവർ കംസൻ്റെ കൂട്ടത്തിൽ നിൽക്കില്ലല്ലോ. കുറച്ചൊരു സമ്പ്രദായം ഉണ്ടെങ്കിൽ കംസൻ്റെ കൂടെ നിൽക്കുമോ? അപ്പോൾ അങ്ങനെ കംസനെ ആലോചിച്ചപ്പോഴാണ് ഉണ്ട് കേട്ടോ, ഒരു ക്രൂരതയില്ലാത്ത ഒരാൾ തൻ്റെ കൂടെ ഉണ്ട്. അയാളുടെ പേരെന്നെ അക്രൂരൻ എന്നാ ക്രൂരഹ, ഒരു ക്രൂരതയില്ലാത്ത ഒരാൾ. പിന്നെ എങ്ങനെ കംസൻ്റെ കൂട്ടത്തിൽ പെട്ടു? എന്തോ പ്രാരബ്ധം എന്ന് കൂട്ടിക്കോളും. അങ്ങനെ ഉണ്ടാവും, ചിലരൊക്കെ അങ്ങനെ ഉണ്ടാവും. നമുക്ക് തോന്നുന്നത് എങ്ങനെ ഇയാൾ ഈ കൂട്ടത്തിൽ പെട്ടു, ഈ തറവാട്ടിൽ എങ്ങനെ ഇയാൾ? എല്ലാവരും ഭീകരന്മാർ, ഇയാൾ മാത്രം സാധു. എങ്ങനെ ചോദിച്ചാൽ തലവര, ഒന്നും ചെയ്യാനില്ല. ഇതുപോലെ ഇദ്ദേഹം ശുദ്ധനാണെങ്കിലും കംസൻ്റെ പാർട്ടിയിലാണ്. ഈശ്വരവിശ്വാസവും ഭക്തിയൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം അത് പുറമേക്ക് അങ്ങനെ പ്രകടിപ്പിക്കാറില്ല. ഏകദേശം നമ്മളൊക്കെ പോലെ തന്നെ അമ്പലത്തിലൊക്കെ വരുമ്പം കുറേയൊക്കെ വാരി തേക്കുന്നേ ഉള്ളൂ. ഇവരൊക്കെ പുറത്തിറങ്ങുമ്പോൾ അങ്ങനെ ഇപ്പോൾ സെറ്റൊന്നും പറ്റില്ല, സാരി വേഷ്ടിമുണ്ട് അതൊക്കെ മാറ്റി കുറേയൊക്കെ മയച്ച് പൊട്ടിക്കണ പൊട്ടും തൊട്ട് പോവുകയുള്ളൂ. കുറിയൊന്നും വയ്യ, അതൊക്കെ മോശമല്ലേ, നമ്മളത് പരിഷ്കാരമില്ലാത്ത ആളാ വിചാരിക്കില്ലേ. ഇതേപോലെ ഇദ്ദേഹം വീട്ടിലിരിക്കുമ്പം നല്ല മുണ്ടൊക്കെ കൊടുത്ത് ഭസ്മക്കുറി, ചന്ദനക്കുറി, സിന്ദൂരം, ചന്ദ്രി കത്തിച്ച് വെച്ചൊക്കെയുമായിട്ട് ഭഗവാനെ പൂജിക്കുകയൊക്കെ ചെയ്യും. ഓഫീസിൽ പോകാറാകുമ്പോൾ ഇൻസൈഡ് ഫുൾ കൈ കുറിയൊക്കെ മയച്ച് പൂവൊക്കെ തട്ടിയിട്ട് നല്ല അസ്സൽ അങ്ങനെ അങ്ങോട്ട് ഓഫീസിൽ പോകും. എന്നാൽ ഉള്ളിലെന്തുണ്ട്? ഉള്ളിൽ അസ്സൽ ഭക്തനാണ്. പക്ഷേ ജീവിക്കണ്ടേ? കംസൻ്റെ കൊട്ടാരത്തിൽ ജീവിക്കണമെങ്കിൽ എന്ത് വേണം? ചില നാട്ടിൽ ജീവിക്കണമെങ്കിൽ അതായേ പറ്റൂ. അങ്ങനെ അതായിട്ട് നിൽക്കുകയാണ്. അതാണ് അക്രൂരൻ്റെ അവസ്ഥ. ഭഗവാന്റെ ചെറിയച്ഛനാണ്, വിഷ്ണു ഭഗവാനാണ് കൃഷ്ണനായിട്ട് അവതരിച്ചതെന്ന് അറിയുന്ന കുറച്ച് പേരിലെ ഒരാളാണ് ആര്? ഈ അക്രൂരൻ. കാണാനായിട്ട് പുറപ്പെട്ടു പോയിരുന്നു ഉണ്ടായ സമയത്ത് തന്നെ ഭഗവാനെ, പക്ഷേ പറ്റിയില്ല. അപ്പോഴേക്കും വസുദേവർ കൊണ്ടുപോയി. എന്നും അദ്ദേഹം പ്രാർത്ഥിക്കും, എന്നാൽ അപ്പോൾ തരാവ് പ്രായം അണിച്ചാൽ കൂടിക്കൂടി വരികയാണ്, പലതരത്തിലുള്ള രോഗങ്ങളും ഉണ്ട്. ഇനിയിപ്പോൾ ഭഗവാനെ കാണാൻ തരാവില്ലേ? അധികം ദൂരത്തൊന്നുമല്ല, ഇവിടെ അടുത്ത് ഭഗവാനുണ്ട്. പക്ഷേ ഈ ദുഷ്ടം സമ്മതിക്കണ്ടേ? അങ്ങോട്ട് പോകാൻ പോയാൽ പിന്നെ ജോലിയില്ല, അങ്ങനെ പറ്റും, ജീവിക്കും വേണ്ടേ? അപ്പോൾ എന്ത് ചെയ്യും? ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം എന്നും ഭഗവാനോട് പ്രാർത്ഥിക്കും, എന്നാണ് ഇപ്പോൾ അങ്ങയെ കാണാൻ തരാവുക. ഒരിക്കലും അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ വന്ന് പറഞ്ഞു, അങ്ങയെ കംസനെ വിളിക്കുന്നുണ്ട്. അദ്ദേഹം വേഗം തന്നെ ആ ചന്ദ്രയൊക്കെ കുത്തിക്കെടുത്തി, വിളക്കൊക്കെ കെടുത്തി, പൂജാമുറയൊക്കെ അടച്ചു വെച്ച് അദ്ദേഹം ഓടുകയാണ്. ദുഷ്ടൻ എന്തിനാണ് വിളിക്കണതാവോ എന്ന് വിചാരിച്ച് കുറേയൊക്കെ മയച്ച് അദ്ദേഹം ഓടുന്നു. അവിടെ എത്തിയപ്പോൾ കംസൻ പറഞ്ഞു, അതെ അങ്ങയെ വിളിച്ചത് എന്താ ചോദിച്ചാൽ ഒന്ന് അങ്ങ് വൃന്ദാവനം വരെ പോകണം. അതിന് അത്ഭുതമായി. ഇത്ര പെട്ടെന്ന് ഭഗവാൻ വിളി കേൾക്കുമെന്ന് വിചാരിച്ചില്ല. കംസൻ തന്നെയല്ലേ പറയണത്, ഇനി വൃന്ദാവനം തന്നെയല്ലേ പറഞ്ഞത്, എന്താ മനസ്സിലാവണില്ല. വൃന്ദാവനം വരെ പോകണം. അക്രൂർ ചോദിച്ചു, എന്താ ഇപ്പം അങ്ങയുടെ ഉദ്ദേശം? ഉദ്ദേശം എന്താ വെച്ചാൽ വില്ല് വെച്ചൊരു യാഗം നടത്തുന്നുണ്ട്. സദ്ബുദ്ധി വന്നല്ലോ ആർക്ക്? അതൊന്നുമല്ല, അത് പേരിന് വെറുതെ. കാരണം ഇപ്പം അതിനാ ഡിമാൻഡ്. ആളുകളൊക്കെ കൂടണം വെച്ചാൽ വാചാതി ഓരോ കാര്യമാണ് വേണ്ടത്. എന്നാൽ പിന്നെ അതിൽ നമുക്ക് നോക്കാം, അതാണ് ഉദ്ദേശം. അപ്പോൾ വില്ല് വെച്ചൊരു യാഗം നടത്തുന്നിട്ട് ആ പേരും പറഞ്ഞ് രാമനെയും കൃഷ്ണനെയും വിളിക്കാൻ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവരെ കൊല്ലലാണ് ഉദ്ദേശം. ഇത് ഞാൻ അങ്ങയോട് പറഞ്ഞേ ഉള്ളൂ, അങ്ങ് ഇത് പറയണ്ട. അങ്ങ് പറയേണ്ടത് വില്ല് വെച്ച യാഗം അവിടെ നടക്കുന്നുണ്ട്, കംസരാജാവ് ക്ഷണിച്ചതാണ്, നിങ്ങളൊക്കെ വരിക, അവിടെ പാലും വെണ്ണയും തൈരൊക്കെ വിൽക്കാനുള്ള സൗകര്യം ഒരുക്കും, പലതരത്തിലുള്ള കളികളുണ്ട്, അതൊക്കെ കാണാൻ ഒക്കെ നേരത്തെ എന്ത് ചെയ്യാം, കുട്ടികൾക്ക് അവിടേക്ക് വരാം. രാമനെയും കൃഷ്ണനെയും കൊണ്ടുവരാൻ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ തന്നെ കൊണ്ടുപോവാണ്, രാജാവിൻ്റെ കൽപ്പനയാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷമാവും, കുട്ടികൾ ഇങ്ങോട്ട് വരും ചെയ്യും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ചാവില്ലേ? തൻ്റെ അഭിപ്രായം എന്താ? അക്രൂർ പറഞ്ഞു, സംശയമൊന്നുമില്ല, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ചാവും, അങ്ങ് ചാവും. എന്തായാലും അങ്ങനെ അദ്ദേഹം പറയുകയും ചെയ്തു. അക്രൂർ പുറപ്പെട്ട് പോവുകയാണ്. അന്ന് രാത്രി അക്രൂർക്ക് ഉറങ്ങാൻ പറ്റിയില്ല. എന്താ കാരണം വെച്ചാൽ നാളെ ഭഗവാനെ കാണാൻ പോവില്ലേ എന്നുള്ള വിചാരം. അക്രൂരോപിച്ച താം രാത്രിം മധുപുര്യാം മഹാമതി ഉഷിത്വാരഥമാസ്ഥായ പ്രേയൗ നന്ദഗോകുലം. അക്രൂരോപി ച താം രാത്രിം, ആ രാത്രി ഭാഗവത്തിൽ എടുത്തു പറയണം. ഉറങ്ങാൻ സാധിക്കണില്ല, നാളെ ഭഗവാനെ കാണാൻ പോവല്ലേ, നാളെ ഞാൻ ഭഗവാനെ കാണുമല്ലോ. അല്ല ഇനിയിപ്പോൾ എന്തെങ്കിലും മുടക്കം വന്ന് കാണാൻ പറ്റാതെ പോവോ? എന്താ കാരണം? അല്ല അത്രയ്ക്കൊന്നും പുണ്യം എനിക്കില്ല, എന്നാൽ കാണാനുള്ള അവസരം ഇതാ എങ്ങനെ തോന്നുന്നു, നടക്കുമില്ലേ? നടന്നാൽ തന്നെ നടന്നു പറയാൻ പറ്റുള്ളൂ. സത്സംഗമൊക്കെ നടന്നാൽ തന്നെ നടന്നു പറയാൻ പറ്റുള്ളൂ. ഭഗവാനെയൊക്കെ കാണാൻ സാധിക്കുക പറഞ്ഞാൽ സാധിച്ചു കഴിഞ്ഞ ശേഷമേ പറയാൻ പറ്റുള്ളൂ. കാരണം അതിന് തൊട്ട് മുമ്പ് വരെ അതൊക്കെ ഇല്ലാണ്ടാവാനുള്ള സാധ്യത അവിടെ ഉണ്ട്. കിം മയാചരിതം ഭദ്രം കിം തപ്തം പരമം തപഃ. അതിന് മാത്രമൊക്കെ പുണ്യം ഞാൻ ചെയ്തിട്ടുണ്ടോ? അത്രയൊക്കെ തപസ് ഞാൻ ചെയ്തിട്ടുണ്ടോ? അത്രയ്ക്ക് നാമം ഞാൻ ജപിച്ചിട്ടുണ്ടോ? അത്രയൊക്കെ സൽക്കർമ്മങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അദ്ദേഹം അങ്ങ് ചിന്തിക്കുന്നു. അങ്ങനെ ഭഗവാനെ കാണാനായിട്ട് അദ്ദേഹം തേരിൽ പുറപ്പെടുന്നു. വളരെ നേരത്തെ തന്നെ പുറപ്പെട്ടു. ഭഗവാനെ കാണാനുള്ള തിടുക്കം കൊണ്ട്. ഭഗവാനെ കാണാൻ എങ്ങനെയിരിക്കും? ഇനി ഞാൻ ഭഗവാനെ കണ്ടാലും ഭഗവാൻ എന്നെ മനസ്സിലാവുമോ?
ഞാൻ ഭക്തനാന്നുള്ള കാര്യം ഭഗവാൻ അറിയാതെ പോവുമോ? കാരണം ഇവിടുന്ന് പോയവരൊക്കെ ഭഗവാൻ അടിച്ചു കൊല്ലുകയുണ്ടായത്. ഇനി എന്നെ കണ്ടാൽ കംസം പറഞ്ഞയച്ച് വരികയെന്ന് പറയേണ്ട താമസം. ആ ഗണത്തിലല്ലേ പെടുത്തുക. പൂതനയുടെയും ശകടാസുരൻ്റെ ഒക്കെ ആ ഒരു മട്ടാണോ വിചാരിക്കുമോ? ഉടനെ മറുപടി ഇല്ല, ഉള്ളിൽ തന്നെ പറയാണ്. ശരിക്കും പറഞ്ഞാൽ ഭഗവാന്റെ സങ്കല്പം കൊണ്ടല്ലേ താനിപ്പോൾ അങ്ങോട്ട് പുറപ്പെടുന്നത്. ഇവിടെ വേറെ എത്ര പേരുണ്ട്, അവരോടൊന്നും പറയാതെ ഈ കംസൻ എന്നോട് തന്നെ പറയാൻ എന്താ കാരണം? അത് ഭഗവാൻ പറയിപ്പിച്ചതാ. എന്നെ കാണണമെന്നൊരാഗ്രഹം ഭഗവാന് തോന്നിയിട്ടുണ്ടാവും. അതല്ലെങ്കിൽ ഇങ്ങനെ എനിക്ക് ഈ അവസരം ഉണ്ടാവില്ലല്ലോ. ഞാൻ ഭഗവാന്റെ ബന്ധുവാണ്, സുഹൃത്തമം, ഞാൻ ഭഗവാന്റെ സുഹൃത്താണ്. ജ്ഞാതിം, ചെറിയച്ഛനാണ്, ബന്ധു ആണ്. അനന്യദൈവതം, ഞാൻ ഭഗവാനല്ലാണ്ട് വേറെ ഒരാളെയും ആരാധിക്കാറില്ല എന്ന് പറഞ്ഞാൽ എല്ലാം വിട്ട് ഭഗവാനെ ആശ്രയിച്ചവനാണ് ഞാൻ. അങ്ങനെയുള്ള എന്നെ ഭഗവാൻ കാണാതെ പോവില്ല, എന്നെ സ്വീകരിക്കാണ്ടിരിക്കില്ല. അദ്ദേഹം ചിന്തിച്ച് എവിടെ എത്തി? ആ വൃന്ദാവനത്തിൽ എത്തി. ആ വൃന്ദാവന ഭൂമി കണ്ടപ്പോൾ തന്നെ രോമാഞ്ചം. എങ്ങനെയാപ്പോൾ ഈ വൃന്ദാവന ഭൂമിയിൽ താൻ ചവിട്ടുക? തൻ്റെ ഈ മോശം കാലുകൊണ്ട് വൃന്ദാവനത്തിൽ താൻ കാല് വയ്ക്കുക എന്ന് പറഞ്ഞാൽ ശരിയാണോ? ഭഗവാന്റെ പാദസ്പർശമേറ്റ മണ്ണല്ലേ? ഇദ്ദേഹം തല വെച്ച് അങ്ങോട്ട് ഇറങ്ങി, തല കുത്തി ഇറങ്ങുകയാണ്. ആ മണൽ തൊട്ടപ്പോൾ അദ്ദേഹത്തിനുണ്ടായ അനുഭൂതി, അദ്ദേഹം ആ മണൽ വാരി തൻ്റെ ശിരസിലിടുന്നു. അദ്ദേഹത്തിന് ആകെ പുളകം കൊള്ളുന്നു, കിടന്നു ഉരുളുന്നു. ഇതൊക്കെ കണ്ട് കുതിര ഇങ്ങനെ നോക്കുകയാണ്. ഞാനാണോ കുതിര, ഇയാളാണോ കുതിര? അദ്ദേഹത്തിന് മതിയാവുന്നില്ല. അങ്ങനെ അദ്ദേഹം അത് ആസ്വദിക്കുന്നു. ദൂരത്തായിട്ട് കൃഷ്ണനെയും രാമനെയും കണ്ടു. അവർ അമ്മ പശുവിനെ കറക്കുന്നു, കയ്യിൽ കിണ്ടിയായിട്ട് കാത്തു നിൽക്കുകയാണ്. നീലാംബരനും പീതാംബരനും. കൃഷ്ണൻ പീതാംബരൻ, ഏട്ടൻ നീലാംബരൻ. രണ്ടുപേരും നോക്കി നിൽക്കുന്ന സമയത്താണ് ഒരു 5-5:15 വൈകുന്നേരത്തെ മേക്കഴുകൽ കഴിഞ്ഞ്. അധികം അലങ്കാരമൊന്നുമില്ല, പിന്നെ ഒരു വള, ഒരു മാല, അത്രയൊക്കെ. ഇനി അധികം ആൾക്കാർ കാണാൻ വരണമെന്നില്ലല്ലോ എന്ന് കരുതി അങ്ങനെ കുറഞ്ഞ മേക്കപ്പ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതാ അക്രൂരർ വരുന്നത്. ഭഗവാൻ കണ്ടതും കയ്യിലുള്ള പാത്രമൊക്കെ വലിച്ചെറിഞ്ഞ് ചെറിയച്ഛാ എന്ന് വിളിച്ച് ഓടി വരികയാണ്. ആ വിളി കേട്ടപ്പോൾ തന്നെ അത്ഭുതമായി അക്രൂരർക്ക്. കാരണം പരബ്രഹ്മത്തിന് അച്ഛനും അമ്മയൊന്നുമില്ല, എല്ലാവരുടെ അച്ഛനും അമ്മയാണ് ആര്? ഭഗവാൻ. ആ ഭഗവാൻ തന്നെ ചെറിയച്ഛാന്ന് വിളിക്കുന്നില്ലേ? അത് കണ്ട അത്ഭുതം. ഇതുവരെയും കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ എല്ലാം അറിയുന്ന ആളല്ലേ. കൂട്ടിക്കൊണ്ടുപോയി അച്ഛനെ വിളിച്ചു. അച്ഛൻ ആരാ വന്നത് നോക്കൂ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അവിടുന്ന് നന്ദഗോപർ ഇറങ്ങി വരുന്നു. കംസം പറഞ്ഞയച്ചു വരില്ലേ, ഗംഭീരമായിട്ടുള്ള വരവേൽപ്പ്. അവിടെ വെച്ച് ഏകാന്തത്തിൽ ഭഗവാന്റെ അടുത്ത് വന്ന അക്രൂരൊരു കാര്യം പറഞ്ഞു. ഞാൻ വന്നതിൻ്റെ ഉദ്ദേശം എന്താ ചോദിച്ചാൽ, എന്നോട് കംസൻ പറയരുതെന്നാണ് പറഞ്ഞത്, പക്ഷെ എനിക്കിത് പറയാണ്ടിരിക്കാൻ പറ്റുമോ? ശുദ്ധന്മാരോട് എന്ത് പറയരുതെന്ന് പറഞ്ഞു, അത് ആദ്യം പറയും. ഒന്നും പറയണ്ടാച്ചാൽ മതിയായിരുന്നു, ഈ കാര്യം കംസൻ പറയണ്ടാച്ചാൽ മതി. വലിയ വെച്ച യാഗമാണ്, കുട്ടികളെ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. അദ്ദേഹം പറഞ്ഞു, അവിടെ വലിയ വെച്ച യാഗമൊന്നുമല്ല, അതൊക്കെ പേരിന് നടത്തുക, ഉദ്ദേശം നിങ്ങളെ കൊല്ലുക എന്നുള്ളതാണ്. സൗകര്യം ഉണ്ടെങ്കിൽ പുറപ്പെട്ടാൽ മതി എന്നാണ് അവിടുന്ന് പറയുന്നത്. ഇത് കേട്ട കൃഷ്ണൻ പറഞ്ഞു, ഇനി ഇത് പറയണ്ട. ഇനി ഇത് പറഞ്ഞാൽ അച്ഛനോടും അമ്മയോടും പറഞ്ഞാൽ അവർ വിടില്ല. ഗോപികമാരിത് അറിഞ്ഞാൽ സംശയമൊന്നുമില്ല, പിന്നെ വൃന്ദാവനം വിട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് പറയേണ്ട കാര്യം എന്താണോ രാജാവ് പറഞ്ഞത് അത് തന്നെ പറഞ്ഞാൽ മതി. അത് കേട്ട് അന്ന് രാത്രി ഭഗവാൻ ആ അക്രൂരരുടെ കൂടെ കിടന്നുറങ്ങുകയാണ്. ഇന്ന് അച്ഛാ ഞാൻ ചെറിയച്ഛൻ്റെ ഒപ്പം കിടക്കുക എന്നും പറഞ്ഞ് അവിടെ അക്രൂരരുടെ കൂടെ. കാരണം അക്രൂരത് പറയുമെന്നുള്ള പേടി ആർക്ക്? ഇപ്പോൾ എന്തെങ്കിലും 2 വർത്തമാനം നന്ദഗോപർ പറഞ്ഞാൽ സത്യം അദ്ദേഹം പറഞ്ഞു പോവും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ അന്ന് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റു. കാര്യങ്ങളൊക്കെ നന്ദഗോപരോട് സംസാരിച്ചു. അദ്ദേഹത്തിനും ഉത്സാഹമായി. തൻ്റെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു, നല്ലൊരു കോളൊത്തു വന്നിട്ടുണ്ട്, സംഭാരങ്ങളൊക്കെ എടുത്തു വെച്ചോളൂ. അവരൊക്കെ ഉത്സാഹിച്ചു. ഭഗവാൻ രാമനും കൃഷ്ണനും പുറപ്പെട്ടു. രോഹിണിയും പോകുന്നുണ്ട്. കാരണം രോഹിണി രോഹിണി അവിടെ നിൽക്കേണ്ടതല്ലേ. അതുകൊണ്ട് രോഹിണി പുറപ്പെടുന്നു. തേരിൽ കയറിയിരിക്കുന്നു രാമനും കൃഷ്ണനും. അപ്പോഴേക്കും ഈ വാർത്ത ഗോപികമാരറിഞ്ഞു. പിന്നെ പറയണ്ടല്ലോ. അഹോ വിധാതഃ തവ നക്വചിദ്ദയാ, അല്ലയോ ബ്രഹ്മാവേ, അങ്ങേക്ക് എന്താ കണ്ണിൽ ചോരല്ലേ? ഞങ്ങൾ ഈ ഭഗവാനായിട്ടൊന്ന് ചേർന്ന് വന്നപ്പോഴേക്കും അങ്ങേക്ക് സഹിക്കുന്നില്ലല്ലേ കുശുമ്പ്? ഈ ഭഗവാനെ ഞങ്ങളിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകണോ? ഇത് ശരിയായില്ല, ഇങ്ങനെ ചെയ്യാൻ അങ്ങ് പാടില്ല. അപ്പോൾ ഒരാൾ പറഞ്ഞു, ബ്രഹ്മാവൊന്നുമല്ല, പിന്നെയോ അക്രൂരന. രാത്രിക്ക് രാത്രി വന്നിട്ട് കൃഷ്ണൻ്റെ മനസ്സ് മാറ്റി കൊണ്ടുപോവുകയാണ്. ഒരു ഗോപി പറഞ്ഞു, പേരെന്താ പറഞ്ഞത്? അക്രൂരൻ. എനിക്ക് അതാണ് കേൾക്കാൻ വയ്യാത്തത്. ചെയ്യണതൊക്കെ ക്രൂരത. അയാളുടെ പേര് അക്രൂരൻ. ഒന്നെങ്കിൽ ഒരക്ഷരം കുറയ്ക്കണം, അതല്ലെങ്കിൽ ഒരക്ഷരം കൂട്ടണം. ഒന്നെങ്കിൽ ആ വേണ്ട, ക്രൂരെന്ന് മതി. അതല്ലെങ്കിൽ ആൻറ്റിയും ക്രൂരിൻ്റെ ഇടയ്ക്ക് ഒരു തീ വെച്ചോളൂ, അതിക്രൂരൻ. ക്രൂരസ്ത്വം അക്രൂരസമാഖ്യയാസ്മനഃ ചക്ഷുർഹി ദത്തം ഹരസേബദാജ്ഞവത്. അങ്ങനെ അവരുടെ സങ്കടം നിവാരയാമഹ. അതല്ലെങ്കിൽ നമുക്ക് ആ കൃഷ്ണനെ പിടിച്ചങ്ങോട്ട് വെച്ചാലോ? അവർ ഗോപി പറഞ്ഞു, ഇതാണോ സ്നേഹം? നമ്മളൊരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അയാളെ ഇഷ്ടം നടക്കട്ടെ എന്ന് വിചാരിക്കലാണ് യഥാർത്ഥ സ്നേഹം. അതല്ലാണ്ട് അയാളെങ്ങനെ ബുദ്ധിമുട്ടിക്കുക? ഇഷ്ടമാണ് എന്ന് കരുതിയിട്ട് അങ്ങ് ചായ കുടിച്ചാൽ മതി. അയാൾക്ക് കാപ്പിയോ ഇഷ്ടം.
എനിക്കിഷ്ടമാണ് അങ്ങ് ചായ അത് പറ്റുമോ? അയാൾക്ക് കാപ്പി ഇഷ്ടം വെച്ചാൽ ആ കാപ്പി കൊടുക്കുക. അതാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ. അതല്ലാതെ നമ്മളെ ഇഷ്ടം അടിച്ചേൽപ്പിച്ചിട്ട് എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞാൽ, ഇന്നിപ്പോൾ അങ്ങനെയാണ്. ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് നിനക്ക് ആരുണ്ടാവും ഞാൻ പോയാൽ, അതുകൊണ്ട് ആദ്യം അതിനെ കൊല്ല. ഇഷ്ടം കൊണ്ടേ എന്താ ചെയ്യുക? അതൊന്നും ഇഷ്ടമല്ല. അതിനൊക്കെ വേറെയാണ് പേര്. അതൊന്നും ഇഷ്ടമൊന്നുമല്ല. ചില അമ്മമാരൊക്കെ ആത്മഹത്യ ചെയ്യുമ്പോൾ കുട്ടികളെയും കൂടി കൊല്ലണില്ലേ? എന്താ ആവശ്യം? ഭഗവാനില്ലേ വിചാരിച്ചാൽ പോരെ. ഞാനില്ലെങ്കിൽ അവരില്ല, അവരില്ലെങ്കിൽ ഞാനില്ല, അങ്ങനെയൊന്നുമല്ല. ആരും ഇവിടെ ആരും ഇല്ലെങ്കിലും ഭഗവാൻ ഉണ്ടെങ്കിൽ സുഖമായിട്ട് കഴിയും. അരക്ഷിതം തിഷ്ഠതി ദൈവരക്ഷിതം. ആരും നോക്കാനില്ലെങ്കിലും ഭഗവാൻ നോക്കണം തീരുമാനിച്ചാൽ അവർ രക്ഷപ്പെടും. ഇനി 10-12 ഡോക്ടർമാർ ചുറ്റും, വലിയ ഗെയിമായിട്ടുള്ള ഹോസ്പിറ്റൽ, അവിടെ ഇരുന്നിട്ടും കാര്യമില്ല. ബന്ധുക്കളൊക്കെ സ്വന്തക്കാരാണ്. ഒരാൾ അപ്പോളോയിൽ, ഒരാൾ ബേബിയിൽ, 3-4 മക്കൾ, എന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഒരു സൂചന ഉണ്ടാവില്ല, പോവും. അതുകൊണ്ട് അതൊന്നല്ല കഥ. ഏതായാലും ഭഗവാനെ തടഞ്ഞാലോ വേണ്ട. നമ്മൾ ഭഗവാനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, കൃഷ്ണൻ ഇഷ്ടം മധുരയ്ക്ക് പോകലാണെങ്കിൽ അത് നടക്കട്ടെ. അപ്പം ഭഗവാനെ വിട്ടിരിക്കുമ്പോൾ നിനക്ക് സങ്കടമില്ലേ? സങ്കടമുണ്ട്. അപ്പം എന്താ ചെയ്യുക? അപ്പം കരയുക, അല്ലാണ്ട് എന്താ ചെയ്യുക? അവരങ്ങനെ ഓടിച്ചെന്നു ഭഗവാനോട് ടാറ്റ പറയാൻ. ഭഗവാൻ അവരോട് യാത്ര പറഞ്ഞമല്ലേ. ആ തേരങ്ങോട്ട് പുറപ്പെട്ടതും അവർക്ക് പിന്നെ അഭിനയിക്കാൻ പറ്റിയില്ല പരീക്ഷത്തെ. അവർ ലജ്ജ വിട്ടുറക്കെ കരഞ്ഞു. അവരുടെ ആ പുഞ്ചിരി കരച്ചിലായിട്ട് മാറി. വിസൃജ്യ ലജ്ജാം രുടുതുസ്മ സുസ്വരം ഗോവിന്ദ ദാമോദര മാധവ ഇതി. ഗോവിന്ദ, കുറച്ച് മുമ്പ് നിന്നെ ഞങ്ങൾ അഭിഷേകം ചെയ്തില്ലേ ഇവിടെ? ഗോവിന്ദാഭിഷേകം. ഇന്ദ്രൻ ഈ ഗോകുലത്തിൻ്റെ രാജാവാക്കിയിട്ടും ഒരു ഉത്തരവാദിത്തമില്ലാണ്ട് ഈ രാജ്യം വിട്ട് നീ പോവുകയാണോ? ഗോവിന്ദ. ദാമോദര, നിൻ്റെ അമ്മയ്ക്ക് പണ്ടേ സംശയം തോന്നിയിട്ടുണ്ട് നീ ഇവിടം വിട്ട് പോകുമെന്ന്. അതാണ് അമ്മ അന്ന് കെട്ടിടാൻ നോക്കിയത്. ഒരെൻ്റെ മോള് കെട്ടിട്ടു. അങ്ങനെ കെട്ടിക്കൊണ്ട് ഇട്ടാൽ മതിയത്. നന്ദഗോപുരം വന്ന് അഴിച്ചതാണ് ഇപ്പം പ്രശ്നമായത്. അതുകൊണ്ടല്ലേ നീ ഇപ്പം പോണത്. ദാമോദര മാധവേതി എന്ന് പറഞ്ഞവർ കരയുന്നു. ഭഗവാൻ പോയി. കുറച്ച് നേരം അവർ നോക്കി നിന്നു. തേരിൻ്റെ കൊടി ഇങ്ങനെ കണ്ടു. പിന്നെ തേര് പോയ വഴിക്ക് കുറച്ച് പൊടി കണ്ടു. അതവരങ്ങനെ നോക്കി നിന്നു. അത് കഴിഞ്ഞ് അവർ അവരുടെ വീട്ടിലേക്ക് തന്നെ പോയി. താ നിരാശ നിവവൃതുഹു ഗോവിന്ദ വിനിവർത്തനെ. അവർ തിരിച്ച് വീട്ടിലേക്ക് പോയി. അവരവരുടെ കർമ്മങ്ങളൊന്നും ചെയ്യാണ്ടിരുന്നില്ല. അതാണ് അവരുടെ യോഗ്യത. ഒരു വീട്ടിലേക്ക് പോയി ഭഗവാൻ ഭഗവാൻ എന്ന് പറഞ്ഞാൽ അവിടുന്ന് കരഞ്ഞിരിക്കുകയല്ല. കരയിലൊക്കെ കൂട്ടത്തിലുണ്ടെങ്കിലും കൂട്ടത്തിൽ എന്ത് ചെയ്യേണ്ട പണിയൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഒഴിവാക്കണില്ല എന്നർത്ഥം. ആ ജോലികളൊക്കെ ചെയ്യുമ്പോഴും അവരുടെ മനസ്സിലെന്താണ്? അവർ മനസ്സിൽ ഭഗവാനാണ്. ഇതാണ് കർമ്മയോഗം. കർമ്മം ഒഴിവാക്കണില്ല. ഇപ്പം നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ ഒക്കെ പ്രതീക്ഷിച്ചും കൊണ്ടാണ്. എന്ത് പ്രതീക്ഷിച്ചിട്ട്? ഫലം പ്രതീക്ഷിച്ചും കൊണ്ട്. ഇത് നന്നാവണം, ഒരാളിങ്ങനെ പ്രശംസിക്കണം. ഒരാൾ പ്രശംസിച്ചില്ലെങ്കിൽ അടുത്ത് പോയിട്ട് എന്താ അഭിപ്രായം പറയും. അയാളൊന്നും മിണ്ടാണ്ടിരിക്കുകയാണ്. നല്ലോണം പറയാണ്ട് അയാൾക്ക് മിണ്ടാണ്ടിരിക്കുക. അത് ചോദിച്ചു വാങ്ങും. ഭഗവാൻ എന്തെങ്കിലും പ്രശംസിക്കണമെന്ന് വിചാരിക്കണമില്ല. നമുക്ക് ഭഗവാന്റെ ഗുഡ് ബുക്കിൽ പേര് വരണമെന്നില്ല. നമുക്ക് നാട്ടുകാരെ ബുക്കിൽ പേര് വന്നാൽ മതി. അതല്ല, അതാണ് ബുദ്ധിമുട്ട്. അതാണ് കർമ്മം. ഇത് കർമ്മയോഗം. കർമ്മയോഗം എന്ന് പറഞ്ഞാൽ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, ഭഗവാൻ സന്തോഷിക്കുക. സ്വനുഷ്ഠിതസ്യ ധർമ്മസ്യ സംസിദ്ധിർഹരിതോഷണം. ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, താൻ ചെയ്യുന്ന ഈ കർമ്മം കൊണ്ട് ആര് സന്തോഷിക്കട്ടെ? ഭഗവാൻ സന്തോഷിക്കട്ടെ. ഈ പ്രഭാഷണം കേട്ടിട്ട് ആര് സന്തോഷിക്കട്ടെ? നിങ്ങൾ സന്തോഷിച്ചാലും ഇല്ലെങ്കിലും ഭഗവാൻ, അതാ വേണ്ടത്, അതാ മുഖ്യം, അതാണ് പ്രധാനം. ഒരു ചായ ഉണ്ടാക്കുമ്പം അത് ഭർത്താവിന് കൊടുക്കുമ്പം ഭർത്താവ് അത് കുടിച്ചിട്ട് സന്തോഷിച്ചാലും ഇല്ലെങ്കിലും ഭഗവാൻ സന്തോഷിക്കട്ടെ. ഇതാണ് കർമ്മയോഗം. അവർ ഭക്ഷണം കഴിക്കാണ്ടിരുന്നില്ല, അവരവരുടെ കർമ്മങ്ങൾ ചെയ്യാണ്ടിരുന്നില്ല. അതൊക്കെ അവരാർക്ക് വേണ്ടി ചെയ്തു. ഇതുവരെയും അവരവർക്ക് വേണ്ടിയാണെങ്കിൽ ഇപ്പം ഭഗവാന് വേണ്ടിയാണ്. ഗോപികമാരോട് ചോദിച്ചു നോക്കി, എന്തിനാ ഭക്ഷണം കഴിക്കണം? അവർ പറയും ഭഗവാന് വേണ്ടി. എന്താണ്? എന്തിനാ ഇഡ്ഡലി കഴിക്കണത്? നമ്മളെന്താ പറയുക? മുമ്പെന്നറിയാൻ? അതല്ല, അവർ പറയാം ഭഗവാന് വേണ്ടി. ഇന്നലെ എത്ര ഇഡ്ഡലി കഴിച്ചു അത്ര ഇഡ്ഡലി തന്നെ അവർ ഇപ്പോഴും കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഭഗവാൻ വിട്ടു നിൽക്കുമ്പോഴും വിഷമല്ലേ? വിഷമുണ്ട്. എന്നിട്ടെന്താ കഴിക്കണത്? വിഷമമുണ്ടെങ്കിൽ കഴിക്കാൻ പറ്റും. അവർ പറയാം ഭഗവാൻ തിരിച്ചു വന്നാൽ ചോദിക്കും, രാധയെ നീയാകം മെലിഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞ് കൃഷ്ണൻ വിഷമിക്കാൻ പാടില്ല. കൃഷ്ണന് വേണ്ടി കഴിക്കുക, കൃഷ്ണന് വേണ്ടി ഉറങ്ങുക, കൃഷ്ണന് വേണ്ടി. അതാണ് കർമ്മയോഗം. ഭഗവാന് വേണ്ടി ആക്കുക. ഇപ്പം നമ്മൾ ചെയ്യുന്നത് ആർക്കോ വേണ്ടി. അത് ഭഗവാന് വേണ്ടിയായാൽ അത് കർമ്മയോഗമായി. ഒരേ കർമ്മമൊന്നും മാറ്റാൻ നിൽക്കണ്ട. ഇതൊന്നും ഇപ്പോൾ അവർക്ക് നിശ്ചയം ഉണ്ടാവില്ല. അവരോട് ചോദിച്ചു നോക്കൂ, കർമ്മയോഗം ഗീത പഠിച്ചില്ലേ ചോദിച്ചാൽ അവർ പറയും എന്ത് ഗീത? അവർക്കതൊന്നും അറിയില്ല. പക്ഷെ അവർ ചെയ്യണതൊക്കെ എന്താ? അതിൽ ഭഗവാൻ പറഞ്ഞ വിഷയം തന്നെയാണ് അവർ അനുഷ്ഠിക്കുന്നത്. അങ്ങനെ ആക്കിയിട്ടുണ്ട് ആര്? ഭഗവാൻ. അവരാദ്യമൊക്കെ ഭഗവാനെ അത്ര കേമായിട്ടൊന്നല്ല കണ്ടത്. ജാരബുദ്ധ്യാഭി സംഗത. പരീക്ഷത്തിന് ചോദിക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ട് കാര്യമില്ല.
അവരാദ്യം സാധാരണ ഒരു മനുഷ്യനായിട്ട് കണ്ടെങ്കിലും ഭഗവാനോടുള്ള അവരുടെ ആ കാമത്തെ ഭഗവാൻ എന്ത് ചെയ്തു, അതങ്ങോട്ട് പവിത്രമാക്കി കൊടുത്തു, അത് ഭക്തിയാക്കി മാറ്റി. ഗോപ്യ കാമാത് ഭയാത് കംസഹ. കംസൻ ആദ്യം ഭയമായിരുന്നു, പക്ഷെ ഭഗവാൻ എന്ത് ചെയ്തു, ആ ഭയത്തെ അങ്ങോട്ട് ഭക്തി ആക്കി മാറ്റി. എങ്ങനെയാണ് മുക്തി കൊടുക്കണത്? ഭഗവാനോട് വെച്ചാൽ ഏത് വികാരമാണെങ്കിലും ദോഷമല്ല, വേറെ ആരോട് വെച്ചാൽ അതൊക്കെ ദോഷമായിട്ട് മാറും. ആരോട് ദേഷ്യപ്പെട്ടാൽ അത് പ്രശ്നമായിട്ട് മാറും. ഭഗവാനാണെങ്കിലോ ദേഷ്യപ്പെടാം, ചീത്ത പറഞ്ഞോളും, ഒരു കുഴപ്പമില്ല. ഗാന്ധാരി പണ്ട് പറഞ്ഞു, നശിച്ചു പോട്ടെ കൃഷ്ണനോട്. കൃഷ്ണൻ പുഞ്ചിരിച്ചു. ഇത് ചോദിക്കുക, അമ്മയ്ക്ക് അമ്മയുടെ ഉണ്ണിയോട് ഇങ്ങനെ പറയാൻ വയ്യല്ലോ. എന്ത്, ഒന്ന് ചീത്ത പറയാനോ അടിക്കാൻ പോലും ആരോട് പറ്റില്ല, ദുര്യോധനോട് പറയാൻ പറ്റില്ല. പക്ഷെ കൃഷ്ണനെ തല്ലാം, ചീത്ത പറയാം, കെട്ടിപ്പിടിക്കാം. അടുത്ത് വന്ന് ഭഗവാൻ കെട്ടിപ്പിടിച്ചു. സാരില്ല അമ്മേ, പോട്ടെ, എനിക്കറിയാം അമ്മ പെട്ടെന്നുള്ള ആ ഒരു ഇതിൽ അങ്ങോട്ട് പറഞ്ഞതാണ്, എനിക്കറിയാം, ഒരു കുഴപ്പമില്ല. പിന്നെ നശിച്ചു പോട്ടെ എന്നുള്ളത് ഞാൻ ആദ്യം കണക്കാക്കിയതാണ്. അതുകൊണ്ട് പിന്നെ ആ കുഴപ്പമൊന്നുമില്ല. അതിപ്പം ഇനി വേറെ ശാപം കിട്ടും. തൻ്റെ മക്കൾ തന്നെ വേറെയും ഋഷിമാരെ നിന്ദിച്ചിട്ടും ഇതേ ശാപം വാങ്ങും. ഒരേ ശാപം ഇങ്ങനെ പിന്നെ കിട്ടിയപ്പോൾ എന്താ കുഴപ്പം? അതൊക്കെ ഭഗവാൻ നിശ്ചയിച്ചത് അവർ ശപിക്കുന്നേ ഉള്ളൂ. അതൊന്നും കുഴപ്പമില്ല, കാരണം ഭഗവാന്റെ ഭാവം. ഏതായാലും അങ്ങനെ അക്രൂരുടെ 2 ഉണ്ണികളെയും കൊണ്ടുപോകുന്നു. കുറച്ച് ദൂരത്തെപ്പോൾ അക്രൂർക്കും ചെറിയൊരു അജ്ഞാനം. എന്തൊക്കെ പറഞ്ഞാലും കൊല്ലാനല്ലേ കൊണ്ടുപോകുന്നത്. എന്തിനാണ്? കൊല്ലാനല്ലേ. ഒരാൾ ചോദിച്ചു വിചാരിക്കുക. അപ്പം പ്രശ്നോത്തരമൊക്കെ ഉണ്ടാകുമ്പോൾ ചില ആചാര്യന്മാരൊക്കെ ചോദിക്കും, കൃഷ്ണൻ രാമനെയും കൊല്ലാൻ കൊണ്ടുപോയവൻ ആര്? അങ്ങനെ ചോദ്യം ചോദിക്കുക. സത്യം പരം ധീമഹിയുടെ അർത്ഥം അതൊന്നും ചോദിക്കില്ല. ചോദിച്ചാലും പറയൂല. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യം ചോദിക്കും. ദശരഥൻ്റെ അച്ഛനാര്, ദശരഥൻ്റെ മകനാര്? അധികം പ്രശ്നോത്തരം ചോദിച്ചിട്ടുണ്ടോ? അധികം എന്തൊക്കെ പഠിക്കാൻ എഴുതാൻ വരുന്ന കുട്ടികളെ നമ്മൾ നോക്കിയാൽ അവർ രാമായണം വായിച്ചിട്ടില്ല. അവർ മറ്റേ 10 രൂപയുടെ പുസ്തകമുണ്ട്. അത് രാമൻ്റെ അച്ഛൻ, വല്യച്ഛൻ, അമ്മാവൻ, അവരുടെ ജോലി, പെൻഷൻ, അവരുടെ ബേസിക് പേ, ഇതൊക്കെ നിശ്ചയുണ്ട്. പക്ഷെ രാമായണം നിശ്ചയില്ല. അത് നോക്കിയിട്ട് നല്ല മാർക്ക് 100-ന് 100 വാങ്ങിയിട്ടുണ്ടാവും കേട്ടോ, വേറെ വിഷയം. പക്ഷെ എന്തില്ല, രാമോ വിഗ്രഹവാൻ ധർമ്മ, അതറിയില്ല. അതാണ് ഇന്നത്തെ പഠിപ്പിൻ്റെ വലിയ പ്രശ്നം. എവിടെയായാലും സംഗതി നമ്മൾ ഇതൊക്കെ തുടങ്ങിയത് എന്തിനാ ചോദിച്ചാൽ പ്രശ്നോത്തരി നല്ല ഉദ്ദേശത്തിലാവട്ടോ, അല്ല പറയണില്ല. കാരണം ഇതൊക്കെ ഒന്ന് പഠിച്ചിട്ട് രാമായണത്തിൽ ശ്രദ്ധ വരട്ടെ എന്നാണ് ഇത് സംഘടിപ്പിച്ച ആളുടെ ഉദ്ദേശമെങ്കിൽ നടക്കണത് എന്തല്ല. അപ്പോൾ നമ്മൾ വേറെ പുസ്തകം എഴുതി എങ്ങനെ പ്രശ്നോത്തരിയിൽ 1-ാം സ്ഥാനം വാങ്ങാം, അതിനെ പറ്റി അങ്ങനെ. ചില അമ്മമാരെ വിളിച്ച് ചോദിക്കും, ഇന്നലെ ഒരു അമ്മ 4-5 പ്രാവശ്യം ഒരേ ചോദ്യം, ഞാൻ അമ്മ എങ്ങാനും കേൾക്കുമെന്നാണ് എനിക്ക് വേണ്ടി. അമ്മ ചോദിച്ചുകൊണ്ട് ഞാൻ തിരക്കിട്ട് പല ഇതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. 4-5 വേഗം പറയും തിരുമേനി, വേഗം പറയും, എന്തോ ഒരു ചോദ്യം. തിരുമേനിയോട് ചോദിച്ചാൽ വേഗം കിട്ടുമല്ലോ, അതുകൊണ്ടാണ് തിരുമേനിയോട്. അതെ, നമ്മൾ കഴിയണതും അപ്പോൾ തന്നെ പറയാൻ നോക്കും. ഇത് ആ ചോദ്യം എന്തോ ഇഷ്ടപ്പെടാനായിട്ടാണോ എന്താ അറിയില്ല, മറുപടി കേൾക്കും ചെയ്തു, മനസ്സിലാവുമല്ലോ. അത് ചോദിച്ചുകൊണ്ടിരിക്കുക. അവസാനം 3-4 മെസ്സേജ് കഴിഞ്ഞപ്പോൾ അമ്മ പറയാം, ഇവിടെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഉത്തരം ഇപ്പം കൊടുക്കണം ആ ആചാര്യന് കൊടുക്കാനാണ് ഈ ആചാര്യൻ. കഷ്ടം തന്നെ എന്ന് പറഞ്ഞാൽ പുസ്തകം തുറക്കാൻ വയ്യ. ഇതിലുണ്ടതൊക്കെ അത് വയ്യ. ഏത് അധ്യായത്തിലാണ് തിരുമേനി ഗോവിന്ദാഭിഷേകം? ഒന്നും നോക്കി ഇൻഡെക്സ് നോക്കിയാൽ മനസ്സിലാവും, ഇനി വായിക്കൊന്നും വേണ്ട, നോക്കിയാൽ മനസ്സിലാവില്ല. അതുപോലും ഇപ്പം പറയണം. വേറെ എവിടെ ചോദ്യം, അയാളുടെ ഉദ്ദേശം എന്താ, ഇതും തുറന്നു നോക്കട്ടെ എന്നാ, അത് നടക്കണില്ല. ഇതാണ് പ്രശ്നം. എന്തിനെന്നുള്ളത് മനസ്സിലാക്കുന്നത്. അവിടെ സ്ഥാനം കിട്ടിയാൽ മതി, സമ്മാനം കിട്ടിയാൽ മതി, മൈക്കിൽ തൻ്റെ പേരെന്ന് വിളിച്ച് കേട്ടാൽ മതി. അതല്ല വേണ്ടത്, അതാണ് കാണിക്കണത്. അതിരിക്കട്ടെ, വേറെ വിഷയം. അതൊക്കെ ഇങ്ങനെയുള്ള സൗഹൃദ സംഭാഷണത്തിൽ ഇതൊക്കെ പറയുള്ളൂ കേട്ടോ. സപ്താഹത്തിൽ ഇങ്ങനെയൊന്നും പറയാറില്ല. കാരണം നമുക്കിതിൽ മത്സരത്തിൽ ഒട്ടും താല്പര്യമില്ലാത്തതാണ്. അത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. മത്സരിക്കുക, ഭാഗവത മത്സരം, പാരായണ മത്സരം, ഗീതാ മത്സരം. എന്നിട്ട് ഈ മത്സരിച്ചവരൊക്കെ ഇപ്പോൾ എവിടെ? സ്വാമിയാരായോ? ഒരാളെ കാണിച്ചു തരും, ഒരു സ്വാമിയാർ ഗീത പണ്ട് ഇല്ല. അവർ പിന്നെ മത്സരിച്ച് അങ്ങനെ ഓരോ ഭൗതികമായിട്ടുള്ള നേട്ടം ഉണ്ടാവില്ല എന്നല്ല പറയണത്, അതൊക്കെ ഉണ്ട്, അതുണ്ട്. പക്ഷെ ആത്മീയമായിട്ടുള്ള പുരോഗതിയൊന്നും അവരിൽ ഒരു പ്രായം കഴിഞ്ഞാൽ ഇല്ല പറയാൻ പറ്റില്ല കേട്ടോ. പക്ഷെ പൊതുവേ കുറവാണ്. ഒരു പക്ഷേ ചിലർക്കൊക്കെ മത്സരം വേണ്ട പോയി നിർത്തിയാൽ നേരെയാവും. അല്ലാണ്ട് മത്സരിച്ചുകൊണ്ടിരിക്കുക വെച്ചാൽ അങ്ങനെ അങ്ങോട്ട് പോകും, അത്ര തന്നെയേ ഉള്ളൂ. അതുകൊണ്ട് അത് അത്ര ശരിയല്ല. അവിടെ ഇരിക്കട്ടെ, അത് ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കിയാൽ മതി. പല വ്യത്യാസമൊക്കെ ഉണ്ടാവും, പലർക്കും പല അഭിപ്രായമൊക്കെ ഉണ്ടാവും. ഹെൽത്തി കോമ്പറ്റീഷൻ അല്ലേ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഇല്ല. ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? അതുകൊണ്ടാണ് നമ്മൾ കഴിയണതും ഇപ്പം ശ്രദ്ധിച്ചു നോക്കൂ. അധികം നമ്മുടെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ആരോട് ഞാൻ ഒരു പാരായണം നന്നായി എന്ന് പറഞ്ഞില്ലല്ലോ, പറഞ്ഞില്ല. എന്താ കാരണം? ചില ചോദിക്കണം, നന്നായി, വല്ലാത്തൊരു മനുഷ്യൻ. ഒന്നെങ്ങാനും നന്നായി എന്ന് പറഞ്ഞാൽ അത് നോട്ട് ചെയ്യണ അമ്മമാരുണ്ട് ഇവിടെ. തിരുമേനി ആ വലിയ കരാട്ട മുണ്ടെടുത്ത സെറ്റ് സാരി ആ അമ്മയുടെ ഇല്ല. ചിലത് നമുക്ക് തോന്നും നന്നായി എന്ന് പറയാം, എന്നാലും
വേണ്ട. പിന്നെ അതിലൊരു താരതമ്യം, അതിൽ മത്സരിക്കുക, അങ്ങനെ ഒന്നും വേണ്ട. എല്ലാവരും ഒരുപോലെ, ഒന്നുമില്ല, ഒരു പ്രത്യേകതയില്ല, ആർക്കുമില്ല. അതുകൊണ്ടാണ്. കാരണം മത്സരം വന്നാൽ കഴിഞ്ഞു, ഐക്യം നഷ്ടപ്പെടും. മത്സരിക്കാൻ പുറപ്പെട്ടാൽ അത് ഗുരുനാഥനാ പ്രശ്നം. പണ്ട് മത്സരിച്ചിട്ട് എൻ്റെ കാലാന്നും പറഞ്ഞ തല്ലിയില്ല, ഓർമ്മയില്ല കഥ. ഒരു കൊതു വന്നിരുന്നപ്പോൾ ഗുരുനാഥൻ്റെ രണ്ട് കാലിൽ 2 അവകാശികൾ, 2 ശിഷ്യന്മാരാ. ഗുരുനാഥൻ കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു കൊതു വന്നു ഒരു കാലിന് കടിച്ചപ്പം ആ കാല് 2 ശിഷ്യന്മാർ തമ്മിൽ അടിച്ചതാ. അടിക്കണത് അവനവൻ്റെ കാല് പറഞ്ഞിട്ട് കൊല്ലണത് ആർക്കാ? ഗുരുനാഥനല്ലേ. അപ്പം അത് ശ്രദ്ധിക്കുന്നില്ല. അപ്പം അങ്ങനെ വരരുതെന്ന് അർത്ഥം. അതാണ് താല്പര്യം. അപ്പോൾ ഇവിടെ പ്രശ്നോത്തരിയിൽ ഇങ്ങനെ ചോദ്യം ചോദിച്ചാൽ ഈ രാമനെയും കൃഷ്ണനെയും കൊല്ലാൻ കൊണ്ടുപോയവൻ ആര്? എന്താ ഉത്തരം? അക്രൂരനല്ലേ. അത് കേൾക്കാൻ വയ്യ എന്ന് കരുതി അദ്ദേഹം വിചാരിച്ചു ജോലി ഇല്ലെങ്കിൽ വേണ്ട, അത്രയേ ഉള്ളൂ. അന്നദാനം ഇപ്പോൾ എത്ര അമ്പലങ്ങളിലുണ്ട്, ഒരു ഇതെല്ലാ അമ്പലങ്ങളിലും അത്യാവശ്യം ജീവിച്ച് വല്ലാണ്ട് കഴിക്കണമെന്ന് വിചാരിച്ചാൽ നിർത്തില്ല. ഒരു പാകത്തിനൊക്കെ മതിയിച്ചാൽ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഈ ഒരു മാനസികാവസ്ഥ ഉള്ള ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് വലിയ രോഗമൊന്നും വരും. നമുക്കതാ പേടിയേ. സമ്പാദിച്ചില്ലെങ്കിൽ രോഗം വന്നാലോ, അതാണ് രോഗം വരുന്നത് തന്നെ. ഈ ചിന്ത ഇല്ലാത്തവർക്ക് എന്തെങ്കിലും ഒന്നുമില്ല, അവർക്കൊരു പ്രശ്നമില്ലാണ്ട് അങ്ങനെ പോകും. നമ്മൾ ഉണ്ടാക്കിയതിനനുസരിച്ചുള്ള രോഗം വരിക, അത്രയേ ഉള്ളൂ. നമ്മൾ 10 ലക്ഷം ഉണ്ടാക്കിയ ഒരു 9.5 ലക്ഷത്തിൻ്റെ രോഗം വരും. നമ്മൾ 10 കോടി ഉണ്ടാക്കിയ ഒരു 9.5 കോടിയുടെ രോഗമാണ്, അത്രയേ ഉള്ളൂ. അത് അത് ഭഗവാന്റെ ആ ഒരു പുസ്തകത്തിലൊക്കെ കൃത്യമായിട്ട് തന്നെ വരിക. പക്ഷെ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല, അങ്ങനെ പോകും. അദ്ദേഹം ആലോചിച്ചു ജീവിച്ചു പോകാൻ അത് മതിയല്ലോ എന്നും പറഞ്ഞ് അദ്ദേഹം നേരെ സന്ധ്യാവന്തനം, ഉപസ്ഥാനം, ഉച്ചയ്ക്കുള്ള ഒരു ചടങ്ങാണ്. അപ്പോൾ അദ്ദേഹം അതിന് പുറപ്പെട്ടു. ഒന്ന് നദിയിൽ പോയിട്ടൊന്ന് 10 ഗായത്രി ജപിച്ച് വരാം എന്നും പറഞ്ഞ് അദ്ദേഹം എല്ലാം ഇറങ്ങി അങ്ങോട്ട് മുങ്ങിയപ്പം ആരെ കണ്ടു? വെള്ളത്തിൽ ഭഗവാനെ. പൊന്തിയ സമയത്ത് തേരിലും ഉണ്ട്. അത്ഭുതം തോന്നി. ഒന്നും കൂടി മുങ്ങിയ സമയത്ത് ഭഗവാന്റെ രൂപം അങ്ങോട്ട് മാറി, രാമൻ അങ്ങോട്ട് മാറി അനന്തൻ, ഭഗവാൻ പത്മനാഭൻ. അങ്ങനെ അനന്തപത്മനാഭൻ ആയിട്ട് ആരെ കണ്ടു? രാമനെയും കൃഷ്ണനെയും കണ്ടു. പിന്നൊന്നും സംശയമില്ല, കാരണം ഇനി വർത്തമാനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഭഗവാൻ കാണിച്ചു കൊടുത്തു തൻ്റെ പ്രഭാവം. തന്നെ ഒരു ചുക്കും ചെയ്യാൻ ആർക്ക് പറ്റില്ല, അമ്മാവന് സാധിക്കില്ല എന്ന് കാണിച്ചു കൊടുത്തതാണ്. അവിടുന്ന് പൊന്തി വന്ന ഭഗവാനെ കേമായിട്ട് സ്തുതിച്ചു. അത് കഴിഞ്ഞ് നേരെ അക്രൂര് കൊണ്ടുപോവുകയാണ്. മധുരയ്ക്ക് എത്തി. അവിടെ എത്തിയ സമയത്ത് അക്രൂര് പറഞ്ഞു, ഇവിടെ അടുത്ത് തന്നെയാണ് എൻ്റെ വീട്. ആഗച്ഛ യാമ ഗേഹാന്ന സനാഥാൻ കുർവധോക്ഷജ. അങ്ങൊന്ന് എൻ്റെ ഗൃഹത്തിലേക്ക് വരണേ, അങ്ങയുടെ ഏട്ടനെയും കൂട്ടി എൻ്റെ ഗൃഹത്തിലേക്കൊന്ന് വരില്ലേ, ഇവിടെ അടുത്ത് തന്നെയാണ്, ഒന്ന് അവിടെ പോയി കാപ്പി കുടിച്ചാലോ എന്ന് അദ്ദേഹം ചോദിച്ചു. വലിയ ദൂരമൊന്നുമില്ല, അടുത്ത് തന്നെയാണ്. മധുരയ്ക്ക് അങ്ങോട്ട് കയറി തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചതാ. പക്ഷെ ഭഗവാൻ പറഞ്ഞു ആയില്ല. കാരണം പ്രധാന ഉദ്ദേശം ആദ്യം നടക്കണം. നമ്മൾ ഉദ്ദേശം എന്താ വെച്ചാൽ അത് ആദ്യം നടക്കണം. ഗുരുവായൂർ തൊഴിലാണെങ്കിൽ അത് ആദ്യം നടക്കണം. മസാല ദോശ കഴിച്ചിട്ടാവാം എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് ആ ക്യൂ പോയിണ്ടാവും, അടച്ചിട്ടുണ്ടാവും. ഇന്നലെ 8 മണിക്ക്, ഇന്ന് 6 മണിക്ക് ക്ലോസ് ചെയ്തു അതാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ ഉദ്ദേശം എന്താ വെച്ചാൽ അത് ആദ്യം, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? പിന്നെ സമയമുണ്ടല്ലോ, സെറ്റ് സാരി വാങ്ങാം, അത് വാങ്ങാം, സമയം. ആദ്യം ഉദ്ദേശം നടക്കണം. ഇവിടെ എൻ്റെ പ്രധാന ഉദ്ദേശം കംസനെ നേരെയാക്കല. അത് കഴിഞ്ഞിട്ട് അങ്ങയുടെ വീട്ടിൽ വന്നിട്ട് ചായയോ പലഹാരമോ എന്താ വെച്ചാൽ കഴിക്കാം എന്ന് പറഞ്ഞ ഭഗവാൻ നേരെ മധുരയ്ക്ക് തന്നെ പ്രവേശിക്കുകയാണ്. അവിടെ ഇറക്കി വിട്ടു അക്രൂര്. ഞങ്ങൾ പോയിക്കോളാം, ഇനി ഞങ്ങളായിക്കോളാം എന്ന് പറഞ്ഞ ഭഗവാൻ രാമനും കൃഷ്ണനും കൂട്ടുകാർ കൂടെ ഉണ്ട്. അവിടുത്തെ കുട്ടികളും കൂടെ കൂടി അവരെയും കൂട്ടി അങ്ങനെ നടക്കുന്ന സമയത്ത് ആ രചകൻ, കംസൻ്റെ അലക്കുകാരനാണ്, അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ വരവ്. അദ്ദേഹം അടുത്തേക്ക് ഇങ്ങോട്ട് വന്നു. ഈ 2 പിള്ളേരുടെ കൂടെ ഇവിടുത്തെ ആളുകളും കൂടിയിട്ടുണ്ടല്ലോ, റോഡ് ബ്ലോക്കാക്കി നടക്കണത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം എന്തൊക്കെയോ പ്രവൃത്തും കൊണ്ടാണ് വരുന്നത് തന്നെ. അടുത്തെത്തിയപ്പം ഭഗവാൻ ചോദിച്ചു, അങ്ങ് ഞങ്ങൾക്ക് 2 പേർക്കും വസ്ത്രം തരുമോ, ഏട്ടനും എനിക്കും? ആളിലൊക്കെ വല്ലാണ്ട് നോക്കുക, തൻ്റെ ഈ വേഷം മോശമായതുകൊണ്ടാവും. ഇവിടുത്തെ സമ്പ്രദായത്തിനനുസരിച്ചുള്ള വേഷം വേണ്ടി വരും, അതുകൊണ്ടാണ്. ഞങ്ങൾക്ക് 2 പേർക്കും വസ്ത്രങ്ങൾ തരുമോ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അയാൾ പറഞ്ഞു, ഞാൻ കംസൻ്റെ അലക്കുകാരനാണ്. കംസൻ്റെ അച്ഛനാ തോന്നുന്നു വർത്തമാനം കേട്ടാൽ. ഞാൻ കംസൻ്റെ അലക്കുകാരനാണ്, എന്നോട് ഇങ്ങനെയൊക്കെയുള്ള വർത്തമാനം പറഞ്ഞാൽ പിടിച്ചു കെട്ടി കൊല്ലും ഞാൻ എന്ന് പറഞ്ഞു. അതങ്ങോട്ട് പറയലും ഭഗവാൻ അത് ചെയ്തു. ഒരൊറ്റ അടി അങ്ങോട്ട് കൊടുത്തു, അയാളുടെ കഥ തീർത്തു. അത്രയ്ക്ക് പാപം ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത്രയ്ക്ക് പുണ്യം ഭഗവാന്റെ കൈ കൊണ്ടല്ലേ എന്നാണ്. അങ്ങനെ അദ്ദേഹത്തിന് മുക്തി ആ സമയത്ത് തന്നെ കൊടുത്തു. തേരിൽ കയറി തൻ്റെ പാകത്തിനുള്ളൊരു വസ്ത്രം മഞ്ഞ കണ്ടപ്പോൾ താനെടുത്തു, നീല ഏട്ടന് കൊടുത്തു. പക്ഷേ ഇത് തനിക്ക് പാകത്തിനല്ല, ചാക്കിൽ കടുകുമണി ഇട്ട പോലെ കംസൻ്റെ പാകത്തിന് അടിച്ചു കൊണ്ടുപോകുന്നതാണ്. അതുകൊണ്ട് ഇതൊന്നും സൈസാക്കണമല്ലോ. അടുത്തുള്ള ആ ഒരു ടൈലർ ഷോപ്പിൽ പോയി അയാളത് ഭംഗിയിൽ അടിച്ചു കൊടുത്തു, അയാളെ അനുഗ്രഹിച്ചു. അപ്പോഴേക്കൊരു മാലാകാരം വന്നൊരു മാല ചാർത്തി സന്തോഷമായി അയാളെ അനുഗ്രഹിച്ചു. ഈ കുറി വേണമെന്നൊരു മോഹം ഭഗവാനുണ്ട്. അപ്പോഴാണ് ഒരു കുറിക്കൂട്ടുകാരി, കംസൻ്റെ ബ്യൂട്ടീഷ്യനാണ്. അങ്ങനെ കംസൻ പച്ച ഷർട്ട് ഇടുമ്പോൾ പച്ച കൊട, പച്ച ക്യൂട്ടക്സ്, പച്ച വള, പച്ച ബാഗ്, അങ്ങനെ ഒക്കെ. അതിപ്പോൾ ഏതാ ഇപ്പോൾ കംസൻ ഇടുക നിശ്ചയില്ല. അപ്പോൾ ഒക്കെ കൊണ്ടിങ്ങനെ നടക്കുമ്പോൾ
അങ്ങനെ സൈരന്ധ്രി എന്നാണ് അവൾ വിളിക്കുക. കുബ്ജ എന്നൊക്കെ പേരുണ്ട്. പക്ഷെ എല്ലാവരും വിളിക്കുക അവളെ മുക്കൂനി മുക്കൂനി എന്നാണ്. കാരണം 3 കൂനുണ്ട്. ബാഹ്യമായി നോക്കിയാൽ വലിയ സൗന്ദര്യമില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതും ആപേക്ഷികമാണ്. ആർക്കാ സൗന്ദര്യം എന്നുള്ളത് വെച്ചാൽ കാണുന്ന ആളുടെ മനസ്സ് പോലെ ഇരിക്കും. എന്തായാലും അവളെ കണ്ട സമയത്ത് ഭഗവാൻ അവളെ സുന്ദരി എന്ന് വിളിച്ചു. അവൾക്ക് വലിയ അത്ഭുതമായി. കാരണം ആരും തന്നെ സുന്ദരി എന്ന് വിളിക്കാറില്ല. കൃഷ്ണൻ വിളിച്ചു. വിളി കേട്ടാൽ പരിഹാസം തോന്നണമില്ല. എന്താണ് നമ്മൾ വിളിച്ചാൽ മനസ്സിലായി എന്ത് പരിഹസിക്കാൻ മനസ്സിലാവും. അതല്ല, കൃഷ്ണൻ വിളിക്കുമ്പോൾ അത് ഹൃദയത്തിൽ തന്നെയാണ് വിളിക്കുന്നത്. സുന്ദരി. അതും ആരാ വിളിക്കണത്? ഭുവനസുന്ദര. ഭുവനസുന്ദരൻ തന്നെ നോക്കി സുന്ദരി എന്ന് വിളിച്ചില്ലേ. ഭഗവാൻ നോക്കിയത് അവളുടെ ഹൃദയമാണ്. ഒരു വളവും മനസ്സിനില്ല. ശരീരത്തിനുണ്ട്, അതിപ്പോൾ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവും ചെയ്യും. നമുക്കൊക്കെ വളവുണ്ടാവും. നമുക്ക് മനസ്സിനും ഉണ്ട്, ശരീരത്തിനും ഉണ്ട്. ഇതിപ്പോൾ ശരീരത്തിന് കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ വളയും വയ്യാണ്ടിയും ഒക്കെ ഉണ്ടാവും. മനസ്സ് നമ്മുടെ കയ്യിലാണ്. അത് വളയാണ്ട് നോക്കിയാൽ വളരെ നല്ലതാണ്. ഭഗവാൻ ഇവളുടെ മനസ്സിന് വളവില്ല എന്ന് കരുതിയിട്ടാണ് സുന്ദരി എന്ന് വിളിച്ചത്. അത് അവൾക്ക് ഇഷ്ടപ്പെട്ടു. അവൾ പറഞ്ഞു, ഞാൻ കംസൻ്റെ കുറിക്കൂട്ടുകാരിയാണ് സുന്ദര എന്ന് തിരിച്ചു. ഞങ്ങൾക്ക് കുറി തരുവ് ചോദിച്ചപ്പം അത് വരച്ചു കൊടുത്തു. 2 പേർക്കും ഭാഗത്തിന് സന്തോഷമായി. അവളെ അനുഗ്രഹിക്കാമെന്ന് കരുതി ഭഗവാൻ അവളെ ബാഹ്യമായിട്ടും, ശരിക്കും ഉള്ളിൽ സുന്ദരിയാണ്, എന്നാലും പുറമേയുള്ള ആ ഒരു വൈകല്യം കൊണ്ട് മാറ്റാം എന്ന് കരുതി അവളെ സുന്ദരിയാക്കി മാറ്റി എന്നൊരു കഥ. അത് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോഴാണ് വില്ല്. അമ്മാവൻ്റെ നാട്ടിലൊക്കെ വളഞ്ഞും കൊണ്ടാണല്ലോ, അതും കൂടി അങ്ങോട്ട് നേരെയാക്കിയാലോ എന്ന് കരുതി നേരെയാക്കി. അത് പൊട്ടിച്ചു. ആകെ ബഹളം. ആ പൊട്ടിയ ശബ്ദം കംസൻ കേട്ടു. കംസൻ അങ്ങനെ ഉച്ചയ്ക്കൊന്ന് ഉറങ്ങണം, ഊണ് കഴിച്ച് അങ്ങനെ ഒരു മയക്കവട്ടെ. കംസൻ നട്ടല് പൊട്ടിയെന്നാണ് വിചാരിച്ചത്. തൻ്റെ നട്ടല് പോയോ? നട്ടല് പോയതല്ല, അതവിടെ വില്ല് പൊട്ടിച്ചതാണ്. കംസൻ ഉറപ്പിച്ചു തൻ്റെ അന്ത്യം അടുത്തു. കാരണം എന്താ വെച്ചാൽ ഈ വില്ല് കൊണ്ടുപോയത് 32 പേരാ. അത് ആ വണ്ടിയിൽ വെച്ച് ഉന്തി കൊണ്ടുപോകണ്ടായത്. അതാണ് ഇപ്പോൾ ഒരു 11 വയസ്സ് ബാലൻ പൊട്ടിച്ചു എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഒരു കഷ്ണം ഏട്ടനിട്ട് കൊടുത്തു. ആജാതി വലിയ വില്ല് ഇങ്ങനെയൊക്കെ ചെയ്യണം വെച്ചാൽ എന്തായാലും തീരുമാനമായി. ഇനിയിപ്പോൾ ഉള്ള അത്രത്തോളം കിട്ടിയല്ലോ എന്ന് കരുതി അദ്ദേഹം ഇരിക്കുകയാണ്. അന്ന് ധാരാളം പേരെ ഭഗവാൻ ആ വില്ലുകൊണ്ട് തന്നെ വധിച്ചു. നല്ല പാൽച്ചോറൊക്കെ കൊണ്ട് കൃഷ്ണനും രാമനും അന്ന് കിടന്നുറങ്ങി. പക്ഷേ കംസൻ അന്ന് ഉറങ്ങിയില്ല. സ്വപ്നേ പ്രേതപരിഷ്വങ്ക. ഒന്ന് കണ്ണടച്ചാൽ ദുസ്വപ്നമാണ് കാണുന്നത്. ഇനി അഥവാ കണ്ണടച്ച് സ്വപ്നം കാണുകയാണെങ്കിൽ മരിച്ചു പോയവരെയാണ് കാണുന്നത്. പൂതനെയൊക്കെ വന്ന് ചോദിക്കുക, കംസേട്ടാ വരില്ലേ, മരിച്ചവരൊക്കെ വന്ന് വരില്ലേ ചോദിച്ചാൽ പിന്നെ അധികം ഉണ്ടാവില്ല എന്നൊക്കെയാണ് പറയുക. ആകെ പരിഭ്രമം. തൻ്റെ അന്ത്യം അടുത്തല്ലോ എന്നൊരു ചിന്ത. പിറ്റേന്ന് രാവിലെ കൃഷ്ണനും രാമനും അവിടെ മല്ലയുദ്ധം നടക്കുന്നുണ്ടെന്ന് കരുതി കാണാൻ പുറപ്പെട്ടു. തടസ്സമായിട്ട് ആ ആനയെ കണ്ടപ്പം പാപ്പാനോട് പറഞ്ഞു, ആനയൊക്കെ ഒന്ന് വൃത്തിയിൽ കെട്ടണ്ടേ, വഴിക്ക് തന്നെ ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്താൽ എങ്ങനെയാണ്, ഒന്ന് ഒതുക്കി വെക്കണ്ടേ, നല്ലൊരു മര്യാദ എന്നൊക്കെ ചോദിച്ചു. അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. കൃഷ്ണൻ്റെ നേരെ ഈ കുവലയാപീഠത്തെ വിട്ടു. എല്ലാവരും കരുതി കൃഷ്ണൻ്റെ കഥ കഴിഞ്ഞു എന്ന്. അങ്ങോട്ട് കുത്തി ആന. 2 കൊമ്പിൻ്റെ ഇടയിൽ കൃഷ്ണൻ തൻ്റെ വലത്തെ കാലം കണ്ട് പൊന്തിച്ചു. 2 കൊമ്പും മുറുക്കി പിടിച്ച് തൻ്റെ വലത്തെ കാല് കൊണ്ട് മസ്തകത്തിനൊരു ചവിട്ട്. ആനയും കണ്ട് പോയി. കൊമ്പ് അവിടെ തന്നെ ഉണ്ട്. ആന മുകളിലേക്ക് പോയി. ആ മുകളിൽ പോയ ആന ഇങ്ങോട്ട് വന്നപ്പോൾ അതിൻ്റെ കൊമ്പ് കൊണ്ട് അതിൻ്റെ തലയ്ക്ക് തന്നെ ഒന്നങ്ങോട്ട് കൊടുത്തു. ആ കുവലയാപീഠത്തിൻ്റെ കഥ കഴിച്ചു. ഒരു കൊമ്പ് ഏട്ടനും കൊടുത്തു, ഒരു കൊമ്പ് താനും തോളിൽ വെച്ചു. അങ്ങനെ കൃഷ്ണനും രാമനും കൂടി ആനക്കൊമ്പും വെച്ച് ആ മല്ലയുദ്ധം നടക്കുന്ന ദിക്കിലേക്ക് കയറി വരികയാണ്. ആ കാഴ്ച കണ്ടവർക്കൊക്കെ ഓരോന്ന് തോന്നിയെന്നാണ്. എല്ലാവർക്കും ഒരുപോലെയല്ല. മല്ലാനാമശനിഹി നൃണാം നരവരഹ സ്ത്രീണാം സ്മരോ മൂർത്തിമാൻ. മല്ലന്മാർ നോക്കിയപ്പോൾ അവർക്ക് ഇടിവാളായിട്ട് തോന്നി. നരവരഹ ആണ്, മനുഷ്യർക്കെന്ന് തോന്നി. നരവരഹ, മനുഷ്യന്മാരിലെ ശ്രേഷ്ഠൻ, നമ്മുടെ രാജാവ് എന്ന് തോന്നി. ഗോപാനാം സ്വജനഹ, ഗോപന്മാർക്ക് തോന്നി നമ്മുടെ നന്ദരുടെ ഉണ്ണിയല്ലത്, നമ്മുടെ കൃഷ്ണൻ, മറ്റേതോ രാമേട്ടൻ. അവർക്കത്രയേ ഉള്ളൂ, നമ്മുടെ ആൾ എന്നൊരു ഭാവമാണ് അവർക്ക്. ശാസ്ത സ്വപിത്രോ ശിശുഹു, തൻ്റെ അച്ഛനമ്മമാർക്ക് എന്ത് തോന്നി? വസുദേവരും ദേവകിയും കാരാഗ്രഹത്തിൽ നിന്ന് എന്തി വലിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ ഉണ്ണിയല്ലേ അത്, കൃഷ്ണനല്ലേ അത്, അതാണ് അവർക്ക് തോന്നിയത്. സ്വപിത്രോ ശിശുഹു മൃത്യുഹു ഭോജപതേ വിരാട വിദുഷാം. മൃത്യുഹു ഭോജപതേ, ഭോജപതി കംസൻ. കംസൻ നോക്കുന്ന സമയത്ത് കാലനായിട്ടാണ് 2 കൊമ്പ് ഉണ്ടക്കണ്ണ്. ആർക്ക്? കൃഷ്ണനെ. എന്താ ചെയ്യുക, ഓരോരുത്തർക്കും ഓരോന്നായിട്ടാണ് തോന്നുക. അവരുടെ സംസ്കാരത്തിനനുസരിച്ചാണ് ഭഗവാനെ അനുഭവപ്പെടുക. ഭഗവാൻ ഘോരനൊന്നുമല്ല, പക്ഷേ ദുർജനങ്ങൾക്ക് ഘോരനായിട്ട് തോന്നും. അവരെ കർമ്മം തന്നെയാണ്. അത്രയേ ഉള്ളൂ, അവരെ കർമ്മം തിരിച്ചടിക്കുകയാണ്. മൃത്യുഹു ഭോജപതേ വിരാട വിദുഷാം തത്വം പരം യോഗിനാം. യോഗീശ്വരന്മാർ കണ്ണു തുറന്നപ്പം ഇത്രയും കാലം നമ്മൾ ഹൃദയത്തിൽ ധ്യാനിക്കുന്ന ആ തത്വം രൂപം ധരിച്ച് വരികയാണ് എന്നവർക്ക് തോന്നി. അങ്ങനെ കൃഷ്ണനും രാമനും
പ്രവേശിച്ചു. അവിടെ വെച്ച് മുഷ്ടികനും ചാണൂരനും വെല്ലുവിളിച്ചു. അങ്ങനെ അവരുടെ കഥ തീർത്തു. പലരും അവിടേക്ക് വന്നു. അവരെയൊക്കെ വാമമുഷ്ടിന ഇടത്തെ കൈകൊണ്ട് തന്നെ ശരിയാക്കി മുന്നോട്ട് സഞ്ചരിച്ചു. പേടിച്ചോടി കംസൻ 18 നിലകളുടെ മുകളിൽ കയറി ആ സിംഹാസനത്തിൽ ഇരിക്കുകയാണ് പേടിച്ച് വറച്ചും കൊണ്ട്. ആ കംസൻ്റെ അടുത്തേക്ക് ഭഗവാൻ അങ്ങോട്ട് ചാടി. ലഘിംനോത്പത്യത രസ, തൻ്റെ ശരീരം അതിൻ്റെ ഭാരം അങ്ങോട്ട് കുറച്ച് പറന്നു ചെന്ന് കംസൻ്റെ തലയിൽ നിന്ന് ആ കിരീടം തട്ടി മാറ്റി കൊടുമി അങ്ങോട്ട് പിടിച്ചു. ഖഡ്ഗപാണി കജേ ഗ്രഹീത്, എൻ്റെ അമ്മയെ കല്യാണ ദിവസം താൻ ഇങ്ങനെ കഴുത്തിന് പിടിച്ചില്ലേ തലവെട്ടാൻ, അതിന് പകരം ചെയ്യാണോ തോന്നും. അവിടെ നിന്ന് എടുത്ത് താഴത്തേക്ക് അങ്ങോട്ട് ഇട്ടു. ആ പോണ പോക്കിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ കംസൻ മരിച്ചിട്ടുണ്ടെങ്കിലും ആ മരിച്ച കംസൻ്റെ മേലേക്ക് ഭഗവാൻ ഒന്ന് ചാടി ഒരടി കൊടുത്തു ഉള്ളത് ശരിയാണ്. പക്ഷേ നല്ലോണം ഒന്ന് ശ്രദ്ധിച്ചാൽ പോസ്റ്റ്മോർട്ടം നടത്തിയാൽ മനസ്സിലാവുന്നത് കൃഷ്ണൻ അടിച്ചിട്ടല്ല അദ്ദേഹം മരിച്ചത്. ആ പോണ പോക്കിൽ സൈലൻ്റ് അറ്റാക്ക്. കൃഷ്ണ എന്ന് വിചാരിച്ച് കംസൻ മരിച്ചതാണ്. ഭയാത് കംസഹ, ഭയന്ന് മരിക്കുകയുണ്ടായത്. അസ്ഥിപ്രാപ്തി, ഇങ്ങനെയാണ് കംസൻ്റെ ഭാര്യമാരുടെ പേര്. അവരുടെ അച്ഛനാണ് ജരാസന്ധൻ. അവർ വിഷമിച്ചു. ഈ വാർത്ത അച്ഛൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. ജരാസന്ധന് കൃഷ്ണനെ കൊല്ലണം എന്നുള്ള വിചാരം. അച്ഛനെയും അമ്മയും കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിച്ചു. അവരെ തൊഴുത് നമസ്കരിച്ചു. ഇത് രാമകൃഷ്ണന്മാർ, അത് ഭഗവാന്മാരാണെന്ന് മനസ്സിലാക്കി അവർ തൊഴാനടുത്ത് വന്നപ്പോഴേക്കും കൃഷ്ണൻ, അച്ഛനെയും അമ്മയൊന്നും ഞങ്ങൾക്ക് നോക്കാൻ പറ്റിയില്ല. അച്ഛനെയും അമ്മയും നോക്കാത്തവർക്ക് അവനവൻ്റെ മാംസം നരകത്ത് പോയാൽ കഴിക്കേണ്ടി വരുന്ന പറയുക. അങ്ങനെയൊക്കെയുള്ള നരകം ഞങ്ങൾക്ക് ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഇവർക്ക് മായ ബാധിച്ചു. അമ്മയെ ഞങ്ങളുടെ വിളിച്ചപ്പോഴേക്കും ഭഗവാന്മാരാന്നുള്ള കാര്യം അവർ മറക്കുന്നു, ലാളിക്കുന്നു. തൊട്ടടുത്ത് കരഞ്ഞും കൊണ്ട് നന്ദഗോപർ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോഴാണ് മനസ്സിലായി തൻ്റെ മകനല്ല കൃഷ്ണൻ എന്നുള്ള കാര്യം. ഓടിച്ചെന്ന് വസുദേവർ നന്ദഗോപരെ കെട്ടിപ്പിടിച്ച് നന്ദി പറയണു. ഇത്രയും കാലം എൻ്റെ ഉണ്ണിയെ നോക്കി ഇപ്പം തിരിച്ചു തന്ന അങ്ങേക്ക് ഞാൻ എന്ത് തന്നാൽ എന്താ ഇപ്പം തിരിക, ഇതിന് പകരം ഭഗവാന് പകരമായിട്ട് ഞാൻ എന്താ അങ്ങേക്ക് സമർപ്പിക്കുക? അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ തന്നിട്ടൊന്നുമില്ല എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കൃഷ്ണൻ അടുത്തേക്ക് വരുന്നു. അച്ഛൻ വേഗം ചെല്ലണം. അമ്മ അവിടെ ആകെ വിഷമിച്ചിരിക്കുകയും യശോദ അച്ഛൻ വേണം സമാധാനിപ്പിക്കാൻ. അച്ഛൻ പറയണത് ഞാൻ അമ്മയെ സമാധാനിപ്പിക്കാം, എന്നെ ആരാ സമാധാനിപ്പിക്കുക? അങ്ങനെ അദ്ദേഹം കുറച്ച് വിഷമത്തോടെ തൻ്റെ കൂട്ടുകാരെയും കൂട്ടി തിരിച്ച് വൃന്ദാവനത്തിലേക്ക് പോകുന്നു. ഇവിടെ വസുദേവർക്കും ദേവയ്ക്കും സന്തോഷമാണ്. കൃഷ്ണനെ കിട്ടിയില്ലേ, രാമനെ കിട്ടിയില്ലേ. അവർ ആലോചിച്ചപ്പോൾ മനസ്സിലായി ഈ ഉണ്ണികളുടെ പഠിപ്പൊന്നും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പഠിക്കാനായിട്ട് ഉപനയനം കഴിപ്പിച്ച് അങ്ങനെ നേരെ സാന്ദീപനിയുടെ ആശ്രമത്തിലേക്ക് വിട്ടു. അവിടെ വെച്ചൊരു കൂട്ടുകാരനെ കിട്ടി. അതാണ് സുധാമാവ്. 64 ദിവസങ്ങളെ കൊണ്ട് 64 കലകളും ആര് പഠിച്ചു? ഭഗവാൻ പഠിച്ചു. അല്ലെങ്കിൽ സാന്ദീപനി പഠിച്ചതൊക്കെ ഒന്ന് പോയി നോക്കി കേട്ടു. അത് വേണമല്ലോ. സാന്ദീപനി ചൊല്ലിക്കൊടുക്കും ഭഗവാൻ. ശരിയാ, അതന്നെ, അത് തെറ്റൊന്നുമില്ല, ശരിയാ, കേൾക്കണോ വിചാരിച്ചു സാന്ദീപനി പഠിപ്പിക്കുകയെന്ന്. അല്ല, സാന്ദീപനി പഠിപ്പിക്കണതൊക്കെ നേരാവണ്ണം തന്നെ അല്ലേ എന്നൊക്കെ ഒന്ന് നോക്കാൻ ഭഗവാൻ ചെന്നു. അങ്ങനെ സാന്ദീപനി ഗുരുനാഥൻ പഠിപ്പിച്ചു. 64 ദിവസങ്ങളെ കൊണ്ട് 64 കലകളും പഠിച്ചു. എന്താ അങ്ങേക്ക് ദക്ഷിണയായിട്ട് വേണ്ടത് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു ഒന്നും ആവശ്യമില്ല, നിങ്ങളെപ്പോലുള്ള മഹാത്മാക്കളെ പഠിപ്പിക്കാൻ സാധിക്കുക പറഞ്ഞാൽ അതന്നെയല്ലേ ഭാഗ്യം, അതിലപ്പുറമൊന്നും ആവശ്യമില്ല. അങ്ങനെയല്ല, എന്തെങ്കിലുമൊക്കെ വേണ്ടേ, പൂർണ്ണമാവണച്ചാൽ ദക്ഷിണ കൊടുക്കണം എന്താ പറയുക. അപ്പോൾ അങ്ങേക്കൊന്ന് സന്തോഷമാവണച്ചാൽ അങ്ങേക്ക് ഇഷ്ടമുള്ളത് തന്നാലല്ലേ സന്തോഷമാവുക. എന്തേ മോഹം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒരു മോഹം ഇല്ല. എന്നാൽ അങ്ങേക്കില്ലെങ്കിലും അങ്ങയുടെ പത്നിക്കുണ്ടെങ്കിലോ അമ്മയ്ക്ക് എന്തെങ്കിലും മോഹം ഉണ്ടോ ചോദിച്ചു നോക്കൂ. മോഹം സ്ത്രീകൾക്ക് ചിലപ്പോൾ മോഹം ഉണ്ടാവുന്നു, തിരിച്ചല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞത് കേൾക്കാം. പുരുഷന്മാർക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ വലിയ മോഹമൊന്നും ഉണ്ടായി. അദ്ദേഹം പറഞ്ഞു എനിക്ക് മോഹമൊന്നുമില്ല. ശരി, എന്നാൽ അവളോടൊന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞാൽ അവളോട് ചോദിച്ചു. അപ്പം ഗുരുപത്നി പറഞ്ഞു മരിച്ചുപോയി ഉണ്ണില്ലേ നമ്മുടെ പണ്ട് പ്രഭാസത്തിൽ മുങ്ങിപ്പോയ അയാളെ തിരിച്ച് കിട്ടിയാൽ. അദ്ദേഹം പറഞ്ഞു ചോദിക്കാൻ പറ്റുമോ? ഇപ്പോൾ നമുക്കൊരു ഔചിത്യം വേണ്ടേ? മരിച്ചുപോയ ഉണ്ണിയെ തിരിച്ചു തരുമോ ചോദിക്കുകയാണെങ്കിൽ അതെങ്ങനെയപ്പോൾ ചോദിക്കുക? എന്നാലും മടിച്ച് എന്ന് പറഞ്ഞു. അവൾക്ക് ഇപ്പോൾ എന്താ വെച്ചാൽ അങ്ങനെ വലിയ മോഹമൊന്നുമില്ല. പിന്നെ ചോദിച്ച സ്ഥിതിക്ക് അവൾ പറയണത് എന്താ വെച്ചാൽ മരിച്ചുപോയി ഞങ്ങളുടെ ഉണ്ണി പണ്ടേ പ്രഭാസത്തിൽ മുങ്ങിപ്പോവുകയുണ്ടായത്. പോട്ടെ, ഇപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് മാത്രമേ ഇപ്പോൾ അവൾക്ക് വേണ്ടൂ. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും വേണ്ടെന്നാണ് ഗുരുനാഥൻ പറയണത്. ഭഗവാൻ അവിടെ നിന്ന് എന്ന് പറഞ്ഞ് നേരെ അങ്ങോട്ട് പോയി. നേരെ യമൻ്റെ അടുത്ത് പോയിട്ട് ആ സർട്ടിഫിക്കറ്റ്, അവിടുത്തെ ഒരു ഫയലുണ്ട്, ആ ഫയൽ അങ്ങോട്ട് വാങ്ങി ഈ മകൻ്റെ പേര് അത് പച്ചമഷി കൊണ്ട് റൗണ്ട് ഇട്ട് ഒപ്പിട്ടു, റിസീവ്ഡ് അവിടെ കൊടുത്ത് ആരെ കൊണ്ടുവന്നു? ആ മകനെയും കൊണ്ട് ആരെത്തി? ഇതാ ഗുരുനാഥ അങ്ങ് പറഞ്ഞതുപോലെ അങ്ങയുടെ ഉണ്ണി. അദ്ദേഹത്തിന് അത്ഭുതമായി. വെറുതെ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. മരിച്ചുപോയ ഉണ്ണി ആരും കൊണ്ടുകൊടുത്തു? ഭഗവാൻ കൊണ്ടുകൊടുത്തു. ഇത് എൻ്റെയും ഏട്ടൻ്റെയും മാത്രമല്ല, സുധാമാവ് അവിടെ എന്തോ വെള്ളം കോരുക. അയാളെ വിളിച്ചു കൊണ്ടുവന്ന് ഫോട്ടോ എടുക്കാറായപ്പോൾ ആരും ഉണ്ട് അടുത്ത്. സുധാമാവ് എതൊന്ന് പിടിക്കൂ. ആരെ? ഗുരുനാഥൻ്റെ ഉണ്ണി. ഇത് ഇയാളുടെയും കൂടി ദക്ഷിണയാണ്.
അദ്ദേഹം കൂട്ടിയാൽ കൂടില്ല എന്ന് ആർക്കറിയാം. അദ്ദേഹം എന്നോ പഠിപ്പ് കഴിഞ്ഞതാണ്, കാശില്ലാത്തതുകൊണ്ട് ഒന്ന് പോണച്ചാൽ ദക്ഷിണ കൊടുക്കണ്ടേ, കയ്യിലൊന്നും ഇല്ലാനും. അദ്ദേഹത്തെ അവിടുന്ന് ഭഗവാൻ ദാ ഈ ദക്ഷിണ അദ്ദേഹത്തിൻ്റെയും കൂടിയാണ് എന്ന് പറഞ്ഞ് കൊടുക്കണു. അതാണ് സുദാമാവും ഭഗവാനായിട്ടുള്ള ബന്ധം. മരിച്ചുപോയ ഉണ്ണിയെ കൊണ്ടുവന്നൊന്നും സുദാമാവിനൊരു അത്ഭുതമല്ല. സുദാമാവിന് അത്ഭുതം എന്താ വെച്ചാൽ, എന്നെ എന്തിനാപ്പം ഈ സമയത്ത് എന്നെ വിളിച്ച് ഈ കൂട്ടത്തിൽ കൂട്ടിയത് എന്തിന് എന്നുള്ളതാണ് അദ്ദേഹത്തിന് അത്ഭുതം. പിന്നെ ഭഗവാനെ ആ സുദാമാവ് മറന്നില്ല. അതാണ് അദ്ദേഹത്തിന് സമാധാനമായിട്ടിരിക്കാൻ എപ്പോഴും സാധിക്കുന്നത്. തൻ്റെ പഠിപ്പിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ ഭഗവാനെ കാണുക, അനുഭവിക്കുക എന്നുള്ളതാണ്. അത് സുദാമാവിനിപ്പോൾ സാധിച്ചു. ആ ഗുരുനാഥനും അനുഗ്രഹിച്ചു. എന്താ ഇപ്പം ഞാൻ അനുഗ്രഹിക്കേണ്ടത്? ഛന്ദാംസ്യയാതയാമാനി ഭവന്തിഹ പരത്രച. ഞാൻ പഠിപ്പിച്ച വിദ്യകൾ, പഠിപ്പിച്ചു എന്ന് പറയാൻ പറ്റുമോ? ഭഗവാനെ പഠിപ്പിക്കാൻ താനാരാ? എല്ലാ വിദ്യകളും എപ്പോഴും ഓർമ്മ ഉണ്ടാവട്ടെ, സമയത്തൊക്കെ ഫലിക്കട്ടെ. അതാണ് ഗുരുത്വം എന്ന് പറയുക. സമയത്തുണ്ടാവണം. ഉണ്ട് മൈക്ക് വെച്ചാൽ പറയണം, മൈക്ക് വെച്ചാൽ പൊന്നൊന്നും അങ്ങനെ പറ്റുമോ? അതാ സമയം. ആളെ കണ്ടാൽ മിണ്ടാൻ വയ്യ, അങ്ങനെ പറ്റും. പിന്നെന്താ, ഒക്കെ നിശ്ചയുണ്ട്, മിണ്ടില്ല, അത് പറ്റില്ല. ആ സമയത്തത് സാധിക്കണമെങ്കിൽ ആ സമയത്ത് തോന്നണ്ടേ. അത് മറന്നുപോയാലോ പറയണതൊക്കെ മാറിപ്പോവുക. ഭൂതനാളുള്ളത് താടകയാവുക, വസുദേവന് നന്ദഗോപരാവുക, അങ്ങനെയൊക്കെ ഇഷ്ടമല്ലേ? ആ ഗുരുത്വം വേണം. ഗുരോരനുഗ്രഹേണ ഇവ പുമാൻ പൂർണ്ണപ്രശാന്തയേ. ആ ഗുരുനാഥൻ്റെ അനുഗ്രഹം ഉണ്ടാകുമ്പോഴാണ് വാക്ക് വാക്കാവണത്, വേണ്ടതുപോലെയാവണത്. അങ്ങനെ ആ ഗുരുനാഥൻ അനുഗ്രഹിച്ചു കൃഷ്ണനും രാമനെയും സുദാമാവിനെയും. പഠിപ്പ് കഴിഞ്ഞാൽ തിരിച്ചു വന്നു, ഇവിടെ എത്തി. ഇനിയിപ്പോൾ എന്താ വേണ്ടു? അവിടെ ഉഗ്രസേനാണ് രാജാവ്. രാജ്യകാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക, കുറച്ചൊക്കെ പൊളിറ്റിക്സ്. അതാണല്ലോ, രാജാവാണല്ലോ, അയാളുടെ പണി അതാണ്. ഈ പൊളിറ്റിക്സൊക്കെ നല്ലോണം പഠിച്ച ഒരാൾ അവിടെ ഉണ്ട്. അതാണ് ഉദ്ധവൻ. ഉദ്ധവോ ബുദ്ധിസത്തമാ ശിഷ്യോ ബൃഹസ്പതേ സാക്ഷാത്. ബൃഹസ്പതിയിൽ നിന്ന് വേണ്ടതുപോലെ ശാസ്ത്രമൊക്കെ പഠിച്ച ആളാണ്. ബൃഹസ്പതി ദേവഗുരു. ദേവഗുരു എന്ന് പഠിക്കണം വെച്ചാൽ, ഒരു മനുഷ്യൻ പഠിക്കണം വെച്ചാൽ ദേവഗുരു കുറച്ച് കേമനാവുമല്ലോ. അപ്പോൾ അങ്ങനെ ദേവന്മാരെ മാത്രം പഠിപ്പിക്കുന്ന അദ്ദേഹം ഒരു മനുഷ്യനെ പഠിപ്പിച്ചുവെങ്കിൽ ആ ബൃഹസ്പതിയുടെ കേമത്വം എത്ര കണ്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഉദ്ധവൻ്റെ കേമത്വം എത്ര കണ്ടുണ്ട്. നല്ല പഠിപ്പുണ്ട് കരുതി ഭക്തി ഇല്ല എന്ന് വിചാരിക്കേണ്ട. ഭഗവാന്റെ സ്വന്തം ആളാണ്. ഭക്തം ഏകാന്തിനം ക്വചിത്. ആ ഭഗവാന് പ്രിയപ്പെട്ട തൻ്റെ സുഹൃത്തും ഭക്തനും എല്ലാമായ ഉദ്ധവനെ ഭഗവാനെ അടുത്തേക്ക് വിളിച്ചു. ഭഗവാൻ പറഞ്ഞു, ചെറിയൊരു ആവശ്യമുണ്ട്, അങ്ങൊന്ന് വൃന്ദാവനം വരെ ഒന്ന് പോകണം. എന്താ കാര്യം എന്ന് അങ്ങേക്ക് മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു, മനസ്സിലായി. ഗോപികമാരെ അതന്നെ, യശോദാമ്മയൊക്കെ അപ്പോൾ ദുഃഖിച്ചിരിക്കും. സംഗതി എന്താ വെച്ചാൽ, അവർക്ക് വിഷമം, അവർ എന്നെ ഈ ദേഹത്തിൽ മാത്രം കാണുന്നുണ്ട്, അതാണ് ദുഃഖത്തിന് കാരണം. ഞാൻ കുറേയൊക്കെ പറഞ്ഞു നോക്കിയതാണ്, പക്ഷെ എന്നാലും അത് അവർക്ക് അങ്ങോട്ട് ബോധ്യമായില്ലേ എന്നൊരു സംശയം. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയാൽ അവർ വീണ്ടും ഞാൻ പറയുന്ന ഉപദേശമല്ല കേൾക്കുക. ഭഗവാൻ ഉപദേശിക്കുമ്പോഴും ഭഗവാന്റെ മയിൽപ്പീലി, പുഞ്ചിരി, കൃഷ്ണൻ്റെ കണ്ണ് കാണാൻ എന്ത് ഭംഗി, പറയണമൊന്നും അവർ കേൾക്കില്ല. അതുകൊണ്ട് ഉദ്ധവ, ഞാൻ തൽക്കാലം പോകുന്നില്ല. താൻ ശാസ്ത്രമൊക്കെ പഠിച്ചാളല്ലേ, അതുകൊണ്ട് താനൊരു കാര്യം ചെയ്യും. താൻ പഠിച്ച ആ വിഷയം അവർക്ക് പറഞ്ഞു കൊടുക്കുക. ദുഃഖം നീങ്ങ എപ്പോഴാണ് അങ്ങ് പറയും? ദുഃഖം നീങ്ങ ആത്മജ്ഞാനം കൊണ്ട് മാത്രം. അടിവരട്ട് എഴുതി വയ്ക്കണം. എന്താണ് ദുഃഖം നീങ്ങ? ആത്മജ്ഞാനാതന്യത്ര ആണ്. ആത്മജ്ഞാനമല്ലാണ്ട് ദുഃഖം താൽക്കാലികമായിട്ട് ദുഃഖം നീങ്ങാൻ എന്തെങ്കിലും കഴിച്ചാൽ മതി, കുടിച്ചാൽ മതിയൊക്കെ ഒരു കുറച്ച് നേരമൊക്കെ കിട്ടും. പിന്നെ അത് അങ്ങോട്ട് പോയാൽ പഴയ ദുഃഖം വീണ്ടും വരും. പൂർണ്ണമായിട്ട് നീങ്ങണമെങ്കിൽ ആത്മജ്ഞാനം അല്ലാണ്ട് വേറെ വഴിയില്ല. അതുകൊണ്ട് അങ്ങെന്ത് ചെയ്യൂ? അങ്ങ് പഠിച്ച ആ ജ്ഞാനം ഗോപികമാർക്ക് ഉപദേശിക്കൂ, അവരും സമാധാനമായിട്ടിരിക്കട്ടെ. ശരി, ഉദ്ധവൻ പുറപ്പെട്ടു. ശ്രദ്ധിക്കണം കേട്ടോ, അവരെ സാധാരണ സ്ത്രീകളായിട്ട് കണക്കാക്കണ്ട. താമന്മനസ്കാഹ മത്പ്രാണാഹ. അവരുടെ മനസ്സും എൻ്റെ മനസ്സും രണ്ടല്ല. അവരുടെ മനസ്സിൽ ഞാൻ തന്നെയുള്ളൂ. അവരിപ്പോൾ ജീവിച്ചിരിക്കുന്നത് തന്നെ എനിക്ക് വേണ്ടിയിട്ടാണ്. ധാരയന്തി അതികൃച്ഛ്രേണ പ്രായ പ്രാണാൻ കഥഞ്ജന. അതുകൊണ്ട് എൻ്റെ ഈ സന്ദേശം അവരെ അറിയിക്കണം എന്ന് പറഞ്ഞ് ആ ഉദ്ധവരെ പറഞ്ഞയക്കുന്നു. ഉദ്ധവർ വൃന്ദാവനത്തിലെത്തി. നന്ദഗോപുരമായിട്ട് സ്വീകരിച്ചു. കാരണം കൃഷ്ണൻ പറഞ്ഞയച്ചു വരിക എന്ന് പറയുമ്പോൾ കൃഷ്ണനെ പോലെ തന്നെ കാണാനും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. കുട്ടിക്കാലം മുതലേ ഭഗവാനെ സേവിച്ച്, ഭഗവാൻ കഴിച്ചതിൻ്റെ ബാക്കി കഴിച്ച്, ഭഗവാന്റെ കൂടെ തന്നെ കിടന്നുറങ്ങി, ഭഗവാന്റെ കൂടെ തന്നെ വർത്തമാനം പറഞ്ഞ്, ഭഗവാൻ അണിഞ്ഞ ആ മാല, അത് പുതിയൊരു മാല കിട്ടിയാൽ ഭഗവാൻ ഇത് മാറ്റിയാൽ അത് ഉദ്ധവനെടുത്ത് ധരിക്കും. ഇങ്ങനെ ഭഗവാനെ തന്നെ ചിന്തിച്ച്, ഭഗവാന്റെ പ്രസാദം കഴിച്ച്, ഭഗവാനെ പോലെ തന്നെ ആയിട്ടുണ്ട് ഉദ്ധവൻ. ആ ഉദ്ധവനെ കേമായിട്ട് സ്വീകരിച്ചു. ഉദ്ധവരോട് പറഞ്ഞു, ഉദ്ധവ, ഇപ്പം പണ്ടത്തെ പോലെ അങ്ങനെ വർത്തമാനം പറയാനൊന്നും എനിക്ക് സാധിക്കില്ല. സർവാന ശിഥിലാ ക്രിയാ.
പണ്ടൊക്കെ ചിരിയും കളിയായിരുന്നു ഇവിടെ കൃഷ്ണനുള്ളപ്പം. ഇപ്പോൾ ഒന്നുമില്ല, ചിരിയില്ല, കളിയില്ല, തമാശ ഇല്ല. ഇന്നാണ് ഇപ്പം യശോദ അടുക്കളയിൽ കയറുന്നത്. താൻ വന്നുകൊണ്ട് ചായ ഉണ്ടാക്കാൻ പോയതാ. ഇവിടെ ഒന്നുമില്ല, ഞങ്ങൾക്ക് ആർക്കും വിശപ്പും ദാഹമൊന്നും ഇല്ല, ഒന്നും കഴിക്കണമെന്നില്ല, ഒന്നുമില്ല. നാമം ജപിക്കാൻ പോലും പറ്റാറില്ല. ഒന്ന് നമസ്കരിക്കണം വെച്ചാൽ അതുപോലും ഇപ്പം പറ്റാണ്ടായി. കാരണം നമസ്കരിക്കുമ്പോൾ ഓർമ്മ വരിക കൃഷ്ണനെയാണ്. കൃഷ്ണൻ വന്ന് പുറത്ത് കയറും, അച്ഛാ ആന കളിക്കുക എന്ന് പറയുന്നത് ഓർമ്മ വരും. ഊണഴിക്കുമ്പോൾ കൃഷ്ണൻ വന്ന് മുട്ടുകുത്തുന്ന ആദ്യത്തെ ഉള്ള കണ്ണനല്ലേ എന്ന് പറയുന്നത് ഓർമ്മ വരും. ഇപ്പോൾ ഊണഴിക്കാനും വയ്യ. ചുരുക്കം പറഞ്ഞാൽ കൃഷ്ണനെ ചിന്തിച്ച് ചിന്തിച്ച് ഇപ്പോൾ ഒരു കർമ്മവും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഞങ്ങളുടെ എന്ന് പറഞ്ഞ അർത്ഥം. ഇതാണ് കർമ്മയോഗം. ഭഗവാനെ ചിന്തിച്ച് കർമ്മങ്ങളൊക്കെ അസ്തമിക്കുക. നമ്മൾ വേണ്ടാന്ന് വയ്ക്കല്ല, കർമ്മം സ്വയം. നമ്മൾ പൂജ മുടക്കല്ല, പൂജ എന്താ ചെയ്യുക. മറ്റതും വിഷമമുണ്ടാവും നമുക്ക്, മുടക്കിപ്പോയാൽ ഇതല്ല. അങ്ങോട്ട് നിന്നു, ഒക്കെ അങ്ങോട്ട് നിൽക്കുകയാണ്. സർവാനശിഥിലാഹ ക്രിയാഹ, കർമ്മങ്ങളൊക്കെ സ്വയം ഇങ്ങനെ വിട്ടുപോവുക. അത് തന്നെയാണ് സന്യാസം എന്ന് പറയുക. ആചാര്യസ്വാമികൾ പറയും, ബലമായിട്ട് ഒഴിവാക്കുമ്പോഴാണ് വിഷമം. താനെ കൊഴിഞ്ഞു പോകുമ്പോൾ കുഴപ്പമുണ്ടോ? മുടി പറിച്ച് കളയുമ്പോൾ പ്രയാസമുണ്ട്, കൊഴിഞ്ഞു പോകുമ്പോഴോ നമുക്ക് പ്രയാസമുണ്ട്. അതല്ല പറയുന്നത്, അതല്ല. അപ്പോൾ കർമ്മങ്ങളൊക്കെ സ്വയം വിട്ടുപോവുക. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കഷണ്ടിക്കാരൻ്റെ മുടി കൊഴിയും പോലെ ആണ്. അയാൾ അറിയണില്ല, അങ്ങനെ പോകും, വിഷമമൊന്നുമില്ല, അത്രയേ ഉള്ളൂ. ഇതുപോലെ കർമ്മങ്ങൾ താനായിട്ട് കഷ്ടപ്പെട്ട് ഉപേക്ഷിക്കില്ല. അത് വേണമെന്നില്ല. ഒരു വസ്തു അവിടെ ഉണ്ട്, പക്ഷെ എനിക്ക് ഇച്ഛയില്ല, അത് വേണമെന്നില്ല. വേണമെന്നുണ്ടായിട്ട് വസ്തു അവിടെ ഉണ്ടെങ്കിൽ താൻ കഴിക്കുന്നില്ലെങ്കിൽ എന്തുണ്ട്? ഉള്ളിൽ കർമ്മം നടക്കുന്നുണ്ട് ഇല്ലേ? ലഡുണ്ട്, അത് കാണുമ്പോൾ തന്നെ എന്തായി? കഴിക്കുന്നില്ലെങ്കിൽ ഉള്ളിൽ എന്നാലും ലഡു ഇല്ലേ? ഉള്ളിൽ ചലനം ഉണ്ടായില്ലേ? നേരെ മറിച്ച് ലഡുവിനോടുള്ള മോഹമില്ല, ലഡു കൊണ്ടുവച്ചു, എന്ത് പ്രശ്നം ഉണ്ടോ? അത് തന്നെ വിഷയം നമ്മളെ ബാധിക്കുന്നില്ല, കാരണം അതിനോടുള്ള ഇച്ഛ ഇല്ലാത്തതുകൊണ്ടാണ്. ഇനി ഇച്ഛ ഉള്ളവനെ സംബന്ധിച്ച് ലഡു എന്ന് പറഞ്ഞാൽ മതി, കാണുന്നും വേണ്ട, ലഡുവിന് ചിത്രം കണ്ടാൽ മതി, അവിടേക്കും. അതാ വ്യത്യാസം. ഉള്ളിലുള്ളതാണ് മുഖ്യം. ഇവിടെ ഭഗവാനെ ഉള്ളിൽ വെച്ചതുകൊണ്ട് കർമ്മങ്ങളൊക്കെ സ്വയം അങ്ങനെ ഇല്ലാണ്ടിയാവുന്നു എന്ന് പറഞ്ഞാൽ നന്ദഗോപുര ശാസ്ത്രം പഠിച്ച ആളൊന്നുമല്ല. പക്ഷേ അവരൊക്കെ അനുഷ്ഠിക്കുന്നത് ശാസ്ത്രമാണെന്ന് ആർക്കറിയാം? ശാസ്ത്രം പഠിച്ചാലാണ് ഉദ്ധവനെ. ഉദ്ധവന് മനസ്സിലാവണം, ഓ പുസ്തകമൊന്നും വായിക്കേണ്ട കാര്യമൊന്നുമില്ല, ഈ അനുഭവം ഇവർക്കുണ്ട്. താൻ ഇത്രയൊക്കെ പഠിച്ചിട്ട് പോലും ഈ ഒരു അനുഭവം തനിക്കുണ്ടാവണില്ലല്ലോ. ഭഗവാന്റെ സമ്പർക്കം കൊണ്ട് ഭഗവാൻ തൻ്റെ കൂടെയുള്ളവരെയൊക്കെ എന്താക്കി? ശാസ്ത്രജ്ഞാനം ഉണ്ടെങ്കിൽ എങ്ങനെയാണോ അനുഭവിക്കുക, അതൊക്കെ ഇപ്പോൾ അവരനുഭവിക്കുന്നുണ്ട്. ആ ആനന്ദം രണ്ടുപേരെയും ചേർത്ത് നിർത്തി തൊഴുത് നമസ്കരിക്കുകയാണ് ഉദ്ധവൻ. നിങ്ങൾ യോഗ്യന്മാരെന്നെ. ഞാൻ ആലോചിക്കാറുണ്ട് പലപ്പോഴും, ഭഗവാൻ എന്തിന് ഈ പട്ടണം വിട്ട് ആ ഗ്രാമത്തിൽ അതോ ആ കാട്ടിൽ പോയത് എന്താ എന്ന് ആലോചിക്കാറുണ്ട്. കാരണം സൗകര്യം കാട്ടിൽ കുറവല്ലേ, പട്ടണത്തിലാണെന്ന് നല്ല സൗകര്യമുണ്ട്. ഇപ്പം മനസ്സിലായി. നിങ്ങളെപ്പോലുള്ള നിഷ്കളങ്കരായിട്ടുള്ള അച്ഛനും അമ്മയും വേണമെന്ന് മോഹിച്ചായിരിക്കണം ജനിച്ച അന്ന് തന്നെ ആ ദിവസം പോലും മധുരയിൽ നിൽക്കാതെ ഭഗവാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് എന്ന് പറഞ്ഞ് അവരെ നമസ്കരിക്കുന്നു, അവരെ സമാധാനിപ്പിക്കുന്നു. ഭഗവാനെ പറ്റി പറഞ്ഞപ്പോഴേക്കും അവർക്ക് ആശ്വാസമായി. ഭഗവാൻ എന്നെ പറഞ്ഞയച്ചതാണ് നിങ്ങളുടെ കാര്യം അന്വേഷിക്കാൻ, ഭഗവാൻ മറന്നിട്ടൊന്നുമില്ല കേട്ടോ കൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ആശ്വാസമായി. ആർക്ക്? ആ നന്ദഗോപർക്ക്. നല്ല ഭക്ഷണമൊക്കെ കൊടുത്തു. അന്ന് രാത്രി വർത്തമാനമൊക്കെ പറഞ്ഞ് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റു, അതും ഗോപികമാരുടെ നാമജപം കേട്ടിട്ട്. ഉദ്ധവർക്കുണ്ടായ സന്തോഷം. 2 ദിവസം ഞാൻ അവിടെ നിൽക്കുള്ളൂ കേട്ടോ കൃഷ്ണ എന്ന് പറഞ്ഞ ഉദ്ധവൻ 3 മാസമാണ് പരീക്ഷത്തെ. എവിടെ? ഭഗവാനെ വിട്ട് വൃന്ദാവനത്തിൽ എന്ന് പറഞ്ഞാൽ ഭഗവാനെ വിട്ട് നിൽക്കാൻ തോന്നണില്ല. അവിടെ ഗോപികമാരുടെ കൂടെ നിൽക്കുക പറഞ്ഞാൽ ഭഗവാന്റെ കൂടെ നിൽക്കണം, അതേ അനുഭവം. അവരിലൊക്കെ ആരുണ്ട്? ഭഗവാനുണ്ട്. ഗോപികമാരുടെ നാമജപം കേട്ട് ഉദ്ധവർ ഉണരുന്നു. അദ്ദേഹം കുളി ജപമൊക്കെ കഴിഞ്ഞ് ഉടുത്തൊരുങ്ങി പുറത്തേക്ക് ഇറങ്ങിയതും ഗോപികമാരുണ്ട് നന്ദഗൃഹത്തിൻ്റെ മുന്നിൽ. അവരവരുടെ പ്രഭാത കൃത്യങ്ങൾ കഴിഞ്ഞാൽ ഭഗവാൻ എത്തിയോ എന്നാണ് ആദ്യം നോക്കുക. എല്ലാ ദിവസവും വരാറുണ്ട്, ഭഗവാനെ കാണാതെ വിഷമിച്ച് പോവും. ഇന്ന് അവർ വന്ന് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇറങ്ങി വന്നു ആര്? ഉദ്ധവർ. പെട്ടെന്നൊരു നിമിഷം അവർ ഭഗവാനാണെന്ന് ശങ്കിച്ച് അടുത്തേക്ക് ഓടിച്ചെന്നു. നമ്മുടെ കൃഷ്ണൻ വന്നു എന്നും പറഞ്ഞ് അടുത്തത് നോക്കിയപ്പോഴാണ് ശ്രീവത്സമൊന്നുമില്ല. ഇത് കൃഷ്ണനല്ലേ? താനാരടോ? അല്ലെ ഞങ്ങളുടെ കൃഷ്ണൻ്റെ വേഷം കെട്ടി നടക്കണ താനാരാ എന്നവർ ചോദിച്ചു. ഉദ്ധവർ പറഞ്ഞു, ഞാൻ ഭഗവാന്റെ കൂട്ടുകാരനാണ്. അതവർക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഭഗവാന്റെ കൂട്ടുകാരൻ. അപ്പം ഞങ്ങളല്ലേ ഭഗവാന്റെ കൂട്ടുകാരിമാർ? താനാണ്. താനൊക്കെ ഇപ്പോഴല്ലേ ആയത്? ഞങ്ങൾ എത്ര കാലമായി? ഭഗവാൻ പണ്ട് വടിയായിരുന്നു, വടിയില്ലായിരുന്നോ? അതാണ് അവരുടെ ഉള്ള ഭാവം. മതി. ഭഗവാന്റെ കൂട്ടുകാരനാണെങ്കിൽ കൂട്ടുകാരനും ആ സ്വഭാവം ഉണ്ടാവുമല്ലോ. കൃഷ്ണൻ്റെ സ്വഭാവം എന്താ? വഞ്ചിക്കുക. അതാണ് സ്വഭാവം. തേൻ കുടിച്ചു കഴിഞ്ഞാൽ വണ്ട് പൂവിനെ മറക്കും. തനിക്ക് തേൻ തന്ന സാധനം ഒന്നും ആലോചിക്കില്ല. അത് വേറെ പുഷ്പം നോക്കി അങ്ങോട്ട് പോകും. ഇതുപോലെ കൃഷ്ണനും ഇവിടെ നിന്ന് നമ്മളെ വഞ്ചിച്ചപ്പോൾ ഇവിടം വിട്ടു പോയില്ലേ?
അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്കൊരു വണ്ട് വന്നു. മധുപ കിതവബന്ധോ. ആ വണ്ടിനെ നോക്കി ഇവർ പറയാണ്, നീ ആ കള്ളൻ്റെ കൂട്ടുകാരനല്ലേ? മാസ് പ്രശാഘ്രിം സപത്ന്യാഹ കുചവിലുളിതമാലാ കുങ്കുമശ്മശ്രുഭിർനഃ വഹതു മധുപതിസ്തന്മാനിനീനാം പ്രസാദം യതു സതസി വിഡംബ്യം യസ്യ ദൂതഃ ത്വമീദൃക്. എന്നാണ് ഭ്രമരഗീതം. മധുബ എന്ന് പറഞ്ഞ വണ്ടയെ, നീ വരുന്നത് ഇപ്പം അവിടെ ഭഗവാന്റെ കൂട്ടത്തിൽ അവിടെ കൂടെ കുറേ പേരുണ്ടാവും, പട്ടണത്തിലുള്ള സ്ത്രീകൾ. അവരുടെ കഴുത്തിലുള്ള മാലയിൽ നിന്ന് പൂമ്പൊടി മീശയിൽ നിൻ്റെ മീശയമ്പലുണ്ട്. എന്നിട്ട് ഞങ്ങളെ വന്ന് തൊട്ട് അശുദ്ധാക്കല്ലേ, ഞങ്ങൾ കുറച്ച് ശുദ്ധമൊക്കെ ഉള്ള സമ്പ്രദായ, ഞങ്ങളെ തൊട്ട് നീ അശുദ്ധാക്കണ്ട എന്ന് ആരോടാ പറയണത്? വണ്ടിനോടാണോ? അല്ല, പറയണത് ഉദ്ധവനോടാണ്. ഉദ്ധവരോട് അങ്ങനെ സംസാരിക്കാൻ അവർക്ക് മടിയുണ്ട്. കാരണം ഇന്ന് വരെ കാണാത്ത ഒരാളെ പെട്ടെന്ന് കാണുമ്പോൾ ആ പുരുഷനോട് കുറേ അധികം സംസാരിക്കുന്നത് അതങ്ങനെ കുലസ്ത്രീകൾക്ക് ചേർന്നതല്ല. അപ്പം അതുകൊണ്ട് അവർ ആ വണ്ടിനെ വെച്ചും കൊണ്ട് സംസാരിക്കുന്നത് ആരോടാണ്? ഉദ്ധവരോടാണ്. ഉദ്ധവർക്കത് മനസ്സിലാക്കാൻ പറ്റും. അവർ പല കോഡ് ഭാഷയാണ് പറയണതൊക്കെ, പക്ഷെ അതിനൊക്കെ റീഡ് ചെയ്യാനുള്ള കഴിവാർക്കുണ്ട്. അത് ഉദ്ധവർക്കേ ഉള്ളൂ. അതുകൊണ്ട് ഉദ്ധവരെ വിട്ടത്, അല്ലെ വേറെ എത്ര പേര് അവിടെ ഉണ്ട്? ഈ ഗോപികമാർ പറയണതിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ അതാർക്കേ സാധിക്കുള്ളൂ? അത് ബൃഹസ്പതിയുടെ കയ്യിൽ നിന്ന് ശാസ്ത്രം പഠിച്ച ആൾക്കേ സാധിക്കുള്ളൂ. അതിനാണ് ആര് ശാസ്ത്രം പഠിച്ചത്? എന്തിനാണ് ഉദ്ധവൻ ബൃഹസ്പതി എടുത്ത് പോയിട്ട് പഠിച്ചത്? ഗോപസ്ത്രീകളുടെ ഭ്രമരഗീതം മനസ്സിലാക്കാൻ. അതിനു വേണ്ടിയാണ്. ഉദ്ധവർക്ക് അവർ പറയണത് എന്താ മനസ്സിൽ, നമുക്കിപ്പോഴും വായിച്ചത് എന്താ പറയണത് മനസ്സിലാവില്ല. ഇവരെന്താ ഇങ്ങനെ പറയണു? ഭഗവാനെ കുറ്റം പറയുകയാണല്ലോ. മൃഗയുരീവ കപീന്ദ്രം വിവ്യധേയലുബ്ധധർമ്മ. ആ കൃഷ്ണൻ്റെ ഏർപ്പാടെന്താ? കൃഷ്ണൻ നിൽക്കട്ടെ, വിഷ്ണുവിൻ്റെ ഏർപ്പാടെന്താ? വിഷ്ണുവിൻ്റെ അവതാരമാണല്ലോ കൃഷ്ണൻ. വിഷ്ണു പണ്ട് രാമനായിട്ട് അവതരിച്ചിട്ട് എന്താ ചെയ്തത്? മൃഗയുരീവ കപീന്ദ്രം വിവ്യധേയലുബ്ധധർമ്മ. കല്യാണം കഴിച്ചാൽ ഭാര്യയെ നോക്കണ്ടേ? ഇത് നോക്കാതെ മാനിൻ്റെയും മുയലിൻ്റെയും പിന്നാലെ പോയി. എന്നിട്ടെന്താ? രാവണൻ കട്ടുകൊണ്ടുപോയി. രാവണൻ കട്ടുകൊണ്ടുപോയതിന് ആരെയും കുറ്റം പറയേണ്ടത്? കല്യാണം കഴിച്ചാൽ നോക്കണ്ടേ? അതും സ്വർണ്ണമാനം ഉണ്ടാവും. നമുക്കറിയില്ലേ സ്വർണ്ണമാനില്ലാന്ന്. എന്നിട്ടും ഈ രാമൻ അങ്ങനെ തോന്നിയിച്ചാൽ. എന്നിട്ട് രാവണൻ കട്ടുകൊണ്ടുപോയപ്പം രാവണനെ കൊല്ലുക കാണിച്ചാൽ അതൊരു ന്യായമുണ്ട്. ആ കേസിലൊന്നും പ്രതിയല്ലാത്ത ഒരു കുരങ്ങനെ, മിണ്ടാപ്രാണി, അതിനെ ഒളിഞ്ഞു നിന്ന് അമ്പ ചെയ്ത് കൊന്നു. നേർക്ക് നേരെ കാണിച്ചാൽ അതിലൊരു മൃഗയുരിവ കപീന്ദ്രം വിവ്യധേയലുബ്ധധർമ്മ സ്ത്രീയമകൃത വിരൂപ സ്ത്രീജിതക്കാമയാനാം. സ്ത്രീയമകൃത വിരൂപാം. പണ്ടൊരു സ്ത്രീ ശൂർപ്പണഖ വന്ന് പറഞ്ഞില്ലേ, വിവാഹം പ്രണയാഭ്യർത്ഥന നടത്തി. വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞാൽ പറ്റില്ല പറഞ്ഞാൽ മതി. ഇത് പറ്റില്ല എന്ന് പറയല്ല, അവളെ വേറെ ആരും വിവാഹം കഴിക്കില്ല, ആ പാകത്തിനാക്കി വിട്ടില്ല. ഇതല്ലേ ആ രാമൻ്റെ ഏർപ്പാട്? ചേട്ടൻ ന്യായീകരിക്കും, ക്ഷത്രിയന്മാരാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. ശരി, ഇയാൾ ബ്രാഹ്മണനായല്ലോ. ബലിമ ബിബലിമത്വാവേഷ്ടയധ്വാംശവദ്യ. വാമനനായിട്ട് വന്നു, കശ്യപൻ്റെയും അതിഥിയുടെയും മകനായിട്ട്. സാത്വികനാണ്, വളരെ മാന്യൻ എന്ന് കരുതി. പാപം ബലി എന്താ വെച്ചാൽ ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അയാളെ തന്നെ പിടിച്ച് വിടുമെന്ന് വിചാരിച്ചില്ല. അതല്ലേ ഉണ്ടായത്. പേര് പോലെയാക്കി. ആരെ? ബലിയെ. അയാളെ പേരെന്നെ ബലി എന്നാണ്, അയാളെ തന്നെ ബലിയാക്കിയില്ലേ. ബലിമ ബിബലിമത്വാവേഷ്ടയധ്വാംശവദ്യ തദലം മതി അസിദ്ധ സഖ്യൈ. ആ കള്ളനായിട്ടുള്ള സഖ്യം ഞങ്ങൾ നിർത്തി. ഇനി ആ കള്ളനായിട്ടുള്ള കൂട്ട് ഇല്ല. കാരണം അവനായിട്ടുള്ള കൂട്ടുണ്ടായ എന്താ കുഴപ്പം ചോദിച്ചാൽ അത് വശീകരിക്കും. യതനുചരിത ലീലാകർണപീയൂഷ വിപ്രുട് എന്നാണ്. അങ്ങനെ പ്രശ്നമുണ്ട്. അതൊരു ലഹരിയാണ്, അതിനടിമപ്പെട്ടു പോകും. ഭഗവാന്റെ കഥകൾ കേട്ട് കഴിഞ്ഞാൽ എന്താ കുഴപ്പം ചോദിച്ചാൽ, കേട്ടാൽ പിന്നെ വേറൊന്നും കേൾക്കാൻ അന്യത്ര സ്യാത് രതിക്വചിത്. വേറൊരു വാർത്തയും ഇഷ്ടമല്ലാതെയാവും. അത് വലിയ കുഴപ്പമാണ്. കാരണം ലോകത്ത് ജീവിക്കുമ്പോൾ പരദൂഷണമൊക്കെ പറയുമ്പോൾ നമ്മൾ മൂളി കേട്ടില്ലെങ്കിൽ പിന്നെ ആരും ഒന്നിനും വിളിക്കില്ല. അയാളൊന്നും കല്യാണത്തിന് വിളിക്കാൻ വയ്യേ എന്ന് പറയും. അപ്പം അങ്ങനെ ലോകത്തിൽ വ്യവഹരിക്കണം എന്നുള്ളവരെ സംബന്ധിച്ച് അത് വലിയ പ്രയാസമായി മാറും. പരദൂഷണം പറയുമ്പോൾ ഉറങ്ങി അങ്ങനെ ഉണ്ടാവും. എന്തോ കുറ്റം പറയും നമ്മളിങ്ങനെ. എന്താ പറഞ്ഞത്? അവരെന്താ പറയും, ഇങ്ങനെയുണ്ടോ മനുഷ്യൻ? അതല്ല, ഭാഗവതം കേട്ട് ഉറങ്ങുന്നത് ആർക്കൊരു കുറ്റമായിട്ട് ഇന്ന് വരെ തോന്നിയില്ല. നല്ല കാര്യം, അങ്ങനെയല്ലേ? ഈ കഥ കേട്ട എന്താ കുഴപ്പം ചോദിച്ചാൽ, യതനുചരിത ലീലാകർണപീയൂഷ വിപ്രുത്സകൃതന വിധൂത ദ്വന്ദ്വധർമാ സപതി ഗൃഹകുടുംബം ദീനമുത്സൃജ്യ ദീനാ ബഹവൈഹ വിഹംഗാ
ഭിക്ഷുചര്യാം ചരന്തി. ഈ കഥ കേട്ട് കഴിഞ്ഞാൽ ആദ്യം ഒരു രസം തോന്നില്ല. അതേത് ലഹരി അങ്ങനെയാണെന്ന് കേട്ടിട്ടുണ്ട്, നമുക്ക് ഇഷ്ടമല്ലേ. ആദ്യമൊന്നും 10-12 പ്രാവശ്യം കുടിച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴേ ഇതുമായിട്ടൊരു താതാത്മ്യം ഉണ്ടാവുള്ളൂ. ഭാഗവതം അങ്ങനെയാണ്. ആദ്യം കേട്ടു എന്താ ഇപ്പം പറയാം, വെറുതെ അങ്ങനെ 7 ദിവസം സമ്മതിക്കണം. 7 ദിവസമൊക്കെ കുറേ നേരം അങ്ങനെ പറയുക, വേഗം അങ്ങനെ വായിക്കുക, എന്താ ഇപ്പം തൊണ്ട് കിട്ടാൻ ഒന്നും മനസ്സിലാവില്ല. ആദ്യമൊക്കെ ചവർപ്പുണ്ടാവുക, ആകെ ഒരു പുളി, ആകെ ഒരു പ്രയാസമൊക്കെ ഉണ്ടാവും. കുറച്ചങ്ങോട്ട് കഴിഞ്ഞാലോ ഒരു 10 സപ്താഹം കേൾക്കും. പിന്നെ എവിടെ സപ്താഹം. പിന്നെ ആ സപ്താഹം കേൾക്കാൻ വേണ്ടി എന്തും ചെയ്യും, എന്ത് കളവും പറയാം. ഓഫീസിലൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് ലീവ് എടുത്തത്, അങ്ങനെയൊക്കെ ഉണ്ട് ചിലർ. എന്തൊക്കെയോ അങ്ങനെ തരാക്കി തിരുമേനി എന്നൊക്കെ പറഞ്ഞു വരും. യതനുചരിത ലീലാകർണ പീയൂഷ വിപ്രുട് സകൃതന വിദൂത ദ്വന്ദ്വധർമാ വിനഷ്ടാഹ സപതി ഗൃഹ കുടുംബം. കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ എല്ലാം മറക്കും. നല്ല കാര്യമാണ്. മറക്കുക പറഞ്ഞാൽ വിഷമുള്ളതൊക്കെ മറന്നാൽ നല്ല കാര്യമല്ലേ. നമുക്കിപ്പോൾ തിരിച്ചാ, നല്ലതൊക്കെ നമ്മൾ മറന്നു, മോശമൊക്കെ നല്ല ഓർമ്മ ഉണ്ട്, ഒന്നും വിട്ടിട്ടില്ല. അതാ ബുദ്ധിമുട്ട്. ഇത് എല്ലാം അങ്ങോട്ട് മറക്കുകയാണ്. ദ്വന്ദ്വധർമാ വിനഷ്ട സപതി ഗൃഹ കുടുംബം ദീനമുത്സൃജ്യ ദീനാ ബഹവ ഇഹ വിഹംഗാഹ ഭിക്ഷുചര്യാം ചരന്തി. 16,708 കല്യാണം കഴിച്ച കൃഷ്ണൻ്റെ കഥ കേട്ടിട്ട് ഉള്ളൊരു ഭാര്യയും കുട്ടിയെ തന്നെ ഒഴിവാക്കി വൃന്ദാവനത്തിലേക്കോ കാശിക്കോ ബദരിക്കോ ഹരിദ്വാറിലേക്കൊക്കെ പോവുകയാണ് ആളുകൾ. അതാണ് ഈ കൃഷ്ണകഥയുടെ പ്രത്യേകത. കേൾക്കുമ്പോൾ വിരക്തി ഉണ്ടാവും. ലൗകികമായിട്ടുള്ള വിഷയങ്ങളോടൊന്നും പിന്നെ താല്പര്യം ഉണ്ടാവില്ല, ഒന്നും തന്നെ ബാധിക്കില്ല. അങ്ങനെ ഭിക്ഷുചര്യാം ചരന്തി. അങ്ങനെ കഥ കേൾക്കുന്നവരൊക്കെ ഭിക്ഷക്കാരായിട്ട് മാറും. കയ്യിലുള്ളതൊക്കെ ഇല്ലാണ്ടാവും എന്നർത്ഥം എന്നാണ് കേട്ടാൽ തോന്നുന്നത്. എന്നാൽ അത് മനസ്സിലാക്കാനുള്ള കഴിവാർക്കുണ്ട്, ഉദ്ധവർക്കുണ്ട്. ഉദ്ധവർക്ക് മനസ്സിലായി. അവർ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ അതാ വേണ്ടത്. അവരൊക്കെ പരമഹംസന്മാരായിട്ട് മാറുന്നു. ഭഗവാനെ മാത്രം മതി എന്നുള്ള മട്ടിൽ എല്ലാം വിട്ട് ആനന്ദമായിട്ട് സഞ്ചരിക്കുന്നു. ഉദ്ധവ, അങ്ങ് ആ കൃഷ്ണൻ്റെ കഥ പറയൂ. ഞങ്ങളുടെ ഭാഷ എങ്ങനെയാണ്? ഞങ്ങൾക്കുള്ളിൽ സ്നേഹമുണ്ടെങ്കിലും പുറമേക്ക് പറഞ്ഞു വരുമ്പോൾ ചീത്ത പറയാനേ ഞങ്ങൾക്ക് അറിയുള്ളൂ. അതുകൊണ്ട് ഞങ്ങളെപ്പറ്റി ആ കൃഷ്ണൻ പറയാറുണ്ടോ? ഇനി തമാശയ്ക്കെങ്കിലും അവിടെ ഉണ്ട് കുറച്ച് വിവരമില്ലാത്ത പെണ്ണുങ്ങൾ വൃന്ദാവനത്തിലെ എന്നുള്ള മട്ടിലെങ്കിലും, വലിയ ബഹുമാനമൊന്നും ഇല്ലെങ്കിൽ പരിഹസിക്കാനാണെങ്കിലും ഞങ്ങളെപ്പറ്റി പരാമർശിക്കാറുണ്ടോ കൃഷ്ണൻ എന്ന് ചോദിച്ചപ്പോൾ ഉദ്ധവർ പറഞ്ഞു, അങ്ങനെ പറയരുതേ. ഭഗവാൻ നിങ്ങളെപ്പറ്റി പറയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കും. ആരെപ്പറ്റി പറയുമ്പോൾ? ഗോപികമാരെന്ന് പറഞ്ഞാൽ. കാരണം അവരെ അങ്ങനെ അങ്ങോട്ട് പറയാൻ വയ്യ. അത്രയ്ക്ക് ബഹുമാനമാണ് ആർക്ക്? ഭഗവാന്. ഞാൻ എന്ത് ചെയ്യുമ്പോഴും നല്ലൊരു പട്ട് ഭഗവാന് കൊടുത്താൽ പറയും ഗോപികമാരും ഇങ്ങനെയാണ്, നല്ലത് എന്ത് കിട്ടിയാൽ എനിക്ക് കൊണ്ടുതരും. ഒരു പൂവ് ഭഗവാന് കൊടുത്താൽ പറയും ഗോപികമാരും ഇങ്ങനെയാണ് ഉദ്ധവ. പൂവ് കണ്ട അങ്ങനെ അങ്ങനെ കൊണ്ടുതരുമ്പോൾ എനിക്ക് ആ ഗോപികമാരെ ഓർമ്മ വരിക. ഉദ്ധവരെ പേര് പറയില്ല. ഉദ്ധവർ എന്ത് ചെയ്താലും ക്രെഡിറ്റ് ആർക്കാ? ഭഗവാൻ. ഉദ്ധവരല്ലേ ചിന്തിക്കുക, ഗോപിക എങ്ങനെയാണ്, രാധ എങ്ങനെയാണ്, ഇങ്ങനെ നിങ്ങളെപ്പറ്റി മാത്രമേ ആ ഭഗവാൻ പറയാറുള്ളൂ എന്ന് കേട്ടപ്പോഴേയും പരീക്ഷത്തെ അവരുടെ വിഷമമൊക്കെ തീർന്നു. അവർ കണ്ണീര് തുടച്ചു, അവർ പുഞ്ചിരിച്ചു. മതി, ഭഗവാൻ ഹൃദയത്തിലൊരു സ്ഥാനമുണ്ടല്ലോ. പിന്നെ എവിടെ ഇരുന്നാലും എന്താ, നമ്മളെ ഭഗവാൻ മറന്നില്ലല്ലോ. അത്രേ ആവശ്യമുള്ളൂ. പിന്നെ അവരെ അങ്ങോട്ട് പഠിപ്പിക്കുകയുണ്ടായത് ആർക്ക്? ഉദ്ധവർക്ക്. ഉദ്ധവരെ, അങ്ങ് ഭഗവാൻ എവിടുന്ന കാളിയെന്ന് നർത്തനം ചെയ്തത് നിശ്ചണ്ടോ? കേട്ടിട്ടല്ലേ ഉള്ളൂ? കേട്ടിട്ടേ ഉള്ളൂ. എന്നാൽ കാണിച്ചരാതെ ഇവിടുന്നാന്ന് പറഞ്ഞാൽ അവർ കൊണ്ടുപോയി കാളിന്തി നദി കാണിച്ചു കൊടുത്തു. ഗോവർദ്ധന പർവ്വതം അങ്ങ് കേട്ടിട്ടല്ലേ ഉള്ളൂ? ഇതാ കണ്ടോളൂ, ഇതാണ് ഗോവർദ്ധന പർവ്വതം, ഇതാണ് ഞങ്ങളുടെ കൃഷ്ണൻ. 7 ദിവസം പാവം ഊണും കൂടിയും കഴിച്ചില്ല, വെള്ളം കുടിച്ചില്ല. 7 ദിവസം സപ്താഹം നാചലത് പദാത്, കാലൊന്നും മാറ്റി വെച്ചില്ല, അങ്ങനെ എടുത്തു നിന്നു എന്നൊക്കെ അവരങ്ങനെ പറയുമ്പോൾ ഉദ്ധവരങ്ങനെ നോക്കുകയാണ്. അവർ പറയുമ്പോൾ അവരുടെ ഭാവം, അവരുടെ കണ്ണിൻ്റെ തിളക്കം, അവരനുഭവിക്കുന്ന ആനന്ദം ഉദ്ധവർക്ക് തോന്നുകയാണ് താൻ എന്തൊക്കെ ചെയ്തു, ഇതുപോലൊന്നും അനുഭവിക്കാൻ തനിക്ക് പറ്റിയിട്ടില്ലല്ലോ. പറയുമ്പോൾ കൃഷ്ണൻ്റെ കൂടെ ഇരുന്നു, എന്നിട്ടും ഈ ഒരു ഭക്തി തനിക്കില്ലല്ലോ എന്ന് ഉദ്ധവർക്ക് തോന്നുക. ഭാഗവത് പറഞ്ഞിട്ടൊന്നുമില്ലേ? ഉദ്ധവർക്ക് അങ്ങനെ തോന്നി. അല്ലെങ്കിൽ ഉദ്ധവർ നമസ്കരിക്കില്ലല്ലോ. ഉദ്ധവരാലോചിക്കുകയാണ്, താൻ പറയുമ്പോൾ ഒരു പുരുഷൻ, ഇവർ സ്ത്രീകളാണ്, ഇവർക്ക് വലിയ പഠിപ്പൊന്നുമില്ല, താനാണെങ്കിൽ ക്യാമ്പസ് സെലക്ഷൻ, അവിടെ പോയി പഠിച്ചു വന്നു, എന്തെല്ലാം കഴിഞ്ഞു. അതും മന്ത്രിയാണ്, വലിയ മുന്തിയ ക്ഷത്രിയൻ. പക്ഷേ ഈ സ്ത്രീകളെ കാണുമ്പം തനിക്ക് തോന്നുക താൻ ഒന്നുമില്ല, ശൂന്യം, പൂജ്യം. എന്നാൽ ഇവരോ പൂർണ്ണാർത്ഥാഹ, ഇവരെല്ലാം തികഞ്ഞവരാ.
അതുകൊണ്ട് തനിക്കും എല്ലാം തികയണമെങ്കിൽ എല്ലാം തികഞ്ഞവരുടെ കാൽക്കൽ വീണ് നമസ്കരിച്ചാൽ അവിടെ നിന്ന് അങ്ങോട്ട് ഒഴുകും, താഴ്ന്ന ദിക്കിലേക്കല്ലേ ഒഴുകുക. അപ്പം അവരുടെ ഭക്തി തന്നിലേക്ക് എത്തണമെങ്കിൽ താനൊന്ന് താഴ്ന്നാൽ സാധിക്കില്ലേ എന്നൊരു തോന്നൽ. ആരും ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഉദ്ധവർ ഗോപസ്ത്രീകളോട് പറഞ്ഞു, നിങ്ങളൊന്ന് കൂടി നിൽക്കുമോ ഒരുമിച്ച്. എന്തിനാ അത്? ഇല്ല, പേടിക്കണ്ട, ഉപദ്രവിക്കാനൊന്നുമല്ല, ഞാൻ ഒന്ന് പ്രദക്ഷിണം വെച്ച് നമസ്കരിക്കും, അത്രയേ ഉള്ളൂ. പേടിക്കണ്ട, നിങ്ങളെ തൊട്ട് ഞാൻ അശുദ്ധാക്കില്ല, കാരണം അത്രയ്ക്ക് പുണ്യം എനിക്കില്ല, നിങ്ങളുടെ പാദം തൊടാൻ മാത്രമുള്ള പുണ്യം എനിക്കില്ല എന്ന് പറഞ്ഞ ഉദ്ധവർ ആ ഗോപസ്ത്രീകളെ നിർത്തി ചുറ്റും പ്രദക്ഷിണം വെച്ച് വന്ദേ നന്ദവ്രജ സ്ത്രീണാം പാദരേണുമഭീക്ഷ്ണശ. പാദരേണും, രേണു എന്ന് പറഞ്ഞാൽ പൊടി, രേണവഹ എന്ന് പറഞ്ഞാൽ പൊടികൾ എന്നർത്ഥം. പാദരേണു എന്ന് പറഞ്ഞാൽ പൊടികൾക്കുമല്ല, ഒരു പൊടിക്ക്. പാദരേണും അഭീക്ഷ്ണശ, എല്ലാ പൊടികളെ നമസ്കരിക്കാൻ മാത്രമുള്ള പുണ്യം എനിക്കില്ല, ഒരു പൊടി അത് ഞാനൊന്ന് ശിരസിൽ വെക്കട്ടെ, നിങ്ങളുടെ പാദത്തിലുള്ള ധൂളി ഒരു പൊടി ഞാനൊന്ന് ശിരസിൽ വെച്ചോട്ടെ, കാരണം അങ്ങനെയാണെങ്കിൽ എൻ്റെ ഹൃദയം ശുദ്ധാവും. വന്ദേ നന്ദവ്രജ സ്ത്രീണാം പാദരേണുമഭീക്ഷ്ണശ യാസാം ഹരികഥോദ്ഗീതം പുനാതി ഭുവനത്രയം. ഭക്തി ഉണ്ടാവണമെങ്കിൽ, ഈ കേട്ട കഥകളൊക്കെ ഉൾക്കൊള്ളാൻ സാധിക്കണമെങ്കിൽ സജ്ജനങ്ങളുടെ പാദധൂളി ശിരസിൽ ധരിച്ചാലേ സാധിക്കുള്ളൂ, അപ്പോഴേ ഭാവം ഉണ്ടാവുള്ളൂ. അതാണ് ഇപ്പോൾ ഈ കഥയുടെ ഒരു താല്പര്യം. തൊഴുത് ആ ഗോപസ്ത്രീകളെ നമസ്കരിക്കുന്നു. അവർ കൊടുത്ത സമ്മാനമൊക്കെ ആയിട്ട് ഭഗവാന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു. ഭഗവാൻ ചോദിച്ചു, എന്താ ഉദ്ധവരെ എൻ്റെ ഗോപികമാരെ പറ്റി തൻ്റെ അഭിപ്രായം? ഏവം ഭക്തി സകല ഭുവനേ നേക്ഷിത നശ്രുതാവാ. ഇങ്ങനൊരു ഭക്തി ഭഗവാനെ അടിയൻ എവിടെയും കണ്ടിട്ടില്ല. പല ദിക്കിലും പോയിട്ടുണ്ട്, പല ഭക്തന്മാരെയും കണ്ടിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെയൊരു ഭക്തി ഇല്ല, എവിടെയും കണ്ടിട്ടില്ല. ഒരിക്കലും കൂടി ഞാൻ ഒന്നും കൂടി ആ ഗോപികമാരെ നമസ്കരിക്കുക എന്നും പറഞ്ഞ് ഭഗവാനൊരു നമസ്കാരം. രണ്ടും വേറെയല്ല, ഗോപികമാരിലും ഭഗവാൻ, ഭഗവാനിലും ഗോപികമാർ. അങ്ങനെ ഭഗവാൻ ഒന്നുകൂടി നമസ്കരിക്കുന്നു. അങ്ങനെ ആ ഗോപികമാരുടെ ഭക്തി എടുത്തു പറഞ്ഞുകൊണ്ടാണ് പൂർവാർദ്ധം സമർപ്പിക്കുന്നത്. പിന്നെ ഉത്തരാർദ്ധം ആരംഭിക്കുകയാണ്. അതിലാണ് അസ്ഥി പ്രാപ്തി. അസ്ഥി പറഞ്ഞാൽ ഉണ്ട്, പ്രാപ്തി പറഞ്ഞാൽ വേണം. ഇതൊക്കെയാണ് അർത്ഥം. ഉള്ളതൊന്നും പോരാ, ഇനിയും വേണം എന്നുള്ള വിചാരം ആർക്കുണ്ടോ അവൻ കംസൻ. കംസന് ബന്ധം ജരാസന്ധനുമായി. ഉള്ളതൊന്നും പോരാ, ഇനിയും വേണമെന്നുള്ള വിചാരം ഉണ്ടെങ്കിൽ അയാൾക്കാണ് ശരീരത്തിനോട് അഭിമാനം കൂടും, അയാൾക്ക് ജരയായിട്ട് ചേരേണ്ടി വരും. ജരാസന്ധൻ്റെ മക്കളാണ് അസ്ഥിയും പ്രാപ്തിയും. കംസൻ്റെ ഭാര്യമാരുടെ അച്ഛൻ. അദ്ദേഹത്തിന് കൃഷ്ണനോട് വൈരം വർദ്ധിച്ചു. അങ്ങനെ പല തരത്തിൽ അക്ഷൗഹിണിപ്പടകളുമായിട്ട് യുദ്ധത്തിന് വന്നു. എല്ലാവരെയും കൊന്ന ജരാസന്ധനെ വെറുതെ വിടും. എന്താ ഗുണം വെച്ചാൽ ഇദ്ദേഹം ദുഷ്ടന്മാരെ ശേഖരിച്ചു കൊണ്ടുവരും. കൃഷ്ണനും രാമനും ഒരു ഭാഗത്തിരുന്ന് ഇങ്ങനെ വധിച്ചാൽ മതി, ഓടി നടക്കണ്ടല്ലോ. മറ്റേ ദുഷ്ടന്മാരെ തപ്പി നടക്കണം. ഇത് പിന്നെ ദുഷ്ടന്മാരെ എല്ലാം ലോറി കയറ്റി കൊണ്ടുവന്ന് മണലിറക്കും പോലെ അങ്ങനെ ജരാസന്ധനെ ഇറക്കി കൊടുക്കും. കൃഷ്ണൻ അവിടെ ഇരുന്ന് അങ്ങനെ എളുപ്പമുണ്ട്. മറ്റേത് നമുക്ക് ദുഷ്ടന്മാരെ കണ്ടാൽ തിരിച്ചറിയാൻ ആർക്കേ പറ്റുള്ളൂ? മൂക്കുപൊടി വലിക്കുന്ന ആളെ തിരിച്ചറിയാൻ ആർക്കേ പറ്റുള്ളൂ? മൂക്കുപൊടി വലിക്കുന്ന ആൾക്ക് പെട്ടെന്ന് കിട്ടി, ആളെ കിട്ടിയെന്നാണ്. അല്ലാതെ മനസ്സിലാവില്ല. അപ്പോൾ ദുർജനങ്ങളെ മനസ്സിലാക്കാൻ ദുർജനങ്ങൾക്കേ പറ്റുള്ളൂ. അതുകൊണ്ട് ജരാസന്ധന് പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെ ശേഖരിച്ച് കൊണ്ടുവരും. ഭഗവാനൊരു ഭാഗത്തിരുന്ന് അങ്ങനെ വധിച്ചാൽ മതി. അതുകൊണ്ട് അദ്ദേഹത്തെ വെറുതെ വിടും. അങ്ങനെ പലതവണ വന്നു, തോറ്റു. പക്ഷേ ഉളുപ്പൊന്നും ആർക്കില്ല, തോറ്റുവെച്ച് വരാണ്ടിരിക്കൊന്നുമില്ല. അടുത്ത വർഷം വീണ്ടും. അങ്ങനെ എല്ലാ വർഷവും ആര് വരും? 17 പ്രാവശ്യം വന്നു. എന്നാൽ നിർത്തിക്കൂടെ ഇല്ല. 18ാമതും ദുഷ്ടൻ. അവസാനം കലണ്ടറിലൊക്കെ വന്നു ജരാസന്ധൻ യുദ്ധത്തിന് പോകുന്ന ദിവസം, തോറ്റു വരേണ്ട ദിവസം എന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നു തുടങ്ങി. അദ്ദേഹം ചെന്നു. ആ സമയത്ത് യവനനും ഉണ്ട് കൂടെ. യവനൻ നാരദർ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് ഭഗവാനെ പറ്റി. സദ്ബുദ്ധിയാണെങ്കിൽ തിരക്കടില്ലായിരുന്നു, ഭഗവാൻ അനുഗ്രഹിക്കും. നല്ല ബുദ്ധിയല്ല. തൻ്റെ കൈ കൊണ്ട് മരിച്ച അയാൾക്ക് മുക്തി കിട്ടും. അതുകൊണ്ട് തൻ്റെ കൈ കൊണ്ട് മരിക്കാനും പാടില്ല എന്നാര് കണക്കാക്കി? ഭഗവാൻ കണക്കാക്കി. യവനനെ കണ്ടതും ഭഗവാൻ ഓടി. പിന്നാലെ ആരും പോയി? യവനനും പോയി. ഭഗവാനൊരു ഗുഹയ്ക്ക് പ്രവേശിച്ചു. അവിടെ കിടന്നുറങ്ങുന്ന ആളുടെ മേൽ തൻ്റെ ആ വസ്ത്രം കെട്ട് പുതപ്പിച്ച് ഭഗവാൻ അകത്തേക്ക് പോയി. കുറച്ചു നേരം ചുറ്റും ഓടി യവനൻ കൃഷ്ണനെ കാണാതെയായപ്പം ആ ഗുഹയ്ക്ക് പ്രവേശിച്ചു. തന്നെ പറ്റിച്ച് ഇവിടെ വന്ന് മൂടി പൊതിച്ച് കിടക്കല്ലേ എന്നും പറഞ്ഞൊരു ചവിട്ട് കൊടുത്തു. അത് മുകുന്ദനല്ല, മുചുകുന്ദന. മുകുന്ദനെന്നു കൽപ്പിച്ചു ചവിട്ടി മുചുകുന്ദനെ. മുചുകുന്ദൻ പുതപ്പ് മാറ്റി അങ്ങോട്ട് നോക്കിയതും ഭസ്മായി. ആര്? യവനൻ ഭസ്മായി. അപ്പോഴേക്കും ഭഗവാൻ ഇറങ്ങി വന്നു. ഭഗവാനെ കണ്ടപ്പം ആരാന്ന് ചോദിച്ചു? മുചുകുന്ദൻ. കാരണം എത്രയോ മുന്നുള്ള ആളാണ് മുചുകുന്ദൻ. ഭഗവാനെ പറ്റി കേട്ടിട്ടുണ്ട്, അറിയാം. ഗർഗനൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ തൻ്റെ ജന്മം സഫലാവിട്ടു. അതും കാത്തിട്ടാണ് അദ്ദേഹം അവിടെ കിടന്നുറങ്ങുന്നത്. അവിടേക്കാണ് ഇപ്പോൾ ഭഗവാൻ എത്തിയത്.
തന്നെപ്പറ്റി അങ്ങോട്ട് ഭഗവാൻ പറഞ്ഞു കൊടുത്തപ്പോൾ കാര്യം മനസ്സിലാക്കി ഭഗവാനെ കേമായിട്ട് സ്തുതിച്ചു. ലോകത്തുള്ള ആളുകളൊക്കെ ആയ കാലത്ത് അങ്ങയെ സ്മരിക്കാതെ ഭജിക്കാതെ പണത്തിൻ്റെയും പ്രശസ്തിയുടെയും പിന്നാലെ ഓടി 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 അവസാനം സ്നേഹം മാത്രം മതി എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് എല്ലാം ഉണ്ട്. എന്തില്ല? പണമുണ്ട്, ചുറ്റും ഡോക്ടർമാരുണ്ട്, മക്കളുണ്ട്, രാജാരും ഒക്കെ കേമന്മാർ. പക്ഷെ എന്തില്ല? ആർക്കും അങ്ങനെ ഒരവസ്ഥ ആണ്. അങ്ങയെ മറന്ന് ലോകവിഷയങ്ങളുടെ പിന്നാലെ പോകുന്നവർക്കുള്ള അവസ്ഥ അതല്ലേ? അതുകൊണ്ട് നിർത്തി, ഞാൻ ഈ ലോകവിഷയങ്ങളുടെ പിന്നാലെ പോണില്ല, എനിക്ക് അങ്ങയുടെ പാദമല്ലാണ്ടൊന്നും ആവശ്യമില്ല, എന്നെ അങ്ങ് രക്ഷിക്കില്ലേ എന്ന് പറഞ്ഞ് ഭഗവാന്റെ കാൽക്കൽ വീഴുന്നു. ഭഗവാൻ അനുഗ്രഹിച്ചു. അടുത്ത ജന്മത്തിൽ അങ്ങേക്ക് പൂർണ്ണമായിട്ട് എന്നെ അനുഭവിക്കാൻ പറ്റും. ഈ ജന്മത്തിൽ പ്രാരബ്ധം കുറച്ച് ബാക്കിയുണ്ട്, ഒന്നും കൂടി ജനിക്കേണ്ടി വരും. ശരി, കാത്തിരിക്കാൻ ഭക്തന്മാർ തയ്യാറാണ്. അങ്ങനെ ഒരു ജന്മം കൂടി അദ്ദേഹത്തിന് വേണ്ടി വന്നു. ഭഗവാൻ പുറത്തേക്ക് ഇറങ്ങിയതും ആ മലയുടെ ചുറ്റും തീ വെച്ചു ജരാസന്ധൻ. കൃഷ്ണനും രാമനും മരിച്ചു എന്നൊക്കെ പേപ്പറിൽ കൊടുത്തു. ഇയാളെന്നെ കൊടുത്തതാണ്. അയാളുടെ സങ്കല്പം അങ്ങനെയാണ്, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അദ്ദേഹം അങ്ങനെ ചെയ്തു. ഭഗവാൻ രാമനും കൃഷ്ണനും രാത്രിക്ക് രാത്രി തൻ്റെ പ്രജകളെ മുഴുവൻ സ്ഥലം മാറ്റി തൻ്റെ യോഗശക്തി കൊണ്ട് ദ്വാരകാപുരി നിർമ്മിച്ചു. കടലിൻ്റെ നടുക്ക് ഒരു ദ്വീപ്. അവിടേക്ക് തൻ്റെ പ്രജകളെ മുഴുവൻ സ്ഥലം മാറ്റി ഭഗവാൻ രാമനും കൃഷ്ണനും യോഗശക്തി കൊണ്ട് പറന്ന് അവിടെ എത്തി. അങ്ങനെ ആ രൈവതൻ്റെ മകള് രേവതി, ആ രേവതിയെ ബലരാമേട്ടന് വിവാഹം കഴിച്ചു. ഇപ്പോൾ കൃഷ്ണൻ്റെ വിവാഹവും കഴിച്ചിട്ടുണ്ട്, അങ്ങേക്കറിയാലോ. ആദ്യം കഴിച്ചത് രുക്മിണിയെയാണ്. പ്രധാനമായിട്ട് 8 വിവാഹം. ഇനി പറയുകയാണെങ്കിൽ 16,108. ഇനി പറയാന്ന് വെച്ചാൽ കൂട്ടട്ടോ, 1,00,000 1,00,000 തെറ്റൊന്നുമില്ല. അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ക്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഭഗവാന്റെ വിഭൂതികളല്ലാത്തതൊന്നുമില്ല. എന്തൊക്കെ ഇവിടെ കാണുന്നുണ്ടോ അതൊക്കെ ഭഗവാന്റെ വിഭൂതികളാണ്. അതാണ് പത്നിമാർ എന്ന് പറയുന്നത്. അവരുടെയൊക്കെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവൻ അത് ഭഗവാനാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ആദ്യം വിവാഹം കഴിച്ചത് രുക്മിണിയെയാണ്. ഒരു സാധക അല്ലെങ്കിൽ ഒരു സാധകൻ എങ്ങനെയാണ് ഭഗവാനെ ആശ്രയിക്കേണ്ടത്, ഭഗവാനെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതൊക്കെയാണ് ഈ ഒരു കഥ കാണിച്ചിരുന്നത്. പണ്ട് ഭീഷ്മകൻ എന്ന പേരായിട്ടൊരു രാജാവുണ്ടായിരുന്നു. അയാൾക്ക് 5 ആൺകുട്ടികളും 6ാമതൊരു പെൺകുട്ടി. ആ പെൺകുട്ടിയാണെങ്കിൽ എല്ലാത്തിലും മുന്നിലാണ് എന്ന് പറഞ്ഞാൽ മത്സരിച്ചിട്ടല്ല, നല്ല വിനയുണ്ട്. വിദ്യായ വിനയേ ചൈവ കീർത്തനേ നർത്തനേ തഥാ സൗന്ദര്യേ സദ്ഗുണേ ചൈവ രുക്മിണീ സമ. നല്ല പഠിപ്പുണ്ട്, വിനയുണ്ട്, ഭഗവാന്റെ നാമം ജപിക്കും, നല്ലോണം കീർത്തനം പാടും, ഭഗവാന്റെ കീർത്തനങ്ങൾ പാടി നൃത്തം വയ്ക്കും. ഇങ്ങനെ രുക്മിണിക്ക് സമമായിട്ട് രുക്മിണി മാത്രം. ആ രുക്മിണി സോപശ്രുത്യ മുകുന്ദസ്യ രൂപവീര്യഗുണശ്രിയ ഗൃഹാഗതൈർഗീയമാന. എന്തോ ഭാഗ്യം, ഗൃഹത്തിൽ സത്സംഗം ഉണ്ടായിരുന്നു. പക്ഷേ ഏട്ടന്മാരൊന്നും നേരെയില്ല, പക്ഷേ ഇവള് നേരെയായി. കാരണം അവർ വീട്ടിൽ നിൽക്കില്ല, അവർ കഞ്ചാവ് വിൽപ്പന. വീട്ടിൽ സജ്ജനങ്ങൾ വരുമ്പോൾ വീട്ടിൽ നിൽക്കണ്ട, അതില്ല, അവർ വേറെ വഴിക്ക്. രുക്മിണി വീട്ടിലുണ്ടാവും, സജ്ജനങ്ങൾ വീട്ടിലേക്ക് വരും. ആ ബ്രാഹ്മണരൊക്കെ അവിടെ വെച്ചിട്ട് ഭഗവത് കഥകളൊക്കെ പറയുമ്പം അതൊക്കെ ഇരുന്നാര് കേൾക്കും? രുക്മിണി അങ്ങനെ കേട്ട് 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 സോപശ്രുത്യ മുകുന്ദസ്യ, ഭഗവാന്റെ കഥകൾ ചെറുപ്പത്തിലേ കേട്ട് ഭഗവാനിൽ ഭക്തി ഉണ്ടായി എന്ന് പറഞ്ഞ അർത്ഥം. നമുക്കൊരാളെ നേരെയാക്കി എടുക്കണമെങ്കിൽ എന്ത് വേണമെന്നുള്ളതാണ് ഇപ്പം വർണ്ണിക്കുന്നത്. വീട്ടിൽ സജ്ജനങ്ങൾ വരണം, അവർ ഈശ്വര കഥകൾ പറയണം, അതാര് കേൾക്കണം? മക്കൾ കേൾക്കണം. അച്ഛനമ്മമാർ സജ്ജനങ്ങളെ വന്ദിക്കുന്നത് അവർ കണ്ടു പഠിക്കണം. നമ്മൾ കാണിക്കുന്നതാണ് അവരും കാണിക്കുക. നമ്മൾ നമസ്കരിക്കാൻ പറഞ്ഞാൽ അവർ നമസ്കരിക്കില്ല. നമ്മൾ നമസ്കരിച്ചാൽ അത്രയേ ഉള്ളൂ, നമ്മൾ നമസ്കരിക്കുക, അവരൊന്നും ചെയ്യില്ല, അത്രയേ ഉള്ളൂ. നമ്മൾ നമസ്കരിച്ചാൽ ഒന്നും പറയണ്ട, നമ്മൾ നമസ്കരിച്ച് മാറിയാൽ അവരങ്ങോട്ട് നമസ്കരിക്കും. അച്ഛനും അമ്മയും പറയണതല്ല അവർ കേൾക്കുക, ചെയ്യണതാണ് ശ്രദ്ധിക്കുക. അത് പറയേണ്ട കാര്യം നമുക്ക് തന്നെ അറിയില്ല, എന്തൊക്കെ നമ്മൾ പറഞ്ഞൊന്നും കേട്ടില്ല, ചെയ്യണതൊക്കെ അവർ ചെയ്യും. അതുകൊണ്ട് നല്ലത് അനുഷ്ഠിച്ച് കാണിച്ചു കൊടുക്കുക, അതാണ് വേണ്ടത്. അവർ പറയണതൊക്കെ എന്താ ചോദിച്ചാൽ നമ്മൾ പറയണതൊക്കെ തന്നെ അവരും പറയാം. നമ്മൾ അവരില്ല കരുതി എന്തെങ്കിലുമൊക്കെ പറയും. കുറച്ച് കഴിഞ്ഞാൽ അവർ പറയുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികളൊരു കാര്യം, ആ കുട്ടികൾ പറഞ്ഞത് ഈ അച്ഛനമ്മയും പറഞ്ഞത് തന്നെയാണ് പറയണത്. നമ്മളാരും ഇല്ലാത്തപ്പോൾ പറയും, അവരെല്ലാവരും ഉള്ളപ്പോൾ അവിടുന്ന് വിളിച്ച് പറയും, അത്രയേ ഉള്ളൂ. ഇതോടെ രുക്മിണി ചെറുപ്പത്തിലേ കേൾക്കുന്നത് ഈശ്വര കഥകളാണ്. അച്ഛനും അമ്മയൊക്കെ സൽക്കഥകൾ, ഈശ്വര കഥകൾ പറയണു. അവിടെ വരുന്ന അച്ഛൻ്റെ കൂട്ടുകാർ, അവരൊക്കെ ബ്രാഹ്മണർ, അവരൊക്കെ ഈശ്വര കഥകൾ പറയണു. സോപശ്രുത്യ മുകുന്ദസ്യ, ഈശ്വര കഥകൾ ശ്രദ്ധിച്ചവർക്ക് പിന്നെ മറ്റ് കഥകളോട് താല്പര്യം ഉണ്ടാവില്ല, മറ്റ് വിഷയങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കില്ല. പ്രധാനം ഇതാണെന്ന് അറിഞ്ഞാൽ അതിലൊരു രസം കണ്ടെത്തിയാൽ, അതിലൊരു ലഹരി വന്നാൽ പിന്നെ മറ്റുള്ളതൊന്നും
നമ്മൾ ലഹരിക്കെതിരെ പോരാടുക പറഞ്ഞിരിക്കുകയാണ്. വേറെ ലഹരി ഇല്ലാണ്ട് പറ്റില്ല. ലഹരി ഒന്നൊഴിവാക്കിയാൽ വേറെ ലഹരി വരും. നമ്മൾ എന്ത് വേണമെന്ന് പറഞ്ഞു കൊടുക്കുക. ഭാഗവത ലഹരി ആയിക്കോട്ടെ, ശിവാനന്ദ ലഹരി, നമ്മൾ ചിദാനന്ദപുരി സ്വാമി പറഞ്ഞതാണ്. എന്തൊക്കെ ലഹരി, സൗന്ദര്യ ലഹരി. ആ ഒരു ലഹരി കൊടുത്താൽ മറ്റു ലഹരിയുടെ പിന്നാലെ പോവില്ല, ഒന്നുമില്ലാണ്ടിരിക്കില്ല. ഏതെങ്കിലും ലഹരി വേണം. അതുകൊണ്ട് ഈ ലഹരി ആവട്ടെ, ഭഗവാനോടുള്ള താല്പര്യം, അതിലൊരു ആസക്തി വരട്ടെ. അങ്ങനെയാണെങ്കിൽ മറ്റു വിഷയങ്ങളോട് താല്പര്യം ഉണ്ടാവില്ല. മറ്റുള്ള ലഹരിക്കൊക്കെ കുഴപ്പമുണ്ട്, ഒക്കെ നമ്മളെ ബുദ്ധിമുട്ടിക്കും. ഏത് ലഹരിയാണെങ്കിലും കാണുന്നില്ലേ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. അതിന് ചിലവ് കുറയുണ്ട്. ഇനി കഴിച്ചാലും ബുദ്ധിഭ്രമം ഉണ്ടാവും, പലതരത്തിലും പ്രയാസങ്ങളുണ്ടാക്കും. എന്നാൽ ഇതിനും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. എല്ലാവർക്കും സമാധാനം. ഒരാൾ നേരെയായി, ആ കുടുംബം നേരെയായി ഇല്ലേ? നമ്മളെ കൊണ്ടൊക്കെ ഭാഗവതം വായിക്കുന്നവരെ കൊണ്ട് വല്ല ശല്യം ആൾക്കാർക്കുണ്ടോ? അപ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് വീട്ടുകാർക്കൊക്കെ എത്ര സമാധാനമുണ്ട്? അല്ല, സമാധാനം മറ്റത് അങ്ങനെയല്ല. മറ്റത് കുടിച്ച് വന്ന് വീട്ടിലും ബുദ്ധിമുട്ട്, പ്രശ്നം, ആകെ കടം, പ്രയാസം, അത് ഇത് ബുദ്ധിമുട്ട്, സമാധാനമില്ല. ഭാഗവതം കുടിക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമില്ല. വൈനിന് പ്രശ്നം ഉണ്ടാവും, ഡിവൈനിന് അങ്ങനെ ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ഡിവൈൻ ആവാനാണ് ശ്രമിക്കേണ്ടത്. അപശ്രുത്യ, അതാണ് ആദ്യത്തെ പടി. ഈശ്വര കഥകൾ മെല്ലെ 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 കേൾക്കുമ്പം മറ്റുള്ള ദുശ്ശീലങ്ങൾ മെല്ലെ മെല്ലെ നിർത്തില്ല, നിൽക്കുകയാണ്. ഇപ്പം നമ്മൾ നിർത്താൻ ശ്രമിക്കുകയാണ്, അത് നിൽക്കില്ല. സ്വാഭാവികമായിട്ട് എല്ലാം നിൽക്കും. അതുകൊണ്ട് ദുശ്ശീലമുള്ള ഒരു ഭാഗവതം കേൾക്കേണ്ട അങ്ങനെയൊന്നുമില്ല. ഇതാണ് ചില അങ്ങനെ പറയാം, ദുശ്ശീലമുള്ളതുകൊണ്ട് തിരുമേനി ഞാൻ ലേശം, അതുകൊണ്ട് ഞാൻ ഭാഗവതം ഒന്നും കേൾക്കാം. അങ്ങനെയല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ച് അധികം കേൾക്കണം, അതാ വേണ്ടത്. അങ്ങനെയാണെങ്കിൽ അത് പോയി പോകുമെന്നുള്ള പേടിയാണ്. അത് പേടിക്കണ്ട, അത് തന്നാലെ പോയിക്കോളും. നമ്മളായിട്ട് അങ്ങനെ ബലമായിട്ട് കളയേണ്ട കാര്യമില്ല. കുറച്ച് കഴിഞ്ഞാൽ സാവധാനം ആൾ മാറും. ഇങ്ങനെയാണ് ശുദ്ധാവ്. സോപശ്രുത്യ മുകുന്ദസ്യ, ആ ഭഗവാന്റെ കഥകൾ ചെറുപ്പം മുതലേ ഈ രുക്മിണി കേട്ട് 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 ഭഗവാനിൽ മനസ്സൊട്ടി, ഭഗവാനെ നേടണം എന്നൊരു വിചാരം ഉണ്ടായി. നമ്മളങ്ങനെയല്ല. നമ്മൾ കാശിനെ പറ്റി പറഞ്ഞ് കുട്ടികൾക്ക് കാശുണ്ടാക്കണം, ഏത് വിധേന എങ്ങനെയാണെങ്കിലും. ഇന്നിപ്പോൾ കുട്ടികളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യതാണ്. എന്താ ലക്ഷ്യം? ജോലി ആണോ? ജോലി എന്തിനാ? ജോലി തരാം, കാശും തരില്ല. അങ്ങനെ വെച്ചാൽ പിന്നെ തിരുമേനി അങ്ങോട്ട് കാശിനാണ് ജോലി. വെറുതെ ഒന്നും ചെയ്യില്ല. എന്ത് ചെയ്യുമ്പോഴും അതിനൊരു കാശ് വേണം എന്നൊരു ചിന്തയാണ്. കാശുണ്ടാക്കുക. ജീവിത വിജയം എന്ന് പറഞ്ഞ് നമ്മളൊന്ന് വെറുതെ അടിച്ചു നോക്കൂ, യൂട്യൂബിൽ അടിച്ചു നോക്കൂ. ആരെ കാണുക? സത്താഹാചാര്യൻ. വെറുതെ അടിച്ചു നോക്കൂ. നമ്മൾ ശരിക്കും വല്ല സ്വാമിയാരും ഉണ്ടാവുന്നു? ഒരു സ്വാമിയാരും ഇല്ല. അവിടെ കോട്ടക്കെട്ട ഒരാൾ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണു, എന്നിട്ട് എങ്ങനെയെങ്കിലും കാശുണ്ടാക്കുക. എന്താ കഥ? കാശുണ്ടാക്കാനാണ് ജീവിത വിജയം എന്നാണ്. അങ്ങനെയാണ് നമ്മളൊക്കെ ഒരു ധാരണ. പ്രധാന എന്തൊക്കെയോ വലിയ വണ്ടി വാങ്ങുക, വലിയ വീട് വയ്ക്കുക, അങ്ങനെ വിഷമിച്ച് കഴിയുന്ന അവസ്ഥ. അവരൊക്കെ കഷ്ടമാണ് അവരുടെയൊക്കെ അവസ്ഥ. പുറമേക്ക് നടിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ, ഉള്ളുള്ളത് അറിയണ്ടേ. ഇവിടെ ഈശ്വര കഥകൾ കേട്ട് ഭഗവാനെ കിട്ടണം എന്നൊരു വിചാരം ഉറച്ചു രുക്മിണിക്ക്. പക്ഷേ ഏട്ടന്മാരത് സമ്മതിക്കുന്നില്ല. ഏട്ടന്മാർ പറയണത് രുക്മിണിക്ക് ചേർന്ന ആൾ കൃഷ്ണനല്ല. ലോകം അങ്ങനെയാണ് പറയുക. നമ്മൾ ഭാഗവതം കേൾക്കാൻ പുറപ്പെട്ടാലും അവർ പറയും എന്തോ കുഴപ്പം അമ്മയ്ക്കുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ. അവർ സമ്മതിക്കില്ല. അപ്പോൾ അവരുടെ വാക്ക് കേട്ട് നമ്മൾ എന്നാൽ പിന്നെ അങ്ങനെയല്ല. അത് ശരിയല്ല. നമുക്ക് പ്രതിസന്ധികളുണ്ടാവും. പ്രത്യേകിച്ച് ആധ്യാത്മിക വിഷയങ്ങളിൽ പുറപ്പെടുമ്പം ലോകത്തുള്ള കുറേ പേരൊക്കെ കുറ്റം പറയും. കള്ളുഷാപ്പ് പോയി ആരൊന്നും പറയില്ല. എല്ലാ ആൾട്ടോ കള്ളുഷാപ്പ് വരും, അയാളൊരാണാണ്, അങ്ങനെ പറയും. ഭാഗവതം കേൾക്കാൻ വന്നാൽ അതാണ് പുരുഷന്മാർ വരാത്തതിന് അതാ കാരണം. അവരെ കളിയാക്കുകയാണ്. അതിലർത്ഥമില്ല എന്നർത്ഥം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കേട്ട് നമ്മൾ ചെയ്യണത് ഒഴിവാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ഏട്ടന്മാരെതിര് നിന്നിട്ടും രുക്മിണി അതിനൊക്കെ തട്ടി മാറ്റി. പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. രുക്മിണിക്ക് ചേരുക ശിശുപാലനാണെന്നാണ് ആര് പറയുന്നത്? രുക്മി പറയുന്നത്. ശിശുപാലനാ ചേരുക. അത് രുക്മിണിക്ക് അത് അറിയില്ലായിരുന്നു. തനിക്ക് കൃഷ്ണനെ ഇഷ്ടമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയില്ലേ, അത് പരസ്യമായ വിഷയമല്ലേ എന്ന് കരുതി അവൾ വിചാരിച്ചു തന്നെ ഭഗവാന് വിവാഹം കഴിച്ചു കൊടുക്കും അച്ഛനും അമ്മയും എന്നൊക്കെ കരുതി. പക്ഷെ തെറ്റി. കത്ത് മേശപ്പുറത്ത് കണ്ടപ്പോഴാണ് അവിടെ വരൻ്റെ സ്ഥാനത്ത് ശിശുപാലെന്ന് കണ്ടതും അവൾക്ക് സഹിച്ചില്ല. ഇനിയിപ്പോൾ ലോക വിഷയങ്ങളിലേക്ക് തന്നെ ഇറങ്ങേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഒരു സാധകനെ സംബന്ധിച്ചതൊരു പ്രയാസമാണ്. ആരെ ആശ്രയിക്കണം? നേരെ അമ്പലത്തേക്ക് ഓടി. അവിടെ എത്തി പൊട്ടിക്കരയുന്നു, ഭഗവാന്റെ നാമം ജപിക്കുന്നു. ശാന്തിക്കാരൻ അവിടെ നിന്ന് വല്ല ഇറങ്ങി വരികയാണ് എന്ന് പറഞ്ഞത് ബ്രാഹ്മണൻ. ആ ബ്രാഹ്മണൻ അങ്ങോട്ട് ഇറങ്ങി വന്നു.
ചോദിച്ചു, എന്താ രുക്മിണി ഇങ്ങനെ ആകെ വിഷമിച്ചും കൊണ്ട്? സാധാരണ കല്യാണമൊക്കെ നിശ്ചയിച്ചാൽ കുട്ടികൾ കരയല്ലല്ലോ ചെയ്യുക, മൊബൈലായിട്ട് പറക്കുക ചെയ്യുക. എന്നിട്ട് മരത്തിൻ്റെ മുകളിൽ കയറി സേവ് ദ ഡേറ്റ് ഫോട്ടോ എടുക്കുക, അങ്ങനെയൊക്കെയല്ലേ സ്വതവേ. നീ ഈ കല്യാണം നിശ്ചയിച്ചപ്പോൾ എന്താ ഇങ്ങനെ ദുഃഖിക്കണത് എന്താ എന്ന് ചോദിച്ചപ്പോഴാണ് കാര്യം പറയണത്, എനിക്കിഷ്ടം ഭഗവാനെയാണ്, പക്ഷേ വിവാഹം കഴിച്ച് കൊടുക്കുന്നത് ശിശുപാലനായിട്ടാണ്. എനിക്കത് പറയാൻ ആരുമില്ല. ഞാനീ പറയണതൊന്നും ആളുകൾ ഉൾക്കൊള്ളില്ല. ശരിയാണ്. ഈശ്വര കഥകൾ പറഞ്ഞാൽ എത്ര പേര് കേൾക്കും എന്ന് പറഞ്ഞു നോക്കൂ. വീട്ടിൽ പോയിട്ട് ഒന്നും മിണ്ടാണ്ട് കേൾക്കണുണ്ടോ അമ്മേ? എത്ര പ്രാവശ്യം കേൾക്കണമെന്ന് ഒന്ന് വെറുതെ പറഞ്ഞു നോക്കൂ. വെറുതെ ആ കഥ സമാന മനസ്കര് കുറവായിരിക്കും. ഈ വക വിഷയങ്ങൾ പറഞ്ഞാൽ അവർ കേൾക്കില്ല. വേറെ എന്തെങ്കിലും പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കും. ഒരു വിലയില്ലാത്തൊരു കാര്യം പറഞ്ഞാൽ അങ്ങനെ വലിയ കാര്യമായിട്ട് നിന്ന് കേൾക്കും. ഈശ്വര കഥകളൊന്ന് പറയാൻ ശ്രമിച്ചു നോക്കും. തത്വാർത്ഥങ്ങളൊന്ന് പറയാൻ ശ്രമിച്ചു. ഈശ്വര കഥകൾ വേണ്ട, തത്വാർത്ഥങ്ങളൊന്ന് പറയാൻ ശ്രമിക്കും. ആ സമയത്ത് അത് കേൾക്കാൻ ആളുണ്ടാവില്ല. അതുകൊണ്ട് ഈ ബ്രാഹ്മണൻ്റെ അടുത്ത് വന്ന കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലായി. ഭക്തനാണല്ലോ, ഭക്തനെ മനസ്സിലാവും. നീ പോണത് ഇപ്പോൾ നേർവഴിക്ക് തന്നെയാണ്, ഒട്ടും വിഷമിക്കേണ്ട, അബദ്ധമൊന്നും പറ്റിയിട്ടില്ല. നിനക്കെന്താ പറയാനുള്ളത് വെച്ചാൽ ഒരു പേപ്പറിൽ എഴുതിക്കോളൂ, ഞാനത് ഭഗവാന് കൊണ്ടു കൊടുക്കാം. ഇങ്ങനെ ഒരു ഭക്തൻ്റെ അനുഗ്രഹം കൊണ്ട്, സദ്ഗുരുനാഥൻ്റെ കാരുണ്യം കൊണ്ട് അവൾക്ക് ഭഗവാനെ കിട്ടി എന്നാണ് കഥ കാണിക്കുന്നത്. കത്തെഴുതി ബ്രാഹ്മണന് കൊടുത്തു. അങ്ങനെ ആ ബ്രാഹ്മണൻ ഭഗവാന്റെ അടുത്തേക്ക് ചെന്നു. ഭഗവാന്റെ കാരുണ്യം ഒരു ഗുരുനാഥൻ്റെ അനുഗ്രഹത്തിലൂടെ നമുക്ക് കിട്ടുള്ളൂ. നമുക്ക് സൂര്യപ്രകാശം കൊണ്ട് പഞ്ഞി കത്തിക്കാൻ പറ്റുമോ ചോദിച്ചാൽ പറ്റും. എങ്ങനെ പറ്റുക? ഒരു ലെൻസ് വെക്കണം, അല്ലാണ്ട് പറ്റില്ല. കത്തിക്കാനുള്ള കഴിവ് സൂര്യനുണ്ടെങ്കിലും ആ ലെൻസ് വെച്ച് നമുക്ക് ഫോക്കസ് ചെയ്ത് എന്ത് ചെയ്യാം, ആ പഞ്ഞി കത്തിക്കാൻ പറ്റും. ഇതുപോലെ ലെൻസായിട്ട് ഗുരുനാഥൻ ഉണ്ടെങ്കിലേ ഭഗവാന്റെ ആ കൃപ അങ്ങനെ എത്തിക്കാൻ സാധിക്കുള്ളൂ. ഇവിടെ ആ ബ്രാഹ്മണൻ്റെ അനുഗ്രഹം കൊണ്ട്, സദ്ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ട് അവൾക്ക് ഏതാണ് വഴി എന്ന് മനസ്സിലായി, ഭഗവാനെ കിട്ടാനുള്ള വഴി. അങ്ങനെ അവൾ എഴുതി, ശ്രുത്വാ ഗുണാൻ ഭുവന സുന്ദര ശൃണ്വതാം തേ നിർവിശ്യകർണവിവരൈഹി ഹരതോംഗതാപം രൂപം ദൃശാം ഋഷിമതാമഖിലാർത്ഥലാഭം ത്വയ്യച്യുതാ വിശതി ചിത്തമപത്രപം മേ. ഭഗവാനെ, എനിക്ക് അങ്ങേ വലിയ ഇഷ്ടമാണ്. എല്ലാവരും ഇവിടെ ജനിച്ചാൽ ഭഗവാനെ ഇഷ്ടപ്പെടുക വേണ്ടത്. ആർക്കാ അങ്ങേ ഇഷ്ടമില്ലാണ്ടിരിക്കുക? അങ്ങയെ സ്മരിക്കുമ്പോൾ തന്നെ എനിക്ക് ദുഃഖങ്ങളൊക്കെ ഇല്ലാണ്ടാവുന്നുണ്ട്. അങ്ങയെ പൂർണ്ണമായിട്ട് അനുഭവിക്കുകയാണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. അച്യുതാ വിശതി ചിത്തമപത്രപം മേ. അച്യുത, ഒരിക്കലും വീഴ്ച സംഭവിക്കാത്തവനെ. ഇവിടെ ലോകത്തുള്ള എല്ലാവരും വീഴുന്നവരെ പോയി പിടിക്കുക ചെയ്യണത്. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് ഇനി വീഴ്ച ഉണ്ടാവരുത്. അതുകൊണ്ട് ആശ്രയിക്കേണ്ടത് ആരെയാ? വീഴാത്തവനെ ആശ്രയിക്കണം. ആ തിരിച്ചറിവ് എനിക്കുണ്ട്. അങ്ങ് ഒരിക്കലും വീഴാത്തവനാണ്, ആശ്രയിച്ചവരെ ഒരിക്കലും കൈവിടാത്തവനാണ്. അതുകൊണ്ട് അങ്ങയെ ഞാൻ പൂർണ്ണമായിട്ട് അങ്ങേക്കായിട്ട് ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ഇതാണൊരു ഭക്തൻ ചെയ്യേണ്ടത്. ഈശ്വര കഥകൾ കേട്ട് കേട്ട് കേട്ട്, അതാണ് ശ്രുത്വ എന്ന് പറയുന്ന താല്പര്യം. ഈശ്വര കഥകൾ കേട്ടിട്ടാണ് ഭഗവാനെ ഇഷ്ടപ്പെട്ടത്, കണ്ടിട്ടല്ല. ദൃഷ്ട്വ എന്നല്ല പറഞ്ഞത്, ശ്രുത്വ ഗുണാൻ. ഭഗവാനും ആലോചിച്ചു, ഇവൾക്ക് എങ്ങനെ ഇഷ്ടമായി? കാരണം ഫേസ്ബുക്കില്ല, അന്നൊന്നുമില്ലല്ലോ, അന്ന് ഇൻസ്റ്റാഗ്രാമില്ല, ഒരു സാധനമില്ല. പിന്നെ എങ്ങനെ ഇവൾക്ക് ഇഷ്ടമായി? ഇഷ്ടമെന്ന് പറയണുണ്ടേ. ഗുണാൻ ശ്രുത്വ, അങ്ങയുടെ ഗുണങ്ങൾ കേട്ടിട്ട് എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ഗുണങ്ങൾ വർണ്ണിക്കുന്ന ഭാഗവതം കേട്ടിട്ട്, അങ്ങയുടെ ഭക്തന്മാർ അങ്ങയുടെ മഹത്വം പറയണത് കേട്ടിട്ട്. ശ്രുത്വം എന്ന് പറഞ്ഞാൽ ശ്രുതി കേട്ടിട്ട്, ശ്രുതി എന്ന് പറഞ്ഞാൽ വേദം ഉപനിഷത്ത് കേട്ടിട്ട്. ആ വക കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഒന്നുണ്ട് ലോകത്ത് ഇത് തിരിച്ചറിയാം. ഇതൊന്നും അറിയാത്തവർ ഇപ്പോഴും ഉണ്ട് ലോകത്ത്. ഒന്നും അറിയാത്തവർ, ഈശ്വരൻ എന്നറിയാത്തവർ, ബ്രഹ്മം എന്ന് കേൾക്കാത്തവർ, ദുഃഖം നീങ്ങുമെന്നറിയാത്തവർ. നമുക്ക് നീങ്ങുമെന്നറിയാം, നീങ്ങിയിട്ടില്ലെങ്കിലും. ഇത് അതും അറിയാത്ത, അങ്ങനെ പൊട്ടക്കല്ലിലെ തവളയെ പോലെ. ഏറ്റവും വലിയ രസം ഈച്ചയെ പിടിക്കുക. എന്ത് രസമാണ്! അവരാകെ ലോകം എന്ന് പറഞ്ഞാൽ പൊട്ടക്കിണറാണ്, വേറൊന്നും കണ്ടിട്ടില്ല. ഒന്ന് പുറത്തെത്തി സമുദ്രം കാണുമ്പോഴല്ലേ മനസ്സിലാവുക ഇതിൻ്റെയൊക്കെ ഒരു വലിപ്പം. സന്യാസിമാർ, ഋഷീശ്വരന്മാർ, പല ദേശങ്ങളും അവിടെയുള്ള സജ്ജനങ്ങളെയൊക്കെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇതാണ് ലോകം. എന്നെങ്കിലും ഒരിക്കലും ഇതുപോലെയൊക്കെ സമാധാനമായിട്ട് ഇരിക്കാൻ എനിക്കും സാധിക്കണേ, ഈ ഒരു ചിന്ത വേണ്ടേ? അതാണ് ഇപ്പോൾ ഇവിടെ രുക്മിണി ആവശ്യപ്പെടുന്നത്. ഈശ്വരൻ്റെ കഥകൾ കേട്ട് അതിൽ രുചി വന്നു. അങ്ങനെയാണ് എനിക്ക് അങ്ങയെ ഇഷ്ടമായത്. അങ്ങും ഞാനും തമ്മിൽ ചേരുമോ ചോദിച്ചാൽ ചേരും. ഭഗവാനെ കിട്ടാനുള്ള അർഹത എന്താ? അർഹത, ചിലക്ക് സംശയം, എനിക്ക് അർഹത ഉണ്ടോ ഭഗവാനെ കിട്ടാൻ? മനുഷ്യനാണോ? ആണെങ്കിൽ അർഹനാണ്, അത്രയേ ഉള്ളൂ. ഭഗവാനെ കിട്ടാനുള്ള അർഹത എന്ന് പറഞ്ഞാൽ മനുഷ്യജന്മം ലഭിച്ചാൽ ഭഗവാനെ കിട്ടാൻ അർഹനായി. ഇനി ചെയ്യേണ്ട ചില ക്രമങ്ങളൊക്കെ ഉണ്ട്. ഇഹാമുത്രാർത്ഥ ഫലഭോഗ വിരാഗ, സമാധി,
ശമാധി ഷഡ്ക സമ്പത്തി ഇതൊക്കെ വേണം. ശമം ദമം ഇന്ദ്രിയങ്ങളൊക്കെ അടക്കുക, നമ്മുടെ വാക്കും പ്രവൃത്തിയൊക്കെ നന്നാക്കുക, ശുദ്ധമായൊരു ജീവിതം ഉണ്ടാവുക, ചിട്ടയോടുകൂടി ജീവിക്കുക, അമിതമായ വർത്തമാനമൊന്നും ഇല്ല. ഇങ്ങനെയൊക്കെ അടങ്ങി ജീവിക്കുകയാണെങ്കിൽ കുറച്ചങ്ങനെ കഴിയുമ്പം മെല്ലെ മെല്ലെ മനസ്സിന് പാകം വരും. ഒന്നിനോടും മോഹമില്ല, ഭഗവാനോട് മാത്രം മോഹം. ഇങ്ങനെയൊക്കെ ചില ഗുണങ്ങളുണ്ടെങ്കിൽ മനുഷ്യനായാൽ എളുപ്പം ഭഗവാനെ കിട്ടും. അതുകൊണ്ട് ഞാൻ അങ്ങയെ ലഭിക്കാൻ എനിക്ക് അർഹത ഇല്ലേ? ഉണ്ട്, സംശയമില്ല. ഇനി അങ്ങ് എന്നെ വന്ന് സ്വീകരിക്കണം. കാരണം എൻ്റെ പകുതി ഞാൻ ചെയ്തു കഴിഞ്ഞു. എനിക്കെന്താ ചെയ്യാൻ പറ്റുക? എനിക്ക് നാമം ജപിക്കാൻ പറ്റും, അധ്യായമൊക്കെ വായിക്കുക, ഭാഗവതമൊക്കെ പഠിച്ചു നോക്കുക എന്നല്ലാണ്ട് ഇതൊക്കെ ഒന്ന് ബോധ്യമാവണമെങ്കിൽ എന്ത് വേണം? അങ്ങയുടെ കാരുണ്യം വേണ്ടേ? ഞാൻ ചെയ്യേണ്ടത് ചെയ്തു ഭഗവാനെ. ഇനി അങ്ങ് വന്ന് അങ്ങയുടെ ശൗര്യം കാണിക്കണം. അതിനുള്ള സമയമായി. ഞാൻ ശിശുപാലൻ്റെ അടുത്തേക്ക് ഇനിയേ പോവുള്ളൂ. കാരണം അച്ഛനും അമ്മയൊക്കെ അങ്ങനെ നിശ്ചയിച്ചാൽ പിന്നെ എതിരെനിക്ക് ചെയ്യാൻ വരിക. പക്ഷെ അങ്ങേക്ക് എന്ത് ചെയ്യാം? ക്ഷത്രിയന്മാർക്ക് അങ്ങനെ ഒരു സമ്പ്രദായമുണ്ട്. കുട്ടിക്ക് ഇഷ്ടമാണെങ്കിൽ വിവാഹ ദിവസമാണെങ്കിലും കുഴപ്പമില്ല, അവിടെ പോയിട്ട് എന്ത് ചെയ്യാം? തൻ്റെ ആ കേമത്തം കാണിച്ച് കുട്ടിയെ കൊണ്ടുവരാനുള്ള ആ ഒരു വകുപ്പ് അവർക്കുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങയെ മനസ്സുകൊണ്ട് വരിച്ചു കഴിഞ്ഞു. അങ്ങ് വന്ന് എന്നെ സ്വീകരിക്കണം. ഒരു സിംഹത്തിന് വെച്ച എര ഒരു കുറുക്കൻ വന്ന് കൊണ്ടുപോയാൽ, സിംഹത്തിൻ്റെ മുന്നിൽ വന്നൊരു കുറുക്കൻ കൊണ്ടുപോയാൽ എല്ലാവരും കളിയാക്കുക. ആരെയാണെന്നറിയോ? ആരെയാണ് കളിയാക്കുക? എരയെ കളിയാക്കുമോ? ഇല്ലില്ല. സിംഹത്തെ അയ്യയ്യ ഉശിരില്ലാത്തൊരു സിംഹം എന്നാണ് പറയുക. അങ്ങക്ക് ഞാൻ എന്നെ സമർപ്പിച്ചു, എന്നിട്ടും എന്നെ ശിശുപാലൻ കൊണ്ടുപോയാൽ ഭഗവാനെ അങ്ങയുടെ കാരുണ്യം പോരാ എന്നാണ് പറയുക. അതുകൊണ്ട് അങ്ങക്ക് ചീത്തപ്പേരുണ്ടാക്കണ്ട. വലുപ്പത്തിലും പറഞ്ഞിട്ട് ഭഗവാനോട്, വെറുതെ അങ്ങ് ചീത്തപ്പേരുണ്ടാക്കണ്ട, പെട്ടെന്ന് തന്നെ എൻ്റെ വാതരോഗം മാറ്റി തന്നോളൂ. ഇല്ലെങ്കിൽ അങ്ങയെ ആശ്രയിച്ചാൽ ഉടനെ ഫലമുണ്ടാവും എന്നൊക്കെ പറഞ്ഞ സജ്ജനങ്ങളുടെ വാക്ക് ഏതുപോലെയാവും? കവലപ്രസംഗം പോലെയാവും. അങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, അങ്ങയെ ആശ്രയിച്ചാൽ അവർക്ക് വിഷമമുണ്ടാവില്ല. അത് വെറുതെ പുസ്തകത്തിൽ തന്നെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആശ്രയിച്ച് എന്നെ അങ്ങ് ശുദ്ധാക്കണേ എന്ന് മേൽപ്പത്തൂർ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഇവിടെ രുക്മിണി പറയണം, ശുദ്ധാക്കണം, എത്രയും പെട്ടെന്ന് വന്ന് അങ്ങനെ സ്വീകരിക്കണം. എങ്ങനെയാണ് അപ്പോൾ രുക്മിണി ഞാൻ നിന്നെ വന്ന് സ്വീകരിക്കുക? കാരണം അവിടെ എത്തിക്കഴിഞ്ഞാൽ മനസ്സിലാവുമോ? നിന്നെ ഞാൻ കണ്ടിട്ടില്ല. അതിനുള്ള വഴി പറയാം. പൂർവേദ്യുരസ്തി, ഞങ്ങളുടെ സമ്പ്രദായം അനുസരിച്ച് കല്യാണത്തിൻ്റെ മുന്നേ ആയിട്ട് അവിടെ അടുത്തുള്ള അമ്പലത്തിൽ പോയി തൊഴും, പ്രാർത്ഥിക്കും. അവിടേക്ക് അധികം പേരുണ്ടാവില്ല, ഞാനും തോഴിമാരേ ഉണ്ടാവുള്ളൂ. അവിടെ വന്ന് അങ്ങേക്ക് എളുപ്പം എന്നെ കണ്ടെത്താൻ പറ്റും, എന്നെ സ്വീകരിക്കാം. ശരി, ഇനി അഥവാ ഞാൻ സ്വീകരിക്കാൻ വന്നില്ലെങ്കിൽ ഞാൻ അങ്ങയെ തന്നെ മനസ്സുകൊണ്ട് വരിച്ച് ഇനിയുള്ള കാലം ഇനിയും പുണ്യകർമ്മങ്ങൾ ധാരാളം ചെയ്യും, സൽക്കർമ്മങ്ങൾ ചെയ്യും. പരാതി പറയില്ല എന്നർത്ഥം. നമ്മൾ പരാതിയാണ് പറയുക. അതല്ല, പരാതി പറയില്ല. എനിക്ക് മനസ്സിലായി, അങ്ങ് സ്വീകരിക്കുന്നില്ലെങ്കിൽ അങ്ങയുടെ കുഴപ്പമില്ല, എനിക്ക് പുണ്യം പോരായിട്ടാ എന്ന് മനസ്സിലാക്കി ഞാൻ എന്ത് ചെയ്യും? ഇനിയുള്ള ആ കാലം ഭഗവാനെ തന്നെ ചിന്തിച്ചു കഴിയും. ഈ ജന്മം കണ്ട് കഴിഞ്ഞാൽ രുക്മിണി അടുത്ത ജന്മത്തിൽ ഇത് ഓർമ്മ ഉണ്ടെങ്കിൽ, അല്ല ഇല്ലാണ്ടിരിക്കില്ല. കാരണം ആ ഒരു പാതയിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി ഇടയ്ക്ക് വെച്ച് മരിച്ചു പോയാൽ അടുത്ത ജന്മം ഈ ഉപാസന തുടരാൻ പാകത്തിനുള്ള സ്ഥലത്താണ് ജനിക്കുക. അതുകൊണ്ട് ഞാൻ വീണ്ടും ആ ജന്മത്തിലും അങ്ങയെ തന്നെ മനസ്സുകൊണ്ട് വരിച്ച് നാമം ജപിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് അങ്ങനെ കഴിയും. അങ്ങനെ എത്ര ജന്മം നീ കാത്തിരിക്കും? ശതജന്മഭിസ്യാത്, 100 ജന്മം കാത്തിരിക്കണോ? തയ്യാർ. 1000 ജന്മം കാത്തിരിക്കണോ? തയ്യാർ. നമ്മൾ തയ്യാറാണ്. നമുക്കിപ്പം കിട്ടണം. 10 മിനിറ്റ് ക്യൂ നിൽക്കാൻ വയ്യ നമ്മളെ കഥ. ഉടനെ ഫലം. എന്നാൽ ഭക്തന്മാർക്ക് അങ്ങനെയല്ല. ശതജന്മഭിസ്യാത്, എത്ര വേണമെങ്കിലും കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് അങ്ങയുടെ സ്വന്തം രുക്മിണി ഒപ്പ്. ഭഗവാൻ സന്തോഷമായി. ഭഗവാൻ രുക്മിണിയുടെ സ്വന്തം, അങ്ങനെയല്ലേ? ഭഗവാന്റെ സ്വന്തം രുക്മിണി എന്നാണ് പറയണത്. എൻ്റെ ഭഗവാൻ എന്നല്ല, ഭഗവാന്റെ ഞാൻ. സമർപ്പിച്ച് കഴിഞ്ഞു രുക്മിണി. സമർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ കൊണ്ടുവരേണ്ടത് തൻ്റെ ഡ്യൂട്ടിയാണ്, തൻ്റെ അത് കടമയാണ്. ഭഗവാൻ ആ ബ്രാഹ്മണനെ കൂട്ടി തേര് നേരെയാക്കി പുറപ്പെടുക എന്ന് പറഞ്ഞ് അദ്ദേഹത്തെയും കൂട്ടി പുറപ്പെട്ടു. മേശപ്പുറത്ത് കത്ത് കണ്ടപ്പോഴാണ് ഏട്ടൻ്റെ കാര്യം മനസ്സിലായത്. തട്ടിക്കൊണ്ടുവരാനാണ് പോയത്. ഉറപ്പാണ് ശത്രുക്കൾ കുറേ ഉണ്ട്, കൃഷ്ണന് പ്രശ്നം ഉണ്ടാവും. കൂടാതെ തന്നെ സൈന്യങ്ങളെയും കൂട്ടി ഏട്ടൻ അവിടെ എത്തി. ഭഗവാൻ അവിടെ എത്തിയപ്പോൾ ഏട്ടനെ കണ്ടു. പറയാൻ വിട്ടുപോയി കല്യാണക്കാര്യം. ഏട്ടനോടെങ്കിലും ഒന്ന് പറയണ്ടേ? അവിടെ എത്തി ഏട്ടനെ തൊഴുതം കണ്ട് നമസ്കരിച്ചു. ഏട്ടനോടൊന്നും പറയേണ്ട കാര്യമില്ല, എനിക്ക് ഇഷ്ടമുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിലങ്ങോട്ട് ഏട്ടൻ വീണു. അവിടേക്കും അവിടെയുള്ള ആളിലൊക്കെ വന്നു. കൃഷ്ണനെ കൂട്ടിക്കൊണ്ടുപോയി സ്വീകരിച്ചിരുത്തി. കൃഷ്ണന് ചേര് രുക്മിണിയാണ്, രുക്മിണിക്ക് ചേര് കൃഷ്ണനാണ് എന്നൊക്കെ അവർ പറയണു. രുക്മിണിക്കാകെ പ്രയാസം. കൃഷ്ണൻ എത്തിയോ നിശ്ചയില്ല. ബ്രാഹ്മണൻ അവിടെ എത്തിയോ എന്നറിയില്ല. എത്തിയിട്ട് കണ്ടോ നിശ്ചയില്ല. കണ്ടിട്ട് കാര്യം പറഞ്ഞോ എന്നറിയില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ദൂരത്തായിട്ട് ആരെ കണ്ടു? ബ്രാഹ്മണനെ കണ്ടു. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല, പക്ഷേ മുഖത്ത് എഴുതി വച്ചിട്ടുണ്ട്
പോസിറ്റീവ്. പേടിക്കേണ്ട, ആൾ വരും. എന്നെയൊക്കെ ഏൽപ്പിച്ച വിഷമമുണ്ടോ? നടക്കില്ലേ വിചാരിച്ചു. സദ്ഗുരുനാഥന്മാരെ ആശ്രയിച്ചാൽ ഭഗവാനെ കിട്ടാണ്ടിരിക്കില്ല. അതാണ് ആ ഒരു ഉറപ്പ്. ആ ഗുരുനാഥന് താൻ എന്താ കൊടുക്കുക? പ്രിയമന്യൻ നാമസ. അവൾ അവിടെ നിന്ന് എണീറ്റ് ഓടിച്ചെന്ന് തനിക്ക് ഭഗവാനെ കൊണ്ടുതന്ന ഗുരുനാഥനെ എന്താ ഇപ്പം താൻ സമർപ്പിക്കുക? തൊഴുതങ്ങോട്ട് നമസ്കരിച്ചു. ആ മഹാലക്ഷ്മിയുടെ നമസ്കാരത്തേക്കാൾ വലുതെന്താ ഉള്ളത്? അദ്ദേഹം അനുഗ്രഹിച്ചു. തോഴിമാരുടെ കൈപിടിച്ച ദേവി ദാ അമ്പലത്തിൽ പോയി അവിടെ എത്തി ഭഗവതിയോട് പ്രാർത്ഥിച്ചു. നമസ്യേ ത്വാംബികേ ഭീക്ഷ്ണം സ്വസന്താനയുതാം ശിവാം ഭൂയാത് പതിർമേ ഭഗവാൻ കൃഷ്ണ തദനുമോദതാം. ആ ഭഗവാൻ കൃഷ്ണൻ എൻ്റെ പതിയായിട്ട് വരണേ, അതിന് അമ്മ അനുഗ്രഹിക്കണേ. പതിയായിട്ട് വരണം എന്ന് പറഞ്ഞാൽ പതിയാണെന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തണം. അത്രയും. പതി എന്ന് പറഞ്ഞാൽ രക്ഷകൻ എന്നർത്ഥം. നമ്മളെയൊക്കെ രക്ഷിക്കുന്നത് ഭഗവാനാണ്, അതാണ് സത്യം. പക്ഷെ ആ തിരിച്ചറിവ് നമുക്കില്ല. അതുണ്ടാക്കി തരണേ എന്നാണ് പ്രാർത്ഥിച്ചത്. നമ്മളൊക്കെ ഇപ്പോൾ രക്ഷിക്കണത് ആരാ ചോദിച്ചാൽ ആരാ? ബാങ്ക് ബാലൻസോ? ഭർത്താവ്. ഭർത്താവിനെയും തന്നെയും ഒക്കെ രക്ഷിക്കണത് ആ ഭഗവാനാണെന്നുള്ളത് അങ്ങോട്ട് ബോധ്യമാവുന്നില്ല. അതൊന്ന് ബോധ്യമാക്കി തരണേ, അതിന് മായ ഒന്ന് നീക്കിത്തരണേ. അതാണ് മായയോട് തന്നെ പ്രാർത്ഥിക്കുന്നത്. എന്തായാലും പരമേശ്വരനും പാർവതിയും സുബ്രഹ്മണ്യനും ഗണപതിയും അയ്യപ്പനും ഒക്കെ അനുഗ്രഹിച്ചു. അങ്ങനെ ദേവി ആ തോഴിമാരുടെ കൈ പിടിച്ച് നടന്നു വരുന്നു. അപ്പോഴേക്കും ഈ വാർത്ത ലീക്കായി. രുക്മിണി പുറപ്പെട്ടിട്ടുണ്ട്, എന്തൊരു സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ആളുകളൊക്കെ അങ്ങോട്ട് ഓടി. കുതിരപ്പുറത്തുള്ള ആൾ അവിടുന്ന് വീണു, ആനപ്പുറത്തുള്ള ആൾ അവിടുന്ന് വീഴുന്നു. കാണുന്നവരൊക്കെ രുക്മിണിയെ കണ്ട് ഭ്രമിക്കുന്നു. ഐശ്വര്യദേവതയല്ലേ, ആരാ ഭ്രമിക്കാണ്ടിരിക്കുക? എല്ലാവരും രുക്മിണിയെ തന്നെ നോക്കുന്നു. രുക്മിണി പക്ഷേ ആരും നോക്കണില്ല. രുക്മിണിക്ക് ആര് മതി? ഭഗവാൻ മാത്രം മതി. അതുകൊണ്ട് നമുക്കും ഐശ്വര്യം വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഭഗവാനെ ആശ്രയിക്കേണ്ടത്. കാരണം ഭഗവാന്റെ കൂടെയാണ് ആരുണ്ടാവുക? രുക്മിണി ഉണ്ടാവുള്ളൂ. അവരൊക്കെ വീഴുന്നു, പലരും വീഴുന്നുണ്ടെന്ന് രുക്മിണി മനസ്സിലാക്കുന്നുണ്ട്. വീഴാത്ത ആളെയാണ് തനിക്ക് വേണ്ടത്. അച്യുതം. അച്യുതൻ എന്ന് പറഞ്ഞാൽ വീഴാത്തവൻ. പക്ഷേ എങ്ങനെയാണ് തലയുയർത്തി നോക്കുക? എവിടെയാണ് കൃഷ്ണൻ എങ്ങനെ അറിയും? എന്നാൽ അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു വഴി കണ്ടു, തൻ്റെ മുടി അത് കണ്ണിന് തടസ്സമായിട്ട് അങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. അത് മാറ്റുക എന്നുള്ള വ്യാജേന കൈ വെച്ചു. രണ്ട് വിരലിൻ്റെ ഇടയിൽ കൂടെ നോക്കിയാൽ ദൂരത്തുള്ളത് ഇങ്ങോട്ട് കാണും ചെയ്യും. പിന്നെ മുടി മാറ്റുക എന്നുള്ള വ്യാജേന നോക്കിയതല്ല. കല്യാണ ദിവസമൊക്കെ തലവരുത്തി നോക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് മുടി മാറ്റുക എന്നുള്ള വ്യാജേന കൈ അങ്ങോട്ട് വെച്ച് കണ്ണ് തുറന്ന് നോക്കിയതും നേരെ ആ ദൃഷ്ടി, ആ കണ്ണ് ഭഗവാന്റെ ആ രൂപം കണ്ണിൽ കണ്ടു. ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞു, കൃഷ്ണനെ കണ്ടു എന്നല്ല, അച്യുതം സാ. ആരെ കണ്ടു? നൃപാൻ ദദൃശേ അച്യുതം സാ. ആ അച്യുതനെ കണ്ടു, വീഴാത്തവനെ കണ്ടു. ഭഗവാൻ മനസ്സിലായി രുക്മിണിയാണ്. വേഗം തേരോടിച്ചു വന്നു, രുക്മിണിയെ തേരിലിട്ടു. അപ്പോഴേക്കും ചുറ്റും ശത്രുക്കൾ കൂടി. ഭഗവാൻ തൻ്റെ ഞാണൊലി ശബ്ദം അങ്ങോട്ട് കേൾപ്പിച്ചപ്പോഴേക്കും അവരൊക്കെ വിട്ടു നിന്നു. കൊണ്ടുപോയിക്കോളൂ, എന്താ വെച്ചാ ആവാം, പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ഭഗവാൻ ആ രുക്മിണിയെയും കൊണ്ട് പോയി. ഈ വാർത്ത അറിഞ്ഞ രുക്മി പ്രതിജ്ഞ എടുത്തു, ആ കൃഷ്ണനെ കൊന്നിട്ടേ ഞാൻ വിദർഭയിലേക്ക് പ്രവേശിക്കുള്ളൂ, സത്യം 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 എന്ന് പ്രതിജ്ഞ എടുത്തു. വിദർഭാവാസികൾക്ക് സന്തോഷമായി. ഇനി രുക്മിയുടെ ശല്യം നാട്ടിലില്ല. അങ്ങനെ രുക്മി പുറപ്പെട്ടു ചെന്നു. അവിടെ എത്തി ഭഗവാന്റെ നേരെ യുദ്ധത്തിന് പുറപ്പെട്ടു. ഭഗവാനും വാളെടുത്തു. രുക്മിണി കാൽക്കൽ വീണു. ഏട്ടനെ വധിക്കരുതേ എന്ന് വളരെ വിനയത്തോടെ പറഞ്ഞ സമയത്ത് ഭക്തന്മാർ പറഞ്ഞാൽ കേൾക്കാണ്ടിരിക്കാൻ വയ്യല്ലോ. അതുകൊണ്ട് തനിക്ക് ദ്രോഹം ചെയ്തവനാണെങ്കിലും അദ്ദേഹത്തെ കൊന്നില്ല. തൻ്റെ വാളുകൊണ്ട് പകുതി മീശപ്പുറത്ത്, പകുതി താടി അപ്പുറത്ത്, പകുതി ഷർട്ട് ഇവിടെ, പകുതി പാൻ്റ് അവിടെ, അങ്ങനെ മുറിച്ച് അദ്ദേഹത്തെ പിടിച്ച് ആ കൊടിമരത്തിൻ്റെ മുകളിൽ കെട്ടിയിട്ടു. അപ്പോഴേക്ക് ഏട്ടനെത്തി. അവിടെ ബലരാമേട്ടൻ കൃഷ്ണനെ കുറച്ച് ശാസിച്ചു. രുക്മിണിക്ക് സന്തോഷമാവാൻ അടുത്ത് വന്ന്, എന്താ കൃഷ്ണൻ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുമോ? അളിയനല്ലേ അത്, എന്തൊക്കെ പറഞ്ഞാലും അളിയനല്ലേ. കുറച്ച് കഴിഞ്ഞൊരു ഉണ്ണിയൊക്കെ ഉണ്ടാകുമ്പോൾ ആ ഉണ്ണി ഇയാളെ നോക്കിയിട്ടാണ് അമ്മാമ എന്നൊക്കെ വിളിക്കുക. ഇതൊക്കെ നമ്മൾ ആലോചിക്കണം, എടുത്തു ചാടി പുറപ്പെടരുത് എന്നൊക്കെ കൃഷ്ണനെ ഉപദേശിച്ചു. ഈ ഉപദേശിച്ച രാമനാണ് ഈ രുക്മിയെ കൊല്ലുന്നത്. രസം, കൃഷ്ണൻ കൊന്നില്ല. അങ്ങനെ അദ്ദേഹം രുക്മിണിയുടെ അടുത്ത് വന്ന് പറഞ്ഞു, രുക്മിണി പേടിക്കണ്ട, ഇത് ക്ഷത്രിയന്മാരുടെ സ്വഭാവം അങ്ങനെയാണ്. അവിടെ യുദ്ധം വന്നാൽ പിന്നെ ബന്ധുവാണോ നോക്കില്ല, ഏട്ടനാണോ അനിയനാണോ, അങ്ങനെയില്ല. അതുകൊണ്ട് നീ വിഷമിക്കേണ്ട, നീ ഭഗവാനെയാണ് ആശ്രയിച്ചത്, ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. സ്വസ്ഥാഭവ ശുചിസ്മിതേ. ഇനി സന്തോഷമായിട്ടിരിക്കാം, ഇനി എപ്പോഴും പുഞ്ചിരിക്കാം, സ്വസ്ഥമായിട്ടിരിക്കാം. നീ ആശ്രയിച്ചത് ഭഗവാനെയാണ് എന്നാ ഏട്ടൻ അനുഗ്രഹിക്കുന്നു. രണ്ടുപേരും തേരിൽ കയറി ദ്വാരകയ്ക്ക് പോയി. ബലരാമേട്ടൻ പറഞ്ഞു, നിങ്ങൾ ദ്വാരകയ്ക്ക് വരികയാണെന്ന് വെച്ചാൽ കല്യാണത്തിന് കൂടാം, നല്ല സദ്യ ഉണ്ട്, ചോറും കഴിക്കാം. അതല്ല ചോരയാണ് വേണ്ടതെങ്കിൽ എന്ന് പറഞ്ഞ കലപ്പ അങ്ങോട്ട് പൊന്തിച്ചു. അവിടെ വളർക്കൊക്കെ
രുക്മിണി ആര് കഴിച്ചാലും നമുക്ക് ഊണഴിക്കുക, അത്രയേ ഉള്ളൂ. അവരൊക്കെ ചെന്നു. അങ്ങനെ ദ്വാരകയിൽ വെച്ച് ഭഗവാന്റെ വിവാഹം ഭംഗിയിൽ കഴിഞ്ഞു. വിധിവത് ഉപയേമേ കുരുദ്വഹ. വിധിവത് എന്ന് പറഞ്ഞ് ചുരുക്കി പറയണം. കാരണം വിവാഹം വർണ്ണിക്കാൻ പുറപ്പെട്ട ഒരു പുസ്തകം വേറെ വേണ്ടി വരും, 7 ദിവസമായിട്ട് അത് നടത്തണം. അതുകൊണ്ട് ഭഗവാന്റെ വിവാഹം വിധിവത്, ഏറ്റവും ഭംഗിയിൽ, എങ്ങനെ വേണോ അങ്ങനെ വിധിയാൻ വണ്ണം വിവാഹം കഴിച്ചു രുക്മിണിയെ. അർത്ഥത്രയേ ഉള്ളൂ. ഭഗവാനെ കെട്ടണമെന്ന ആഗ്രഹമുള്ള ഒരു സാധകൻ, ഒരു സാധക എന്തനുഷ്ഠിക്കണം എന്നുള്ളത് വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞു. രുക്മിണി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ തന്നെയാണ്, ജീവന്മാരാണ്. ഭഗവാനെ വേണം തന്നെയാണ് നമ്മളുടെയൊക്കെ ആഗ്രഹം, അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും. സുഖാവണം എന്നല്ലേ ആഗ്രഹം, ദുഃഖാവണം എന്ന ആഗ്രഹമുള്ളവരൊന്ന് എണീറ്റ് നോക്കൂ. എണീറ്റ് നിൽക്കാനൊന്നും പറയരുത്, ഉറക്കം വന്നിട്ട്. അല്ല, അതല്ല, ദുഃഖം വേണം ഉണ്ടാവില്ല കേട്ടോ. ദുഃഖം വേണമെന്നങ്ങനെ ഇല്ല, അങ്ങനെ ഇല്ല. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്നത് ആരെയാണ്? സുഖം ഭഗവാനിലേ ഉള്ളൂ, അതാണ് സത്യം. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് ഭഗവാനെയാണ്. പക്ഷെ നമുക്ക് നിശ്ചല്യ ഭഗവാനിലാണ് സുഖമുള്ളതെന്ന് അറിയാം. നമ്മളെ വിചാരം സീരിയലിലാണുള്ളത്, പായസത്തിലാണ്, ജിലേബിയിലാണ്. നമ്മുടെ വിചാരം അങ്ങനെയാണ്. അതല്ലാന്ന് കുറച്ച് കഴിയുമ്പോൾ തിരിച്ചറിയും, അപ്പോഴേക്കും വൈകും. രുക്മിണി നേരത്തെ അറിഞ്ഞു. എത്ര നേരത്തെ അറിയാൻ പറ്റുമോ അത്രയും നല്ലത്. ഗർഭത്തിലിരിക്കുമ്പോഴേ അറിയാൻ പറ്റിയാൽ വളരെ നന്നായി. അതല്ലെങ്കിൽ പുറത്തെത്തിക്കഴിഞ്ഞാൽ ലേശം ലേശം. പ്രഹ്ലാദനൊക്കെ ഗർഭത്തിലിരിക്കുമ്പോഴേ അറിഞ്ഞു. കുട്ടിക്കാലത്തെ പറ്റിച്ച നന്നായി എന്നർത്ഥം. രുക്മിണി കുട്ടിക്കാലത്ത് തന്നെ സജ്ജനങ്ങളൊക്കെ ഭഗവാനെ പറ്റി പറഞ്ഞത് കേട്ട് ചെറുപ്പത്തിലെ കാര്യം മനസ്സിലാക്കി, ബുദ്ധിക്ക് പിടികിട്ടി. ഇരിക്കണത് എവിടെയാണ്? സമാധാനം, ശാന്തി ഇരിക്കുന്നത് ഭഗവാനിലാണ് എന്ന് സത്യം തിരിച്ചറിഞ്ഞു. സത്സംഗം ധാരാളമായിട്ട് കിട്ടി. പക്ഷെ അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് 5 ഏട്ടന്മാരാണ്. ആ ഏട്ടന്മാരെ ധിക്കരിച്ചുകാർ രുക്മിണി നന്നായി. അതും പഠിക്കണ്ടേ? നോ എന്ന് പറയാനും പഠിക്കണം. നമ്മൾ യെസ് മാത്രം പറഞ്ഞാൽ കൊടുക്കും, ചില ദിക്കിൽ പറ്റില്ല എന്ന് പറയാൻ പഠിക്കണം. ഇവിടെ രുക്മിണിയുടെ ഏട്ടന്മാരെന്ന് പറയുന്നത് കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, തൊക്ക് 5 ഏട്ടന്മാരാണ് ഈ ജീവനെ ശിശുപാലനിലേക്ക് കൊണ്ടുപോവുക. ശിശുപാലൻ എന്ന് പറഞ്ഞ പേര് തന്നെ ഉണ്ട്. ശിശും പാലയതി ഇത് ശിശുപാല. കുട്ടിയെ നോക്കി, പേരക്കുട്ടിയെ നോക്കി, പേരക്കുട്ടിയുടെ കുട്ടിയെ നോക്കി. നോക്കണത് തെറ്റല്ലേ? അതല്ല പറയണത്. ഇതന്നെയാണ് ഏറ്റവും വലിയ സുഖം. എന്താണ് ആ ഒരു ചിന്ത? ഇതാണ് വേണ്ടത്. ഇതില ഭാഗവതൊക്കെ അങ്ങോട്ട് മടക്കി വയ്ക്കണം, പേരക്കുട്ടി വരട്ടെ എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. പക്ഷെ കുഴപ്പമെന്താ ചോദിച്ചാൽ, ഈ പേരക്കുട്ടിക്ക് നാളെ മുത്തശ്ശി വേണ്ടാണ്ടായ വടൊരു വേദന ഉണ്ട്. ഇപ്പം തിരുമേനി പേരക്കുട്ടിക്ക് കമ്പ്യൂട്ടർ മതി, ഞാൻ വീഡിയോ കോൾ ചെയ്താൽ നോക്കില്ല. പണ്ട് ഞാനാ കൊണ്ടുപോയത് ഇതാണ്, ഇതിനെ നോക്കിയതൊക്കെ ഞാൻ. അത് ഗൾഫിൽ പോയപ്പോഴേക്കും പേരക്കുട്ടിക്ക് ആരും വേണ്ട, അത് ഗെയിം കളിക്കുമ്പോൾ മുത്തശ്ശിയുടെ അപ്പോൾ ഒരു വിഷമം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് പേരക്കുട്ടിയെ നോക്കണ്ട, ഇനി കണ്ടുപിടിട്ടൊന്നും വേണ്ട, പേരക്കുട്ടിയെ നാളെ എന്നെ നോക്കാം, അതൊന്നുമല്ല. അപ്പോൾ താല്പര്യം നോക്കുക, കടമയാണ്, അത് ചെയ്യണം. പക്ഷേ ആശ്രയിക്കുന്നത് ആരെയാവണം? ഭഗവാനെ മാത്രം. ഞാൻ എൻ്റെ കടമ വൃത്തി ചെയ്യുന്നു, അത്രയും വിചാരിക്കാവൂ. പക്ഷേ ശിശുപാലൻ അങ്ങനെയല്ല. ശിശും പാലകതി, കുടുംബം കുട്ടികളും നോക്കി ഈ കുടുംബജീവിതമാണ് ഏറ്റവും വലുതെന്ന് വിചാരിക്കുക. അത് തെറ്റെന്നല്ല പറഞ്ഞു കേട്ടോ. അതിലെ കുഴപ്പം സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട്, നല്ല കാര്യം തന്നെ. പക്ഷേ ഒരാൾക്കൊരാപത്ത് വന്നാൽ അപ്പോഴാണ് വിഷമം മനസ്സിലാവുക. കൂടെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് കാര്യമില്ല. പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാൻ സാധിക്കണ്ടേ? അതിനെന്ത് വേണം? കരുത്ത് വേണം. അപ്പോൾ ആര് വേണം കൂടെ? ഭഗവാനില്ലാണ്ട് സാധിക്കില്ല. ഭർത്താവിനൊരു വയ്യായ വന്നാൽ അടുത്തിരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല കണ്ടോ. ഉടനെ എന്ത് വേണമെന്നുള്ളത് ആലോചിക്കണ്ടേ? വേണ്ടേ? ഭർത്താവ് നടന്നു പോവുക, ഭർത്താവ് ഒരു കുഴി ചാടി, നമ്മളെന്താ ചെയ്യുക? നമ്മളപ്പുറത്തൊരു കുഴി കുഴിച്ച് ഇറങ്ങി നിന്നു. അതല്ല, അവിടെ ആ ഭർത്താവിനെ രക്ഷിക്കാനുള്ളൊരു ശ്രമം ഉണ്ടാവണ്ടേ? ആ ഒരു കരുത്ത്, ഒരു വിശ്വാസം, തനിക്കൊരു ശക്തി വേണ്ടേ? അപ്പം എന്ത് വേണം? ഭഗവാനില്ലാണ്ട് പറ്റില്ല. അതാണ് പ്രധാനം. 2 കൈയുണ്ടല്ലോ, ഒരു കൈ കൊണ്ട് കുടുംബം പിടിക്കുക, ഒരു കൈ കൊണ്ട് ഭഗവാനെ പിടിക്കുക. 2 കൈ കൊണ്ടും ഭഗവാനെ പിടിച്ചാൽ വളരെ നന്നായി. ആദ്യമൊക്കെ ഒരു കൈ കൊണ്ട് മാത്രം ഭഗവാനെ ആശ്രയിക്കുന്ന, ഒരു കൈ കൊണ്ട് കുടുംബം, കുറച്ചുകൊണ്ട് കഴിഞ്ഞാൽ ആ കുടുംബവും വിട്ട് 2 കൈ കൊണ്ടും ഭഗവാനെ ആശ്രയിക്കുകയാണ്. ഒരു 60 കഴിഞ്ഞാൽ, ഒരു 70 കഴിഞ്ഞാൽ, ഒരു 90. അതായത് അത്ര നേരത്തെ പറ്റിച്ച നന്നായി. അതാണ് ഇപ്പോൾ ഈ കഥയുടെ ഒരു താല്പര്യം. അച്യുതം സാ, കഴിയുന്നതും കൂടുതൽ സമയം ഈശ്വര കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചാൽ മെല്ലെ 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 ഹൃദയം ശുദ്ധമാവും. അങ്ങനെ ആ സാധകൻ ശിശുപാലനിലേക്ക് പോകുന്നതിന് പകരം ഒരു ഭക്തനെ ആശ്രയിച്ചു, ഒരു ബ്രാഹ്മണനെ ആശ്രയിച്ചു, അമ്പലത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ സത്സംഗം, നല്ല സ്ഥലങ്ങളിൽ ചെന്നു, സജ്ജനങ്ങളുണ്ടാവുന്ന സ്ഥലങ്ങളിലേക്ക് അങ്ങോട്ട് ചെന്നു കേട്ടോ. നല്ലൊരു ഗുരുനാഥനെ കണ്ടെത്തി, അതാണ് ആ ബ്രാഹ്മണൻ. ആ ഗുരുനാഥൻ തത്വം പറഞ്ഞു കൊടുത്തു, നീ പോണ വഴി ശരിയാണെന്ന് ബോധിപ്പിച്ചു കൊടുത്തു. സംശയം ഉണ്ടാവേ, ശരിയാണോ തിരുമേനി, ഞാൻ ഭാഗവതം കേൾക്കാൻ വരുന്നത് ഇപ്പോൾ ശരിയാണോ, അങ്ങനെയാണോ ഞാൻ വേണ്ടത്? അദ്ദേഹം പറഞ്ഞു ശരിയാണ്. അതന്നെ ആവോ ആശ്വാസം.
അതാണ് ഇപ്പോൾ അവിടെ ഉണ്ടായത്. അത് ആ വഴിക്ക് തന്നെയാണ് പോണത് മനസ്സിലാക്കി. ഇനി കുറച്ചൊക്കെ അവർക്ക് പറ്റുള്ളൂ, പിന്നെ ഗുരുനാഥൻ്റെ കാരുണ്യം വേണം. ബാക്കി ഗുരുനാഥൻ തന്നെ എത്തിച്ചു കൊടുത്തു, ഭഗവാനെ അറിയിച്ച് ഭഗവാനെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ ആ ഗുരുനാഥനെ ആശ്രയിച്ച് ജിജ്ഞാസുവായിട്ടുള്ള ശിഷ്യൻ ബ്രഹ്മത്തെ പ്രാപിച്ചു എന്നാണ് ഇപ്പോൾ കഥാരൂപത്തിൽ സൂചിപ്പിച്ചത്. അതാണ് രുക്മിണീ സ്വയംവരം കഥ. നമ്മളൊക്കെ എത്തിപ്പെടേണ്ടത് ഭഗവാനിലേക്കാണ്. അതാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം. അതാദ്യം ഉറപ്പിക്കുക. പിന്നെ ആ മാർഗത്തിൽ ശാന്തമായി സഞ്ചരിക്കുക. തജ്ജലാനിധി ശാന്തമുപാസീത. വളരെ ശാന്തമായി ഇരുന്ന് മനനം ചെയ്ത് വിചാരം ചെയ്ത് തത്വാർത്ഥങ്ങൾ പഠിച്ച് അതിലേക്ക് തന്നെ എത്താൻ ശ്രമിക്കുകയാണ് ഒരു ജീവൻ വേണ്ടത്. ശാന്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഈ ഒരു കഥ. ഉപയേമേ കുരുദ്വഹ. അങ്ങനെ രുക്മിണി കൃഷ്ണന്മാർ നമ്മളെയൊക്കെ അനുഗ്രഹിച്ചും കൊണ്ട് എല്ലാവരും ശാന്തി അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഈയൊരു അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു തത്വാർത്ഥം ഉൾക്കൊള്ളട്ടെ എന്നുള്ള ആ ഒരു ഭാവത്തോടെ രുക്മിണി കൃഷ്ണന്മാർ നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ആ വഴിക്ക് സഞ്ചരിക്കേ വേണ്ടു. അങ്ങനെയുള്ള ആ രുക്മിണി കൃഷ്ണന്മാരുടെ പദാരബന്ധങ്ങളിൽ നമുക്ക് ഇന്നത്തെ സത്സംഗം സമർപ്പിക്കാം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാഃ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.